അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. യൂണിറ്റ് 6 സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം. സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്ററോട് നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഇതിന് തൊട്ട് മുമ്പത്തെ ചാപ്റ്റർ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ വരെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഞാൻ ഇപ്പോഴും പറയുകയാണ്, പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ വീഡിയോയ്ക്കകത്ത് ലൈവിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് കഴിഞ്ഞതിന് ശേഷം ടെക്സ്റ്റ് ബുക്ക് കൂടെ എന്ത് ചെയ്യണം, വായിച്ചു നോക്കണം. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്തുള്ളത്. അതായത് കഴിഞ്ഞ 2021 മുതൽ 2024 വരെ വന്നിട്ടുള്ള മോഡൽ എക്സാമിലും പബ്ലിക് എക്സാമിലും ഉൾപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒരു ചാപ്റ്ററിൽ നിന്ന് പബ്ലിക് എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, പിന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന മറ്റ് ഭാഗങ്ങളൂടെ ചേർത്താണ് നമ്മൾ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് കഴിഞ്ഞതിന് ശേഷം ടെക്സ്റ്റ് ബുക്കും കൂടെ എന്ത് ചെയ്യണം, റെഫർ ചെയ്യണം. ടെക്സ്റ്റ് ബുക്ക് നോട്ട്ബുക്ക് കൂടെ റെഫർ ചെയ്ത് ബാക്കി പോർഷൻസും കൂടെ പഠിക്കണം. പരീക്ഷയ്ക്ക് വരാൻ ഒരു 70% മുകളിൽ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സ്ട്രഗിൾ ആൻഡ് ഫ്രീഡത്തിനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ആദ്യകാലത്തെ സമരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതാണ് ഈ 3 സമരങ്ങളാണ്. ഒന്നാമത്തത് ഇൻഡിഗോ ഫാമേഴ്സിൻ്റെ ചമ്പാരനിൽ സത്യാഗ്രഹ, അഹമ്മദാബാദ് കോട്ടൺ മിൽ സ്ട്രൈക്ക്, പെസൻറ്റ് സ്ട്രഗിൾസ് ഇൻ ഖേദ. ഓക്കെ, ചമ്പാരനിലെ സത്യാഗ്രഹയും നമ്മുടെ കോട്ടൺ മിൽ സ്ട്രൈക്കും, അഹമ്മദാബാദിലെ കോട്ടൺ മിൽ സ്ട്രൈക്കും, അതുപോലെ തന്നെ ഖേദയിലെ സത്യാഗ്രഹം എന്താണെന്ന് നോക്കാം. ചമ്പാരനിലെ സത്യാഗ്രഹം നടന്നത് 1917 ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലം ബീഹാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്തിനാണ് ഗാന്ധിജി ചമ്പാരനിൽ സത്യാഗ്രഹം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗാന്ധിജി സ്റ്റാർട്ടഡ് ഡിസൊബീഡിയൻസ് ഓഫ് ബ്രിട്ടീഷ് റൂൾസ് ആൻഡ് സത്യാഗ്രഹ. ഹിസ് ഇൻവോൾവ്മെൻറ്റ് കമ്പൽഡ് ദ അതോറിറ്റീസ് പോസ് ഇൻ ഫേവർ ഓഫ് ദ ഇൻഡിഗോ ഫാമേഴ്സ്. അതായത് ഇൻഡിഗോ റിവോൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻഡിഗോ ഫാമേഴ്സിനോട് നീലം കൃഷി ചെയ്യാനായിട്ട് ബ്രിട്ടീഷുകാർ ആവശ്യപ്പെടുകയും എന്നിട്ട് ആർട്ടിഫിഷ്യൽ കളേഴ്സ് എന്ത് ചെയ്തു, കണ്ടെത്തിയതിന് ശേഷം ഇൻഡിഗോ ഫാമേഴ്സിനെ ബ്രിട്ടീഷുകാർ തഴയുന്നൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ഇൻഡിഗോയ്ക്ക് വിലയൊന്നും കൊടുക്കാതെ ബ്രിട്ടീഷുകാർ ഇൻഡിഗോ ഫാമേഴ്സിനെ പറ്റിച്ചൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിനെതിരായിട്ടാണ് ചമ്പാരനിൽ ഗാന്ധിജി എന്ത് ചെയ്തത്, സത്യാഗ്രഹം നടത്തിയത്. ബീഹാറിലെ ചമ്പാരനിൽ ഇൻഡിഗോ ഫാമേഴ്സിന് ഇൻഡിഗോ ഫാമേഴ്സിന് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗാന്ധിജി സത്യാഗ്രഹ സമരം ചമ്പാരനിൽ നടത്തിയത്. ആ സ്ട്രഗിളിന് ശേഷം ആഫ്റ്റർ ഹിസ് സ്ട്രഗിൾ ഇൻ ചമ്പാരൻ ഗാന്ധിജി വർക്ക് ഫോർ ദ പ്രോഗ്രസ് ഓഫ് ചമ്പാരൻ റീജിയൻ. അവിടെ സമരം നടത്തി ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു, ബ്രിട്ടീഷുകാരായ ഉദ്യോഗസ്ഥർ അവിടുത്തെ ഇൻഡിഗോ ഫാമേഴ്സിന് അനുകൂലമായിട്ട് നിയമങ്ങളൊക്കെ പാസ്സാക്കി. അപ്പോൾ സത്യാഗ്രഹം വിജയിച്ചു. അതിനുശേഷം അവിടെ സ്കൂളുകൾ നിർമ്മിക്കാനും മെഡിക്കൽ എയ്ഡുകൾ നൽകാനും ഒക്കെ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, അതായത് ഗാന്ധിജിയുടെ ഒരു രീതി അങ്ങനെയാണെന്ന് വെച്ചാൽ, ഗാന്ധിജിയുടെ സമരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശത്തൂടെ സത്യാഗ്രഹ സമരം മുന്നോട്ട് കൊണ്ടുപോകും, മറുവശത്തൂടെ അവിടെ കുറേ കൺസ്ട്രക്ഷൻ പ്രോഗ്രാംസ് നടത്തും. അതാണ് സത്യാഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത. ഒരു വശത്തൂടെ അതോറിറ്റീസിനെതിരായിട്ട് സമരവും നടത്തും, മറുവശത്തൂടെ എന്ത് ചെയ്യും, അവിടെ കുറേ കൺസ്ട്രക്ഷൻ പ്രവർത്തനങ്ങൾ, അതായത് സ്കൂളുകൾ, ആശുപത്രികൾ, ക്ലീനിങ് പരിപാടികൾ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യും, ആ പ്രദേശത്ത് ചെയ്യും. ഈ 2 കാര്യങ്ങൾ ഒരുമിച്ചാണ് നടക്കുന്നത് സത്യാഗ്രഹ സമരത്തിനകത്ത്, ഗാന്ധിജിയുടെ സത്യാഗ്രഹ സമരത്തിനകത്ത്. ഇവിടെ അങ്ങനെ തന്നെയായിരുന്നു. ചമ്പാരനിൽ ഒരു വശത്തുകൂടെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരവും മറുവശത്തുകൂടെ കൺസ്ട്രക്ഷൻ പ്രോഗ്രാമുകൾ നടന്നു. ക്ലീനിങ് ആക്ടിവിറ്റീസും മെഡിക്കൽ എയ്ഡ് കൊടുക്കുന്ന പരിപാടികളും പ്രൈമറി സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പരിപാടികളൊക്കെ നടന്നു. അതാണ് ചമ്പാരനിലെ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം 4 മാർക്കിന് ഒരൊറ്റ ചോദ്യമായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ചമ്പാരൻ സത്യാഗ്രഹം എന്താണ്, റൈറ്റ് അബൌട്ട് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് കോട്ടൺ മിൽ സ്ട്രൈക്ക് 1918 നടന്നത്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന കോട്ടൺ മിൽ സ്ട്രൈക്കാണ് പറയാൻ പോകുന്നത്. അതായത് അഹമ്മദാബാദ് കോട്ടൺ മില്ലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസ് കിട്ടിയില്ല. ഓക്കെ, പ്ലേഗ് എന്ന് പറയുന്ന അസുഖവുമായി ബന്ധപ്പെട്ട് കിട്ടേണ്ട പണം, അതിൻ്റെ ചിലവുമായി ബന്ധപ്പെട്ട പണം കിട്ടാത്തത് കൊണ്ടാണ് ഈ സമരം നടന്നത്. സ്റ്റാർട്ടഡ് സത്യാഗ്രഹ ഡിസൊബീഡിയൻസ് ഓഫ് ദ റൂൾസ്. അറ്റ് ലാസ്റ്റ് അതോറിറ്റീസ് എഗ്രീഡ് ടു ഹൈക്ക് ദ വേജസ് ഓഫ് ദ എംപ്ലോയീസ് ആൻഡ് സ്ട്രൈക്ക് കെയിം ടു എൻഡ്. അവിടുത്തെ പ്ലേഗ് ബോണസ് ഒന്നും കിട്ടാതെ വളരെ തുച്ഛമായ ശമ്പളത്തിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ഗാന്ധിജി ഖേദയിൽ എന്ത് ചെയ്തത്, അഹമ്മദാബാദിലെ കോട്ടൺ മിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് സമരം നടത്തിയത്. ആ സമരത്തിൻ്റെ അവസാനവും എല്ലാ പ്രാവശ്യത്തെയും പോലെ തന്നെയായിരുന്നു. സമരം വിജയിക്കുകയും ഈ കോട്ടൺ മിൽ തൊഴിലാളികളുടെ ശമ്പളം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ സമ്മതിക്കുകയും ചെയ്തു. ഓക്കെ, അതാണ് അവിടെ അഹമ്മദാബാദിൽ സംഭവിച്ചത്. ഇനി ഖേദയിലുള്ള പെസൻ സ്ട്രഗിൾ നോക്കാം. 1918 ഗുജറാത്തിൽ തന്നെയാണ് ഖേദ. അപ്പോൾ അഹമ്മദാബാദും ഖേദ എന്ന് പറയുന്ന പ്രദേശം എവിടെയാണ്, ഗുജറാത്തിലാണ്. ചമ്പാരൻ എവിടെയാണ്, ബീഹാറിലാണ്. ഓക്കെ, ഡ്യൂ ടു drought and crop failure, farmers in Kheda were living in utter misery. The rulers collected tax from poor villagers. അവിടെ വിളകളൊക്കെ നാശം സംഭവിച്ചതുകൊണ്ട്, അതായത് ക്രോപ്പൊക്കെ ഫെയിലിയർ ആയതുകൊണ്ടും വരൾച്ച കൊണ്ടും കർഷകരിങ്ങനെ പൊറുതി മുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ബ്രിട്ടീഷുകാർ പുതിയ ടാക്സ് അവിടെ
അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഓക്കെ, ഒന്നാതെ അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. അപ്പോഴാണ് പുതിയ ടാക്സ് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. ഗാന്ധിജി ഈ വിഷയത്തിൽ ഇടപെടുന്നു. കർഷകർ നേരിടുന്ന ഈ പ്രശ്നത്തിൽ ഗാന്ധി ഇടുന്നത് എന്താണ്? അവർ നേരിടുന്ന പ്രശ്നം ഒന്നാതെ അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. അപ്പോഴാണ് പുതിയ ടാക്സ് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഗാന്ധിജി ഈ സമരത്തിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഇടപെടുകയും സമരം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അവർ ടാക്സ് അടയ്ക്കാതാവുന്നു. അവസാനം അതോറിറ്റീസ്, അധികാരികൾ എന്ത് ചെയ്യുന്നു? ടാക്സ് റേറ്റ് കുറയ്ക്കാൻ വേണ്ടി സമ്മതിക്കുന്നു. നികുതി ഇളവ് കൊടുക്കാൻ വേണ്ടി സമ്മതിക്കുന്നു. ടാക്സ് പതുക്കെ അടച്ചാൽ മതി, ഇത്ര ശതമാനം അടയ്ക്കേണ്ട, കുറച്ച് അടച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നികുതി ഇളവ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സമ്മതിക്കുന്നു. ഓക്കെ ആണോ? ഇതാണ് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യങ്ങളാണ്. ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി എന്നൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി. ഓക്കെ ആണോ? അതിനുശേഷമുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു 6 മാർക്കിനൊക്കെ എസ്ഐക്ക് കണക്കായിട്ട് പഠിക്കേണ്ട ചോദ്യമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റും. ഓക്കെ, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ സ്ഥാനം എന്ന് പറയുന്ന ചോദ്യം. നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് നമുക്ക് ഒരു 6 മാർക്കിൻ്റെ എസ്ഐക്ക് കണക്കാക്കി പഠിക്കാം. അതുകൊണ്ട് തന്നെ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഫീച്ചേഴ്സ്, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനോട് ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങൾ, ഗാന്ധിജി എന്തൊക്കെ ചെയ്യാനാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ടത്, അതുമായി ബന്ധപ്പെട്ട കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം എന്തൊക്കെയാണ്, ഖിലാഫത്ത് മൂവ്മെൻറ്റും നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും സിമ്പിൾ കാര്യങ്ങളായിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ആദ്യം നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരമാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു സമരമാണ്. ഒന്നാമത്തെ കാര്യം അതാണ്. ഓക്കെ, അതിൽ ഗാന്ധിജി ഇന്ത്യയുടെ ജനങ്ങളോട് അല്ലെങ്കിൽ സമരത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാരോട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളാണ് ആദ്യം പറയുന്നത്. സ്റ്റുഡൻസ് ഷാൾ ബോയ്ക്കോട്ട് ഇംഗ്ലീഷ് സ്കൂൾസ്, ലായേഴ്സ് ഷാൾ ബോയ്ക്കോട്ട് കോർട്സ്, പബ്ലിക് ഷാൾ ബോയ്ക്കോട്ട് ഫോറിൻ പ്രോഡക്ട്സ്, ബോയ്ക്കോട്ട് എലക്ഷൻ. അതായത് ഈ ഇലക്ഷനെ ബഹിഷ്കരിക്കണം, കുട്ടികൾ സ്കൂളിൽ പോകുന്നത് നിർത്തണം, ഫോറിൻ സ്കൂളുകൾ, ഇംഗ്ലീഷ് സ്കൂളുകളിൽ പോകുന്ന കുട്ടികൾ നിർത്തണം, കോടതികളിൽ പോകുന്നത് നിർത്തണം. അങ്ങനെ ഗവൺമെൻറ്റിനോട് എന്ത് ചെയ്യണം? സഹകരിക്കാതിരിക്കണം. ജനങ്ങൾ ഗവൺമെൻറ്റിനോട് സഹകരിക്കാതിരിക്കണം ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്തത് വഴി. ഓക്കെ, ഇത് ഗാന്ധിജി ജനങ്ങളോട് ആവശ്യപ്പെട്ട കാര്യമാണ്, ജനങ്ങളോട് ആഹ്വാനം ചെയ്ത കാര്യങ്ങളാണ് ഈ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ജനങ്ങൾ ഇതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്? ഗാന്ധിജിയുടെ ഈ അപ്പീലിനോട് ജനങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തതെന്നാണ് ഇവിടെ പറയുന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും ഈ പറയുന്നതെല്ലാം കേൾക്കുമോ? ഇല്ല. ചില ഭാഗങ്ങളിലൊക്കെ ഗാന്ധിജിയുടെ ഈ ഒരു അപ്പീൽ കാരണം ചില മാറ്റങ്ങളുണ്ടായി. അതെന്തൊക്കെയാണ്? വർക്കേഴ്സ് സ്ട്രക്ക് വർക്ക്, തൊഴിലാളികൾ എന്ത് ചെയ്തു? ജോലി നിർത്തി. ലോയേഴ്സ് ബോയ്ക്കോട്ടഡ് കോർട്ട്, സ്റ്റുഡൻറ്റ് ക്വിറ്റഡ് കോളേജസ് ആൻഡ് സ്കൂൾസ് റൺ ബൈ ദ ബ്രിട്ടീഷ്. ഓക്കെ, ദ പബ്ലിക് ഇൻക്ലൂഡിംഗ് വുമൺ ബേൺഡ് ഫോറിൻ ക്ലോത്ത്സ് ഓൺ ദ സ്ട്രീറ്റ്, ഫാർമേഴ്സ് ഇൻ അവർ refused to pay tax. ഓക്കെ, അവതെന്ന് പറയുന്ന സ്ഥലത്തുള്ള കർഷകർ ടാക്സ് കൊടുക്കാതായി. സ്ത്രീകൾ എന്ത് ചെയ്തു? സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഫോറിൻ ക്ലോത്ത്സിനെ ഇത് കത്തിച്ചു. കുട്ടികൾ സ്കൂളിൽ പോവാതായി. ഇതൊന്നും ഇന്ത്യ ഒട്ടാകെ സംഭവിച്ചതല്ല, ചില ഭാഗങ്ങളിൽ, പ്രധാനമായിട്ട് നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. ഓക്കെ, ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങൾ, ഗാന്ധിജി ജനങ്ങളോട് അപ്പീൽ ചെയ്ത കാര്യങ്ങൾ, ഇതാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ജനങ്ങൾ അതിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്തു? ജനങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഗാന്ധിജി പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കുകയും എന്നിട്ട് അത് അനുസരിക്കുകയും ചെയ്തു. എല്ലാവരും അല്ല, കുറേ പേര്. ഓക്കെ, അതിനുശേഷം ഗാന്ധിജിയുടെ സമരത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, കുറേ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് ഉണ്ടാവും. സമരം ചെയ്തതിന് ശേഷം ആ പ്രദേശം ഇട്ടിട്ട് പോകുന്ന പരിപാടി ഗാന്ധിജിക്കില്ല. ഈ സമരവുമായി ബന്ധപ്പെട്ട് തന്നെ, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് തന്നെ കുറേ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് ഗാന്ധിജി നടത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഇൻഡിജിനസ് പ്രോഡക്റ്റ് നിർമ്മാണം. ഇൻഡിജിനസ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ തന്നെ തനതായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജി ശ്രമിച്ചു. ഖാദി ക്ലോത്ത്സ് നിർമ്മിക്കുന്നതിന് വേണ്ടി, അതായത് ബ്രിട്ടീഷുകാർ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ക്ലോത്ത് നമുക്ക് വേണ്ട, ഖാദി ക്ലോത്തുകൾ നിർമ്മിക്കാമെന്നും പറഞ്ഞ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. നാഷണൽ സ്കൂൾസ്, ഇന്ത്യൻ നാഷണൽ സ്കൂളുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങൾ നടത്തി. ഹിന്ദി ഭാഷയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ഹിന്ദി ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പരിപാടികളൊക്കെ നടത്തി. ഓക്കെ, ഇതൊക്കെയാണ് പ്രോഗ്രാംസ്, കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം. അതായത് സമരം നടത്തണം, ഒരു വശത്തൂടെ നമ്മുടെ നാട്ടിലെ തദ്ദേശീയമായ ഉൽപ്പന്നങ്ങളെ പ്രചരിപ്പിക്കണം, ഹിന്ദി ഭാഷയെ പ്രചരിപ്പിക്കണം, നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ രീതി കൊണ്ടുവരണം എന്നൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഗാന്ധിജി നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നടത്തി. ഓക്കെ, ഇനി ഖിലാഫത്ത് മൂവ്മെൻറ്റ്. ഇതിൽ വേറെ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖിലാഫത്ത് മൂവ്മെൻറ്റുമായിട്ട് സഖ്യം ചേരാൻ ഗാന്ധിജി തീരുമാനിച്ചു. ഇതൊരു പോയിൻ്റാണ്, നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിനകത്ത് വരുന്നൊരു പോയിൻ്റാണ്. ഖിലാഫത്ത് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന മറ്റൊരു സമരം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ ഖിലാഫത്ത് മൂവ്മെൻറ്റുമായിട്ട് സഖ്യം ചേരാൻ അതിൽ ഖിലാഫത്ത് മൂവ്മെൻറ്റ് കൂടുതൽ ഭൂരിഭാഗമുള്ള ആരാണ്? മുസ്ലിങ്ങളാണ്.
ആ മുസ്ലിങ്ങൾ നടന്ന ഖിലാഫത്ത് മൂവ്മെൻറ്റുമായിട്ട് സഹകരിക്കാൻ ഗാന്ധിജി തീരുമാനിച്ചു. എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് മാത്രം ഓർത്ത് വയ്ക്കുക. ഗാന്ധിജി എന്തിനാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റുമാരുമായിട്ട് സഖ്യം ചേർന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖിലാഫത്ത് മൂവ്മെൻറ്റുമായിട്ട് സഖ്യം ചേരുന്നത് വഴി, അതായത് ഇൻ്റർനാഷണൽ കോൺഗ്രസും ഖിലാഫത്ത് മൂവ്മെൻറ്റും കൂടെ ഒരുമിച്ച് ചേരുന്നത് വഴി ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉണ്ടാവുമെന്ന് ഗാന്ധിജി കരുതി. അതിന് വേണ്ടിയിട്ടാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും ഖിലാഫത്ത് മൂവ്മെൻറ്റും കൂടെ സഖ്യം ചേർന്ന് നടത്താൻ വേണ്ടി ഗാന്ധിജി തീരുമാനിച്ചത്. ബൈ ഡിക്ലെയറിംഗ് ദ ഖിലാഫത്ത് മൂവ്മെൻറ്റ് ആസ് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, ഗാന്ധിജി എൻഷുർഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് മുസ്ലിംസ് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ. സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളെ പങ്കെടുപ്പിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. അതുവഴി രണ്ട് മാറ്റങ്ങളുണ്ടായി. ഖിലാഫത്ത് മൂവ്മെൻറ്റുമായിട്ട് സഖ്യം ചേർന്നത് വഴി ആൻറ്റി ബ്രിട്ടീഷ് ഫീലിംഗ് കൂടി, ജനങ്ങൾക്കിടയിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വികാരം കൂടുകയും ഹിന്ദു മുസ്ലിം യൂണിറ്റി കൂടുകയും ചെയ്തു. ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാൻ എന്ത് കാരണമായി? നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റും ഖിലാഫത്ത് മൂവ്മെൻറ്റും കൂടെ ഒന്നിച്ചേർന്നത് കാരണമായിട്ട് മാറി. ഓക്കെ, ഇതാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു എസ്സേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, ഓർത്ത് വയ്ക്കുക. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് ഒരു 6 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന എസ്സേയാണ്. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ജനങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്തത്, കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, ഖിലാഫത്ത് മൂവ്മെൻറ്റുമായിട്ടുള്ള സഖ്യം ചേരൽ എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. പൂർണ്ണ സ്വരാജ് ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ്. പൂർണ്ണ സ്വരാജ് ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്നത് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻ്റ് ആണ്. നിയമലംഘന പ്രസ്ഥാനമാണ്, അല്ലെങ്കിൽ നിയമലംഘന സമരമാണ്. ഈ നിയമലംഘന സമരത്തിനകത്ത് നിന്ന് വേറെയും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം. ഉപ്പ് എന്തുകൊണ്ട് ഗാന്ധിജി ഒരു പവർഫുൾ വെപ്പണായിട്ട് ഉപയോഗിച്ചു എന്ന് പറയുന്ന 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ചോദ്യങ്ങളും കൂടെ ഈ ക്വസ്റ്റ്യനകത്തുനിന്ന് വരാം. ഓക്കെ, അത് മാത്രമല്ല സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് ഒറ്റയ്ക്ക് ഒരു എസ്സേ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട തീരുമാനമെടുത്തത് ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സെഷനിൽ വെച്ചിട്ടാണ്. 1929 ഇൻ്റർനാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് അനൗൺസ് ചെയ്യുന്നത്. അന്നത്തെ ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സെഷനിലെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഈ 3 വൺ വേർഡിൽ ഓർത്ത് വയ്ക്കുക. ഇത് വൺ വേർഡ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ട്. ലാഹോർ സെഷനിൽ വെച്ചാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തത്, അല്ലെങ്കിൽ അനൗൺസ് ചെയ്തത്. 1929 ഈ മീറ്റിംഗ് നടന്നത്. ലാഹോർ സെഷൻ ഓഫ് ഇൻ്റർനാഷണൽ കോൺഗ്രസ് നടന്നത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു എൻ്റെ ചെയർമാൻ. ഇത് 3 ഓർത്ത് വയ്ക്കുക. അതിനുശേഷം ഇനി എന്താണ് പൂർണ്ണ സ്വരാജ് ആൻഡ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻ്റ് എന്ന് നോക്കാം. ഡിസൊബീഡിയൻസ്, ആ ഡിസൊബേ എന്ന വാക്ക് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ, ഇത്രയും വലിയ സെൻറ്റൻസ് നിങ്ങൾ കാണാൻ പഠിക്കണമെന്നില്ല. ഡിസൊബേ എന്ന വാക്ക് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ബ്രിട്ടീഷുകാരുടെ അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള നിയമങ്ങളെല്ലാം അനുസരിക്കാതിരിക്കുക, ഡിസൊബേ ചെയ്യുക. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ശരിയല്ലാത്ത നിയമങ്ങളെല്ലാം അനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ് സിവിൽ ഡിസൊബീഡിയൻസിൻ്റെ പ്രത്യേകത. ഓക്കെ, നമുക്ക് നോക്കാം ഗാന്ധിജി എന്തൊക്കെ ഡിമാൻഡാണ് മുന്നോട്ട് വെച്ചത്. ഗാന്ധിജി സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, ഇന്ന കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സമരം നടത്തുമെന്ന് ഗാന്ധിജി പറഞ്ഞു. ആ കാര്യങ്ങളാണ് ഡിമാൻഡ്സ് എന്ന് പറയുന്നത്. ഡിമാൻഡ്സ് എന്തൊക്കെയാണ്? ഉപ്പിൻ്റെ വിലയല്ല, ഉപ്പിൻ്റെ ടാക്സ് എടുത്ത് മാറ്റണം. ഉപ്പിനൊന്നും ടാക്സ് കൊടുക്കാൻ പറ്റില്ല, ടാക്സ് എടുത്ത് മാറ്റണം. കർഷകർക്ക് എന്ത് ചെയ്യണം? 50% ടാക്സ് റിലാക്സേഷൻ കൊടുക്കണം. കർഷകർക്ക് ഇപ്പോൾ കിട്ടുന്ന ടാക്സ് റേറ്റ് ഭയങ്കര കൂടുതലാണ്, കൊടുക്കേണ്ട ടാക്സ് റേറ്റ് കൂടുതലാണ്, അത് പകുതിയാക്കി മാറ്റണമെന്ന് പറഞ്ഞു. ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റങ്ങൾക്ക് ഇൻക്രീസ് ദ ടാക്സ് ഓൺ ഇമ്പോർട്ട് ഐറ്റം, ഇംപ്ലിമെൻറ്റ് പ്രൊഹിബിഷൻ ഓഫ് ലിക്കർ. ഇമ്പോർട്ടഡ് ഐറ്റംസ് ഒന്നുണ്ട്. ഇമ്പോർട്ട് ചെയ്യുന്ന ഐറ്റങ്ങൾക്കുള്ള ടാക്സ് റേറ്റ് എന്ത് ചെയ്യണം? ഇറക്കുമതി ചെയ്യുന്ന ഐറ്റങ്ങൾക്കുള്ള ടാക്സ് റേറ്റ് കൂട്ടണം. അതായത് ബ്രിട്ടീഷുകാർ അവിടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ടാക്സ് കൂട്ടണം. അപ്പോൾ അവിടെ നിന്നുള്ള സാധനങ്ങൾ കുറയുമല്ലോ. അതാണ് ഗാന്ധിജിയുടെ ബുദ്ധി. പിന്നെ ഇംപ്ലിമെൻറ്റ് പ്രൊഹിബിഷൻ ഓഫ് ലിക്കർ, മദ്യത്തിൻ്റെ നിരോധനം കൊണ്ടുവരണം എന്നൊക്കെയാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. ഓക്കെ, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഇതൊക്കെയാണ്. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തില്ല? ഇതൊന്നും ചെയ്തില്ല. ഓക്കെ, അപ്പോഴാണ് ഗാന്ധിജി ഈ ഡിമാൻഡുകളൊക്കെ ഗാന്ധിജി മുന്നോട്ട് വെച്ചു. സ്വാഭാവികമായിട്ട് ബ്രിട്ടീഷുകാർ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്തില്ല. അവർ എന്ത് കൊടുത്തു? ഇതൊന്നും കാര്യമാക്കാതെ അങ്ങ് വിട്ടു. അപ്പോൾ ഗാന്ധിജി ആലോചിച്ചു, എന്നാൽ നമുക്ക് എങ്ങനെ നിയമം ലംഘിക്കാമെന്ന് പ്ലാൻ ഇട്ടതിന് ശേഷം ഗാന്ധിജി ഉപ്പ് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ, അതാണ് ഇവിടുത്തെ കാര്യം. വൈ ഗാന്ധിജി സെലക്റ്റഡ് സാൾട്ട് ആസ് എ പവർഫുൾ വെപ്പൺ അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ്. ഇതൊരു ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻ ആയിട്ടും വരാൻ സാധ്യതയുള്ള കാര്യമാണ്. ഇത് ഒറ്റയ്ക്കൊരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഉപ്പിനെ ഒരു പവർഫുൾ വെപ്പണായിട്ട് ഗാന്ധിജി തീരുമാനിച്ചത് അല്ലെങ്കിൽ എടുത്തത് എന്നുള്ളതാണ്. അപ്പോൾ ഗാന്ധിജി കുറച്ച് ഡിമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നു. ആ ഡിമാൻഡ് ബ്രിട്ടീഷുകാർ അംഗീകരിച്ചില്ല. സ്വാഭാവികമായിട്ട് സമരം ചെയ്യണ്ടേ? സമരം ചെയ്യാൻ വേണ്ടിയിട്ട് ഗാന്ധിജി തീരുമാനിച്ചു ഉപ്പ് നിയമങ്ങൾ ലംഘിക്കാം എന്ന് തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് ഉപ്പ് നിയമം തന്നെ, വേറെ നിയമം ലംഘിക്കാതെ ഉപ്പ് നിയമം തന്നെ ലംഘിക്കാൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇവിടെ കിടപ്പുണ്ട്.
ബ്രിട്ടീഷ് കളക്റ്റഡ് 2/5 ഇൻകം ത്രൂ ടാക്സസ്. ബ്രിട്ടീഷുകാർ കിട്ടുന്ന 2% ഇൻകം എവിടെ നിന്നാണ്? 2/5 ഓഫ് ഇൻകം അവർ കിട്ടുന്ന ഉപ്പിൽ നിന്നാണ്. കാരണം ഉപ്പിൻ്റെ ടാക്സ് എല്ലാവരും കൊടുത്തല്ലേ പറ്റുള്ളൂ. ഒരു നാട്ടിൽ ആരെങ്കിലും ഉപ്പ് ഉപയോഗിക്കാതിരിക്കുമോ? ഇല്ല. എല്ലാ ഇന്ത്യക്കാരും കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടാക്സാണ് ഉപ്പിൻ്റെ ടാക്സ്. ഉപ്പിൻ്റെ ടാക്സ് ബ്രിട്ടീഷുകാർ 3 ഇരട്ടിയായിട്ട് കൂട്ടുകയും ചെയ്തു. സാൾട്ട് ടാക്സ് ബർഡൻ ദ പൂർ. പാവപ്പെട്ടവർക്ക് ഈ ഉപ്പിൻ്റെ ടാക്സ് കൊടുക്കാനായിട്ട് പറ്റുന്നുമില്ല. അപ്പോൾ ഗാന്ധിജി ചിന്തിച്ച് ഇത്രയേ ഉള്ളൂ. അതായത് ഉപ്പിന് നിയമത്തെ ലംഘിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ എല്ലാ ജനങ്ങളും അതിനകത്ത് പങ്കെടുക്കും. കാരണം ഉപ്പ് ഉപയോഗിക്കാത്ത ആരുമില്ല. പാവപ്പെട്ടവരും പണക്കാരും സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും എല്ലാവരും എന്ത് ചെയ്യും? ഉപ്പ് ലംഘനത്തിൽ അല്ലെങ്കിൽ ഉപ്പ് നിർമ്മാണത്തിൽ അല്ലെങ്കിൽ ഉപ്പ് നിയമത്തിനെതിരായിട്ടുള്ള സമരത്തിൽ എല്ലാവരും പങ്കെടുക്കുമെന്ന് ഗാന്ധിജി ചിന്തിച്ചു. ഓക്കെ, ഇപ്പോൾ സ്വർണ്ണത്തിൻ്റെ വില കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സമരമാണ് വച്ചിരുന്നെന്നുണ്ടെങ്കിൽ എല്ലാ ജനങ്ങളും അതിൽ പങ്കെടുക്കുമോ? സ്വർണ്ണം ഉപയോഗിക്കാത്തവരെന്തില്ല, പങ്കെടുക്കില്ല. അല്ലെങ്കിൽ പാവപ്പെട്ടവരെന്തില്ല, അതിൽ പങ്കെടുക്കില്ല. പക്ഷേ ഉപ്പാകുമ്പോൾ പാവപ്പെട്ടവരോട്ട് പണക്കാർ വരെ ഉപയോഗിക്കുന്ന സാധനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സമരം നടത്താൻ വേണ്ടി ഗാന്ധിജി തീരുമാനിച്ചു. ഇതൊരു ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യനായിട്ട് വരാൻ പറ്റുന്ന കാര്യമാണ് റിസൾട്ട്. അതിൻ്റെ റിസൾട്ട് എന്താണ് സംഭവിച്ചത്? ഗാന്ധിജി എന്ത് ചെയ്തു? ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നതിന് വേണ്ടിയിട്ട് പോവുകയും ഉപ്പ് സത്യാഗ്രഹം നടത്തുകയും അവിടെ 1 പിടി ഉപ്പ് വാരുകയും ചെയ്തു. ദണ്ഡി കടപ്പുറത്ത് എത്തിയതിനു ശേഷം ഗാന്ധിജി 1 പിടി ഉപ്പ് കൈകൊണ്ട് വാരുകയും ഗാന്ധിജി അറസ്റ്റിലാവുകയും ചെയ്തു. അവസാനം സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗാന്ധിജി മാത്രമാണോ ഉപ്പ് സമരം നടത്തിയത്? അല്ല, ജനങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്തു. പീപ്പിൾ പ്രൊഡ്യൂസ് സാൾട്ട് ഓൺ ദെയർ ഓൺ ബൈ ഡിഫൈങ് ബ്രിട്ടീഷ് റൂൾ. ബ്രിട്ടീഷ് റൂളുകൾ എതിർത്തുകൊണ്ട് രാജ്യവ്യാപകമായിട്ട് ജനങ്ങൾ സ്വന്തമായിട്ട് ഉപ്പ് നിർമ്മിച്ചു. കേരള, തമിഴ്നാട്, മഹാരാഷ്ട്ര, ബംഗാൾ, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് ഈ ഭാഗങ്ങളിലെല്ലാം ഉപ്പ് സത്യാഗ്രഹം നടത്തി. കേരളത്തിൽ കേളപ്പനാണ് ഉപ്പ് സത്യാഗ്രഹത്തിന് എന്ത് കൊടുത്തത്? മുന്നിൽ നിന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരള ഗാന്ധി എന്ന് കേളപ്പൻ അറിയപ്പെടുന്നത്. വോളണ്ടിയേഴ്സ് മെയ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് സാൾട്ട് ആൻഡ് ഹോയ്സ്റ്റഡ് നാഷണൽ ഫ്ലാഗ്സ്. എന്ത് ചെയ്തു? ഉപ്പ് നിർമ്മിക്കുകയും വിതരണം ചെയ്യുകയും ദേശീയ പതാക ഉയർത്തുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സ്ലോഗൻ മുഴക്കുകയും ചെയ്തു. ഇതൊക്കെ എവിടെ നടന്നു? ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്നു. അപ്പോൾ ആദ്യം ഗാന്ധിജി കുറച്ച് ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചു. കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ആദ്യം ഗാന്ധിജി കുറച്ച് ഡിമാൻഡുകൾ മുന്നോട്ട് വെച്ചു. ഡിമാൻഡുകൾ അനുസരിക്കാതായപ്പോഴത്തേക്കും ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചു. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയപ്പോൾ ഗാന്ധിജിയുടെ കൂടെ വേറെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഉപ്പ് സത്യാഗ്രഹം നടന്നു. അവസാനം ബ്രിട്ടീഷ് പോലീസ് എന്ത് സംഭവിച്ചാണ്? ബ്രിട്ടീഷുകാർ ഈ സമരത്തെ അടിച്ചമർത്തി കാണുന്നത്. ബ്രിട്ടീഷ് പോലീസ് ബ്രൂട്ടലി സപ്രസ് ദ പ്രൊട്ടസ്റ്റ് ചെയ്തു. ബ്രൂട്ടലി സപ്രസ് ചെയ്തു. അവസാനം ഈ മൂവ്മെൻറ്റ് നടത്തേണ്ടതായിട്ട് വന്നു. ഓക്കെ, ബ്രിട്ടീഷുകാരെ എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ സമരക്കാർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഈ സമരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ, ഇതാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിനെ കുറിച്ച് ഒരു എസ്സേ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഡിമാൻഡുകൾ എഴുതാം, ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് എഴുതാം, റിസൾട്ട് എഴുതാം. ഇത്ര എഴുതുമ്പോഴത്തേക്ക് എസ്സേ കംപ്ലീറ്റ് ആവും. 4 മാർക്കിനും 6 മാർക്കിനും ഒക്കെ എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിലോട്ട് പോവാം. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൽ നമ്മൾ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെൻറ്റ് പോലെ തന്നെ 1942 ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടന്നതെന്നും ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ ബോംബെ കോൺഫറൻസിൽ വെച്ചാണ് ഈ സമരം നടന്നതെന്നും ഓർത്തു വയ്ക്കുക. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടത്താനുള്ള കാര്യങ്ങൾ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടപ്പിലാക്കാനുള്ള കാര്യങ്ങളാണ് അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാരോടുള്ള താല്പര്യം കുറഞ്ഞു. ബ്രിട്ടീഷ് ഭരണം എന്താണ്? മതിയായി. അത് മാത്രമല്ല, ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടത്താനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2ാം ലോക മഹായുദ്ധം നടക്കുകയായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുമെന്ന് ഗാന്ധിജി കണക്കുകൂട്ടി. അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് പൈസ കടമുണ്ടാവും, അവരുടെ സൈനിക ശക്തി നഷ്ടപ്പെടും എന്നൊക്കെ ഗാന്ധിജി കണക്കുകൂട്ടി. അപ്പോൾ ഇപ്പോൾ സമരം നടത്തി കഴിഞ്ഞാൽ 2ാം ലോക മഹായുദ്ധം നടക്കുന്ന ഈ ടൈമിൽ തന്നെ സമരം നടത്തി കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോകുമെന്ന് ഗാന്ധിജി കണക്കുകൂട്ടി. അതൊരു വളരെ ശരിയായ കണക്കൂട്ടലായിരുന്നു. അങ്ങനെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അതിന് വേണ്ടിയിട്ടുള്ള കാരണങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ജനങ്ങൾക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനുള്ള താല്പര്യം കുറഞ്ഞു, വിലക്കയറ്റം ഉണ്ടായി, സെക്കൻഡ് വേൾഡ് വാറിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുമെന്ന് തോന്നി. അതിൻ്റെ ഭാഗമായിട്ട് സമരങ്ങൾ നടത്തി. ഓരോ നാട്ടുരാജ്യങ്ങളും സ്വതന്ത്രമാവാൻ ഗാന്ധിജി ആവശ്യപ്പെട്ടു. ഓരോ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് പോവുക, ജനങ്ങളും ഫാമേഴ്സും ഒന്നും ടാക്സ് കൊടുക്കാതിരിക്കുക എന്നൊക്കെയാണ് ഈ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് പ്രധാനപ്പെട്ട ആശയങ്ങൾ. ഗവൺമെൻറ് ഒഫീഷ്യൽ ഷാൽ ഡിസ്ക്ലോസ് ദെയർ ലോയൽറ്റി ടു ഇന്ത്യ. ഓക്കെ, ഗവൺമെൻറ്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെല്ലാവരും ആ ജോലി വിടാതെ തന്നെ, ആ ജോലി നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? ഇന്ത്യയോടുള്ള ലോയൽറ്റി, നന്ദി കാണിക്കുക. അതായത് ബ്രിട്ടീഷുകാർ പറയുന്ന അനുസരിക്കാതിരിക്കുക. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ബ്രിട്ടീഷുകാർ പറയുന്ന അനുസരിക്കാതിരിക്കുക, പിള്ളേർ സ്കൂളുകൾ ബോയ്ക്കോട്ട് ചെയ്യുക, ഫാമേഴ്സ് ടാക്സ് കൊടുക്കാതിരിക്കുക, കർഷകർ ടാക്സ് കൊടുക്കാതിരിക്കുക, അങ്ങനെ ബ്രിട്ടീഷുകാരെ മൊത്തത്തിൽ ബ്രിട്ടീഷുകാരുള്ള സഹകരണം സ്റ്റോപ്പ് ചെയ്യാമെന്നാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനകത്ത് പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് അവസാനം ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ സപ്രസ് ചെയ്യാനുണ്ടായത്. ഓക്കെ, അതുകൂടെ പറയുന്നില്ല. ബ്രിട്ടീഷുകാർ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെയും സപ്രസ് ചെയ്യാനുണ്ടായത്. ഒരു 4 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇത്ര എഴുതാം. 6 മാർക്കിനുള്ള ചോദ്യമായിട്ടൊന്നും ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് വരാൻ സാധ്യതയില്ല.
4 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏത് കോൺഫറൻസ് വെച്ചാണ് എവിടെ വെച്ചാണ് തീരുമാനങ്ങൾ എടുത്തത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഗാന്ധിജി നടത്താനുള്ള കാരണം എന്താണ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഫാക്ടേഴ്സും അതിൻ്റെ ഫീച്ചേഴ്സും എന്തൊക്കെയാണ്, ഫാക്ടേഴ്സ് അല്ല ഇത് ഫീച്ചേഴ്സാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് എഴുതാം. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത് പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഒന്നാമതായി ഈ പാർട്ടിയുടെ പേര് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും. ഈ പാർട്ടിയും ഇത്തരത്തിലുള്ള പാർട്ടികളും ഈ പാർട്ടി കണ്ടെത്തിയ ആൾക്കാരുടെയും പേര് വൺ വേർഡായിട്ടൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ടാവും, നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രവർത്തനങ്ങൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് പിരിഞ്ഞു പോയൊരു വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വേറൊരു രീതിയിൽ സമരം നടത്തിയ വ്യക്തിയാണ്. ഓക്കെ, യുദ്ധത്തിൻ്റെ മാർഗ്ഗത്തിൽ സായുധ സമരം നടത്തിയ വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസ് ചെയ്ത കാര്യങ്ങൾ 4 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഫോംഡ് ദ ഫോർവേഡ് ബ്ലോക്ക് പൊളിറ്റിക്കൽ പാർട്ടി. ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചു. ആ ഇന്റർനാഷണൽ കോൺഗ്രസിൽ നിന്ന് വിട്ടുമാറിയതിനു ശേഷം അദ്ദേഹം രൂപീകരിച്ച പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിച്ചു. പിന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന ഒരു സൈനിക സംഘടനയെ രൂപീകരിച്ചു. എന്നിട്ട് സിംഗപ്പൂരിൽ വെച്ച് ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് സിംഗപ്പൂരിൽ സ്റ്റാർട്ട് ചെയ്തു. അതായത് അവിടെ ഒരു പ്രൊവിഷണൽ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇന്ത്യയെ ബ്രിട്ടീഷുകാരെ ആക്രമിക്കാനാണ് ആര് തീരുമാനിച്ചത്, നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് തീരുമാനിച്ചത്. എന്നിട്ട് ആ INA-ക്കകത്ത്, അതായത് ഇൻ്റർനാഷണൽ ആർമി എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ഒരു സൈനിക സംഘടനയാണ്. ആ സൈനിക സംഘടനയ്ക്കകത്തൊരു വുമൺസ് റെജിമെൻ്റ് ഉണ്ടായിരുന്നു, സ്ത്രീകളുടെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ആ സെക്ഷനെ വിളിക്കുന്ന പേര് ഝാൻസി റെജിമെൻ്റ് എന്നാണ്. ഹോസ്റ്റഡ് തന്നെ ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ് ഇൻഫാൽ വിത്ത് ജാപ്പനീസ് സപ്പോർട്ട്. ഇംഫാലിൽ, അതായത് ഇന്ത്യയുടെ അടുത്ത അതിർത്തി പ്രദേശമായ ഇംഫാലിൽ ജപ്പാൻകാരുടെ സപ്പോർട്ടോടെ ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്താനും ആർക്ക് സാധിച്ചു, നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന് സാധിച്ചു. അതായത് ഇന്ത്യയിലേക്ക് വന്ന് ബ്രിട്ടീഷുകാർ ആക്രമിക്കാനൊന്നും INA കൊണ്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ചുറ്റുവട്ടത്തായിട്ട് പല പല സമരങ്ങളും അല്ലെങ്കിൽ അടിപിടിയും ഒക്കെ നടത്താൻ ആർക്ക് കഴിഞ്ഞു, നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ചെയ്ത കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ പാർട്ടി ഇന്റർനാഷണൽ ആർമിക്കകത്തുള്ള വുമൺസ് വിങ്ങിൻ്റെ പേരും ഓർത്ത് വയ്ക്കുക. ഇത്രയാണ് ഈ ചാപ്റ്റർ. ഓക്കെ, അടുത്തത് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട ചാപ്റ്ററാണ് റിസോഴ്സ് വെൽത്ത് ഇൻ ഇന്ത്യ. ഓക്കെ, ഇതൊരു വലിയ ചാപ്റ്റർ ആണെങ്കിലും ഈ ചാപ്റ്ററിനകത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ അളവ് വളരെ ചെറുതാണ്. ഇതിനകത്ത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, മുഴുവൻ ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ട് ഈ ചാപ്റ്റർ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് കൂടെയാണ് പറയുന്നത്. ആദ്യം തന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇന്ത്യയിലെ ക്രോപ്പിംഗ് സീസൺസ് ആണ്. ഖാരിഫ്, റാബി, സെയ്ദ് എന്ന് പറയുന്ന 3 ക്രോപ്പിംഗ് സീസൺസ് ഉണ്ട് ഇന്ത്യയിൽ. ഓക്കെ, ഈ 3 കാലഘട്ടങ്ങളിലും എന്തായിരിക്കും, കാലാവസ്ഥ വ്യത്യസ്തമായിരിക്കും. മഴയുടെ അളവും ചൂടിൻ്റെ അളവും ഒക്കെ എന്തായിരിക്കും, ഖാരിഫ് സീസണിലും റാബി സീസണിലും സെയ്ദ് സീസണിലും ഒക്കെ എന്തായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ആ 3 കാലഘട്ടങ്ങളും എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിക്കുന്നു, എപ്പോഴാണ് സോയിങ് ചെയ്യുന്നത്, എപ്പോഴാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്, പ്രധാനപ്പെട്ട ക്രോപ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് നോക്കി വയ്ക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കി വയ്ക്കാനാണെങ്കിൽ ഖാരിഫിലാണെങ്കിൽ നമുക്ക് റൈസ് ഓർത്ത് വയ്ക്കാം. ഖാരിഫ് റൈസ്, റാബിയിലാണെങ്കിൽ വീറ്റ്, സെയ്ദിലാണെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും. ഇതാണ് സിമ്പിളി ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന എളുപ്പ വഴി. ഖാരിഫ് സീസണിൽ പ്രധാനമായിട്ട് റൈസ്, ബേസ് പോലത്തെ കാര്യങ്ങളാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. റാബി സീസണിലാണെങ്കിൽ വീറ്റ്, സെയ്ദ് സീസണിലാണെങ്കിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആണ് എന്ത് ചെയ്യുന്നത്, കൾട്ടിവേറ്റ് ചെയ്യുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. അതിനുശേഷം ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ ക്രോപ്സിനെ കുറിച്ചാണ് പറയുന്നത്. 2 തരം ക്രോപ്സാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൾട്ടിവേറ്റ് ചെയ്യുന്നത്. ഒന്ന് ഫുഡ് ക്രോപ്സും, രണ്ടാമത്തെ ക്യാഷ് ക്രോപ്സും. എന്താണ് ഫുഡ് ക്രോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഡയറ്ററി നീഡ്സിന് വേണ്ടിയിട്ട്, നമുക്ക് ഭക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്ന ക്രോപ്സ് എല്ലാം ഫുഡ് ക്രോപ്സിൽ വരും. അപ്പോൾ ക്യാഷ് ക്രോപ്സിനകത്ത് കഴിക്കാൻ പറ്റുന്നവരില്ലേ, വരും. പക്ഷേ നമ്മൾ കഴിക്കുന്നതിനപ്പുറം എന്താണ്, വിൽക്കുന്നതിന് വേണ്ടിയിട്ട്, കച്ചവടം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്ന ക്രോപ്സിനെയാണ് പ്രധാനമായിട്ടും എന്ത് പറയുക, ക്യാഷ് ക്രോപ്സ് എന്ന് പറയുക. എക്സാമ്പിൾസ് നോക്കാം. ഫുഡ് ക്രോപ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, റൈസും വീറ്റും ഒക്കെയാണ് ഫുഡ് ക്രോപ്സിന് എക്സാമ്പിൾ. ഇവിടെ റൈസും വീറ്റും ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഇവിടെ പോയി. ഓക്കെ, റൈസും വീറ്റും ആണ് ഫുഡ് ക്രോപ്സിന്
എക്സാമ്പിൾ. എന്നാൽ ക്യാഷ് ക്രോപ്സിൻ്റെ എക്സാമ്പിൾ നോക്കിയോ, കോട്ടൺ, ജൂട്ട്, ടീ, കോഫി, കാർഡമം, പെപ്പർ, ഷുഗർ കെയിൻ, റബ്ബർ. ഇതിൽ ടീയും കോഫിയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഭക്ഷിക്കുന്നതിന് വേണ്ടി സാധിക്കും. പക്ഷേ നമ്മൾ ടീയും കോഫിയൊക്കെ, തേയില കൃഷിയൊക്കെ നമ്മൾ നടത്തുന്നത് നമുക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഡയറ്ററി നീഡിന് വേണ്ടിയിട്ടാണോ? അല്ല, കച്ചവടത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കച്ചവട ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത്, കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ക്യാഷ് ക്രോപ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഫുഡ് ക്രോപ്സിൻ്റെയും ക്യാഷ് ക്രോപ്സിൻ്റെയും പേരുകൾ ഓർത്ത് വയ്ക്കുക. ഇതിനകത്ത് റൈസിൻ്റെ കൾട്ടിവേഷനെ കുറിച്ചും ടീയുടെ, ഇപ്പോൾ റൈസ് ഒരു ഫുഡ് ക്രോപ്പാണ്, ടീ ഒരു ക്യാഷ് ക്രോപ്പാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൾട്ടിവേഷനെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു. കൾട്ടിവേഷൻ ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഓർക്കുക, റൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വീറ്റ് എന്ത് ചെയ്യാം, വീറ്റും മീസും ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. റൈസിൻ്റെ കൾട്ടിവേഷനുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, വീറ്റിൻ്റെ കൾട്ടിവേഷനുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, മെയ്സിൻ്റെ കൾട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, ജൂട്ട്, കോട്ടൺ, ടീ, കോഫി, കാർഡമം, പെപ്പർ, ഇതിനെക്കുറിച്ചെല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനെക്കുറിച്ചും ചോദ്യം വരാം. ഓക്കെ, നമ്മൾ പ്രധാനമായിട്ട് ഇതുവരെ വന്നിട്ടുള്ളത് റൈസും ടീയും ആയതുകൊണ്ട് റൈസും ടീയും ഇവിടെ ഉൾപ്പെടുത്തുന്നു. എഴുതേണ്ട രീതി മാത്രം പറഞ്ഞു പോവാം. റൈസ് ഒരു ഏത് തരം ക്രോപ്പാണ്, നമുക്കൊരു പോയിൻ്റ് ഏതെഴുതാം, ഖാരിഫ് ക്രോപ്പാണെന്ന് എഴുതാം. റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് ഏറ്റവും അത്യാവശ്യമായ സോയിൽ ഏതാണ് അലൂവിയൽ സോയിലാണ്. അപ്പോൾ പോയിൻ്റുകൾ ഇതാണ്. ഖാരിഫ് ക്രോപ്പാണെന്ന് നമുക്ക് എഴുതാൻ പറ്റും, അലൂവിയൽ സോയിലാണ് ആവശ്യം. റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നതിന് 24 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറാണ് ആവശ്യം. 24 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറാണ് ആവശ്യം. 150 സെൻറ്റിമീറ്റർ മഴയാണ് റൈസ് കൾട്ടിവേഷൻ ആവശ്യം. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ മിക്കതിലും ഓർത്ത് വെക്കേണ്ടത്. ഇപ്പോൾ വീറ്റ് കൾട്ടിവേഷനെ കുറിച്ച് ചോദിച്ചാലും വീറ്റിന് ആവശ്യമായ മണ്ണ് ഏതാണ്, വീറ്റ് ഏത് തരം ക്രോപ്പാണ്, എത്ര ടെമ്പറേച്ചറാണ് ആവശ്യം, എത്ര മഴയാണ് ആവശ്യം, ഇപ്പോൾ തന്നെ 4 കാര്യങ്ങളായില്ലേ. ഓക്കെ, പിന്നെ ഇവിടെ ആദ്യം ഒരു കാര്യം പറയുന്നുണ്ട്, റൈസ് ഈസ് ദ ഫസ്റ്റ് മേജർ ഫുഡ് ക്രോപ്പ് ഇൻ ഇന്ത്യ. ഏറ്റവും പ്രധാനമായിട്ട് ആൾക്കാർ കൂടുതൽ കഴിക്കുന്ന ഫുഡ് ക്രോപ്പാണ് റൈസ്. എന്താണ്, മഴ കുറഞ്ഞ സ്ഥലങ്ങളിൽ ജലസേചനത്തിൻ്റെ, ഇറിഗേഷൻ്റെ സഹായത്തോടെയും റൈസ് കൾട്ടിവേഷൻ നടത്താറുണ്ട് എന്നൊക്കെ അവിടെ പറയുന്നു. എന്നാലും ഏത് ക്രോപ്പ് പഠിച്ചാലും നിങ്ങൾ അത്യാവശ്യമായിട്ട് ഈ 4 കാര്യങ്ങൾ പഠിച്ചു വയ്ക്കണം. അലുവിയൽ സോയിലിൻ്റെ കാര്യം, ഏത് തരം ക്രോപ്പാണെന്നുള്ള കാര്യം, ടെമ്പറേച്ചർ, റെയിൻഫാൾ. ഈ 4 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ക്രോപ്പും പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ടീയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടീ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ ആസാം, വെസ്റ്റ് ബംഗാൾ, കേരള, തമിഴ്നാട് എന്നീ പ്രദേശങ്ങളിലാണ് ടീ കൾട്ടിവേഷൻ നടക്കുന്നത്. 200 മുതൽ 250 സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് ടീ കൾട്ടിവേഷൻ പ്രധാനമായിട്ട് നടക്കാറ്. ആവശ്യമായ ടെമ്പറേച്ചർ 25 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇങ്ങനെ പറയുന്നുണ്ട്. നിങ്ങൾ ഓരോ ക്രോപ്പ് ഇതുപോലെ ഒരു ടേബിളായിട്ട് എഴുതി വയ്ക്കണം. ആവശ്യമായ മണ്ണ് ഏതാണ്, ഏത് പ്രദേശത്താണ് കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, ഏത് തരം ക്രോപ്പാണ്, ഫുഡ് ക്രോപ്പാണോ ക്യാഷ് ക്രോപ്പാണോ, അതുപോലെ തന്നെ എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ് വളരുന്നതിന് വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചർ ആവശ്യം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എല്ലാ ക്രോപ്പിൻ്റെയും, ഈ 2 ക്രോപ്പ് മാത്രം വിശ്വസിച്ചിരിക്കരുത്, എല്ലാ ക്രോപ്സിൻ്റെ എന്ത് ചെയ്യണം, ഫുഡ് ക്രോപ്സ് ആയിക്കോട്ടെ ക്യാഷ് ക്രോപ്സ് ആയിക്കോട്ടെ, എല്ലാ ക്രോപ്സിനും എഴുതാൻ നിങ്ങൾ തയ്യാറായി ഇരിക്കണം. എല്ലാം പറയുന്നില്ല, എന്നാലും എഴുതാൻ നിങ്ങൾ തയ്യാറായി ഇരിക്കണം. അങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, അടുത്ത വേറെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ്. ഓക്കെ, ഇതിൽ ചോദ്യം വരുന്നത് ഇതാണ്, നമ്മുടെ നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദ്യം വരാറ്. ആദ്യം നമുക്ക് എന്താണ് കൺവെൻഷണൽ എനർജി സോഴ്സ് എന്നും എന്താണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് നോക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോള്, പെട്രോളിയം പോലുള്ള സാധനങ്ങൾ, കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് പോലുള്ള സംഗതികൾ നമ്മൾ ഊർജ്ജ ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ള സാധനങ്ങളാണ്. കോള്, പെട്രോളിയമൊക്കെ നമ്മൾ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഫോസിൽ ഫ്യൂവൽസ് അല്ലേ. ഈ ഫോസിൽ ഫ്യൂവൽസൊക്കെ ഒരു കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ അളവ് കുറയും. മണ്ണിനടിയിൽ അതിൻ്റെ അളവ് കുറയുകയും അത് കുറേ കാലം കഴിയുമ്പോൾ തീരുകയും ചെയ്യും. അത്തരത്തിലുള്ള ഫ്യൂവൽസാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എനർജി സോഴ്സസിനെയാണ് കൺവെൻഷണൽ എനർജി സോഴ്സ് പറയുന്നത്. നമ്മൾ പണ്ട് കാലം തൊട്ടേ ഉപയോഗിക്കുന്ന എനർജി സോഴ്സസ് ആണ് കോള്, പെട്രോളിയം ഒക്കെ. അതാണ് കൺവെൻഷണലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എനർജി സോഴ്സസ് എന്ന് പറയുന്നത്. കുറേ കാലം കഴിയുമ്പോഴത്തേക്കും ഇവരെല്ലാം നോൺ റിന്യൂവബിൾ ആണ്. ഈ കൺവെൻഷണൽ സോഴ്സിൻ്റെ പ്രത്യേകത എന്താണ്, ഇവരൊന്നും ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കോളും പെട്രോളിയം ഒക്കെ മണ്ണിൽ തീർന്നു കഴിഞ്ഞാൽ പിന്നീട് അത് ഉണ്ടായി വരണമെന്നുണ്ടെങ്കിൽ, അത് പിന്നെയും ഫോം ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾ എടുക്കും. അതിനു മുമ്പേ മനുഷ്യനൊക്കെ നശിച്ചു പോകും. അപ്പോൾ നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള എനർജി സോഴ്സസ് ആണ് ഇവർ. അതുകൊണ്ട് തന്നെ കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്തെങ്കിലും കുറേ കാലം നമുക്ക് വിശ്വസിച്ചിരിക്കാൻ പറ്റില്ല. കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അളവ് കുറയുകയും തീരുകയും ചെയ്യും. പിന്നെ ഈ കൺവെൻഷണൽ എനർജി സോഴ്സുള്ള സാധനങ്ങൾ കാരണം, അത് ബേൺ ചെയ്യുന്നത് കാരണം പൊല്യൂഷൻ, കോള്, പെട്രോളിയം കത്തിക്കുമ്പോൾ എന്താ ഉറപ്പായിട്ടും പൊല്യൂഷൻ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കേണ്ട ഒരു മെഷറാണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസ് ഉപയോഗിക്കുക. നോൺ കൺവെൻഷണൽ എന്ന് പറയുമ്പോഴത്തേക്കും കുറേ കാലം നിലനിൽക്കുന്നതും റിന്യൂവബിൾ ആയിട്ടുള്ളതും എന്നാൽ പൊല്യൂഷൻ കുറവായിട്ടുള്ള എനർജി സോഴ്സസിനെയാണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് പറയുന്നത്. നിങ്ങൾ എക്സാമ്പിൾ ഓർത്ത് വെച്ചാൽ മതി.
സോളാർ, വിൻഡ്, ഹൈഡ്രോ പവർ എന്നിവയാണ് നോൺ കൺവെൻഷണൽ എനർജി സോഴ്സിന് എക്സാമ്പിൾ. ഇതുവഴി കറണ്ട് ഉണ്ടാക്കുന്നത് വഴി, സോളാർ വഴിയും വിൻഡ് വഴിയും ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയൊക്കെ വെച്ച് കറണ്ട് ഉണ്ടാക്കുന്നത് വഴി പൊല്യൂഷൻ ഉണ്ടാവുമോ? ഇല്ല. സോളാർ എനർജിയോ വിൻഡ് എനർജിയോ ഹൈഡൽ പവറൊക്കെ എന്തെങ്കിലും തീർന്നു പോവോ? ഇല്ല, അതൊന്നും തീർന്നു പോവുകയില്ല. അത്തരത്തിലുള്ള എനർജി സോഴ്സാണ് കൺവെൻഷണൽ എനർജി സോഴ്സ് പറയുന്നത്. അവരെല്ലാം റിന്യൂവബിളാണ്, പുതുക്കാൻ കഴിയുന്നതാണ്, സസ്റ്റൈനബിൾ ആണ്, പ്രകൃതിക്ക് ദോഷമില്ലാത്തതും ആണ്. ഓക്കെ, ഈ രീതിയിലാണ് ഓർത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ ചോദ്യം ഇതാണ്, നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് ഉപയോഗിച്ചുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? അതുവഴി പൊല്യൂഷൻ കുറയ്ക്കാൻ പറ്റും, റിന്യൂവബിളും സസ്റ്റൈനബിൾ ആയിട്ടുള്ള എനർജി നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും എന്നതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഓക്കെ, ഇനി ലാസ്റ്റ് 2 കാര്യങ്ങളൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ പലതരം റോഡ് ട്രാൻസ്പോർട്ട്, റോഡ് വഴി, റെയിൽ വഴി, എയ്റോപ്ലെയിൻ വഴി പലതരത്തിലുള്ള എയർ ട്രാൻസ്പോർട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും ലാഭകരമായ ട്രാൻസ്പോർട്ട് രീതി വാട്ടർ ട്രാൻസ്പോർട്ടേഷനാണ്. അതിൻ്റെ അഡ്വാൻറ്റേജസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഏറ്റവും വിലക്കുറവിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത് ചീപ്പസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. ലാർജ് സ്കെയിലായിട്ട് ഒരുപാട് അളവിൽ കാർഗോ, സാധനങ്ങൾ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം ഏതാണ്? വാട്ടർ ട്രാൻസ്പോർട്ടേഷനാണ്. കാരണം ചിലവ് വളരെ കുറവാണ്, എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഉണ്ടാവുന്നില്ല വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. കാരണം ഇൻ്റർനാഷണൽ ട്രേഡിന് വേണ്ടിയിട്ട് ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലുള്ള ട്രേഡിന് വേണ്ടിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മാർഗ്ഗം വാട്ടർ ട്രാൻസ്പോർട്ടേഷനാണ്. അപ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ്റെ അഡ്വാൻറ്റേജസ് ഓർത്ത് വയ്ക്കുക. ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്ത് വയ്ക്കേണ്ടത് പോർട്ടാണ്. മാപ്പ് ക്വസ്റ്റ്യനാണ്. മാപ്പിൽ ഒരു പോർട്ട് ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. മാപ്പിനകത്ത് ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസ് 4 എണ്ണമാണ്. 4 മാർക്ക് ഒരു മാപ്പ് ക്വസ്റ്റ്യൻസ് 4 മാർക്ക് കിട്ടും. 4 ഭാഗങ്ങൾ മാപ്പിൽ അടയാളപ്പെടുത്തുമ്പോഴത്തേക്കും നമുക്ക് 4 മാർക്ക് കിട്ടും. അതിൽ ഒരെണ്ണം ഉറപ്പായിട്ടും പോർട്ടായിരിക്കും. ഓക്കെ, കാൻല, മുംബൈ, നവശേവ, മർമഗോവ, മാംഗ്ലൂർ, കൊച്ചി, ടൂട്ടിക്കോറിൻ, ചെന്നൈ, വിശാഖപട്ടണം, പാരദീപ്, ഹാൽദിയ, കൊൽക്കത്ത. ഈ പോർട്ടുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പായിട്ടും മാപ്പിൽ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇതിൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് കാൻല ഗുജറാത്തിലാണെന്നും കൊൽക്കത്ത വെസ്റ്റ് ബംഗാളിലാണെന്നും കൊച്ചി, ടൂട്ടിക്കോറിൻ, ചെന്നൈ, മാംഗ്ലൂർ ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ബാക്കിയുള്ളത് മുംബൈ, നവശേവി മഹാരാഷ്ട്രയിലാണ്, മർമഗോവ ഗോവയിലാണ്, വിശാഖപട്ടണം, പാരദീപ്, ഹാൽദിയ, ഇതൊക്കെ മാത്രമേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൂ. കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുക, നോക്കി വയ്ക്കുക. ഉറപ്പായിട്ടും പോർട്ട് മാപ്പിനകത്ത് ചോദിക്കും. ഓക്കെ, ഇത്രയുമാണ് അവിടെ പറയുന്ന കാര്യങ്ങൾ. ഇത്രയുമാണ് റിസോഴ്സ് വെൽത്ത് ഇൻ ഇന്ത്യ എന്നുള്ള ചാപ്റ്ററിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. റിസോഴ്സ് വെൽത്ത് ഇൻ ഇന്ത്യ ഓക്കെ ആണോ? അടുത്ത ചാപ്റ്ററാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത ആയി തന്നെ പറയാം, ഈ ചാപ്റ്ററിൽ എല്ലാ ക്വസ്റ്റിനും പരീക്ഷ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ടോപ്പിക്കും നമ്മൾ വായിച്ചു പോകണം. ഓക്കെ, എല്ലാ ടോപ്പിക്കും പഠിച്ചാലേ ഈ ചാപ്റ്ററിലെ ഏത് ക്വസ്റ്റ്യൻ വരും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കഴിഞ്ഞ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ചപ്പോഴത്തേക്ക് എല്ലാ ക്വസ്റ്റ്യൻസും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ചാപ്റ്ററാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. ഓരോ ക്വസ്റ്റ്യനായിട്ട് പറയാം. എന്താണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ? സാധനങ്ങളും മെറ്റീരിയൽസും എന്താണ് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിനെ പറയുന്ന പേരാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന എപ്പോഴും ആരായിരിക്കും? പൊതുഭരണം നടത്തുന്ന ആരായിരിക്കും? എപ്പോഴും ഗവൺമെൻറ് ആയിരിക്കും. ഗവൺമെൻറ് വ്യക്തികളെയും സാധനങ്ങളെയും ശരിയായ രീതിയിൽ ഉപയോഗിച്ച് നല്ല നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. എന്തിനാണ് പൊതുഭരണം വേണ്ടത്? ഓക്കെ, എന്തിനാണ് പൊതുഭരണം വേണ്ടത്? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുക, ഗവൺമെൻറ് എന്ന് ഓർക്കുക. ഗവൺമെൻറ് സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കേണ്ട കാര്യം ഗവൺമെൻറ് എന്നാണ്. ഗവൺമെൻറ് എന്തിനാണ് എന്നാണ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ശരിയായ രീതിയിൽ വ്യക്തികളെയും ഉൽപ്പന്നങ്ങളെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടും. ഏതാണ്? സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഉത്തരം കിട്ടും. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ ഫോർ ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലോസ്, ഗവൺമെൻറ് പോളിസീസ്, പ്രോഗ്രാം ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്. ഓക്കെ, അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്തിനാണ് നടത്തുന്നത്? ശരിയായ രീതിയിൽ നിയമങ്ങൾ നിർമ്മിക്കാനും ശരിയായ രീതിയിൽ ഗവൺമെൻറ് പോളിസികൾ കൊണ്ടുവരാനൊക്കെയാണ്. അപ്പോൾ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുഭരണം ഉണ്ടെങ്കിലേ
ശരിയായ രീതിയിലുള്ള ഗവൺമെൻറ് ഉണ്ടെങ്കിലേ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ശരിയായ രീതിയിലുള്ള ഗവൺമെൻറ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഗവൺമെൻറ് ശരിയായ രീതിയിലുള്ള ഗവൺമെൻറ് വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഗവൺമെൻറ്റൽ പോളിസീസ് കൊണ്ടുവരാൻ, ജനങ്ങൾക്ക് ഗുഡ്സും സർവീസസും എത്തിച്ചു കൊടുക്കാൻ, ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ, പൊതുവായ പ്രശ്നങ്ങൾക്ക് പബ്ലിക്കായിട്ടുള്ള ഇഷ്യൂസിന് സമാധാനം കണ്ടെത്താൻ ഒക്കെ എന്ത് വേണം? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വേണം. ശരിയായ രീതിയിലുള്ള ഗവൺമെൻറ് ഉണ്ടെങ്കിൽ മാത്രമേ പോളിസീസ് നിർമ്മിക്കാൻ പറ്റുള്ളൂ, സാധനങ്ങൾ സേവനങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ, ജനങ്ങൾക്ക് ക്ഷേമം ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. ഇതൊക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ ആർക്കേ കഴിയുള്ളൂ? ശരിയായ ഒരു ഗവൺമെൻറ് മാത്രമേ, ശരിയായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് മാത്രമേ ഇതൊക്കെ കഴിയുള്ളൂ. അപ്പോൾ അതാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ്റെ പ്രാധാന്യം, സിഗ്നിഫിക്കൻസ്. ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പിന്നെ ഇത് 3ാമത്തെ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഭൂരിഭാഗം പേർക്കും അറിയാമായിരിക്കും. ഇനി ഫ്യൂച്ചേഴ്സ് ഓഫ് ബ്യൂറോക്രസി. പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേരാണ് ബ്യൂറോക്രാറ്റ്സ്. അതായത് ഇപ്പോൾ ഗവൺമെൻറ്റാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ നമ്മൾ ഗവൺമെൻറ്റായിട്ട് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ് ബ്യൂറോക്രാറ്റ്സ് എന്നറിയപ്പെടുന്നു. ബ്യൂറോക്രാറ്റ്സ് ആരാണ്? ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്. അവരുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഹയറാർക്കിയൽ ഓർഗനൈസേഷൻ. വൺ എംപ്ലോയി അറ്റ് ദ ടോപ്പ് ആൻഡ് നമ്പർ ഇൻക്രീസസ് വെൻ ഇറ്റ് റീച്ചസ് ദ ലോവർ ലെവൽ. ഓക്കെ, അതായത് ഗവൺമെൻറ് ഒരു സിസ്റ്റം നോക്കുക, ഒരു ഗവൺമെൻറ് സിസ്റ്റം നോക്കുക. ഇപ്പോൾ നമ്മളൊരു സ്കൂൾ സങ്കല്പിച്ചാൽ മതി. സ്കൂളിൽ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ, LPയിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും, UPയിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും, ഹൈസ്കൂൾ ടീച്ചേഴ്സ് ഉണ്ടാവും, ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ ടീച്ചേഴ്സിനാണ് ഒരുപാട് കൂടുതലായിരിക്കും. ഇവരെല്ലാം നിയന്ത്രിക്കുന്ന HOD ഒരാളായിരിക്കും. അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ സ്കൂളിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ HM ഹെഡ് മാസ്റ്റർ ആരായിരിക്കും? ഒരാളായിരിക്കും. അതാണ് ബ്യൂറോക്രസിയുടെ പ്രത്യേകത. താഴത്തെ ലെവലിൽ, ടീച്ചർ ലെവലിൽ ഒരുപാട് പേരുണ്ടാവുകയും എന്നാൽ ഇവരെല്ലാം നിയന്ത്രിക്കുന്ന ടോപ്പ് ലെവലിനകത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ. അതാണ് പറയുന്നത് വൺ എംപ്ലോയി അറ്റ് ദ ടോപ്പ് ആൻഡ് നമ്പർ ഇൻക്രീസ് വിത്ത് റീച്ചസ് എ ലോവർ ലെവൽ. താഴത്തെ ലെവലിലോട്ട് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയൊക്കെ സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ഇതുപോലെ ഒരു പ്രിൻസിപ്പാൾ ഉണ്ടാവും. ആ പ്രിൻസിപ്പാളിന് താഴെ HOD കാണും, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് കാണും. ഒരു ഡിപ്പാർട്ട്മെൻറ്റിനകത്തേന് ഒരുപാട് ടീച്ചേഴ്സ് കാണും. ലെവൽ താഴുന്നതിനനുസരിച്ച് ആൾക്കാരുടെ എണ്ണം, എംപ്ലോയീസിൻ്റെ എണ്ണം കൂടുന്നതാണ് നമ്മുടെ ബ്യൂറോക്രസിയുടെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പെർമനൻസ്. അതായത് പെർമനൻസ് വെച്ച് കഴിഞ്ഞാൽ ബ്യൂറോക്രാറ്റായിട്ട് നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ, ഗവൺമെൻറ് ജോലി നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് ആ ജോലി നിങ്ങൾക്ക് എടുത്ത് കളയാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ റിട്ടയർമെൻറ്റ് ഏജ് വരെ നമുക്ക് ആ ജോലി ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ചുമ്മാ പോകുന്നവനൊന്നും പിടിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്യൂറോക്രാറ്റ് ആക്കാൻ വേണ്ടി പറ്റില്ല. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സാം എഴുതി പാസ്സാവുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ബ്യൂറോക്രാറ്റ് ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി. ഒരാളൊരു ബ്യൂറോക്രാറ്റ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്യൂറോക്രസിയിൽ അല്ലെങ്കിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ സ്വന്തം പാർട്ടി ഇൻട്രസ്റ്റുകളും എല്ലാം എന്ത് ചെയ്യേണ്ടി വരും? മാറ്റിവെച്ച് ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും. പൊളിറ്റിക്കലി ന്യൂട്രലായിരിക്കണം. ഒരു പാർട്ടിയോടോ ചായ്വ് കാണിക്കാൻ പാടില്ല രാഷ്ട്രീയപരമായിട്ട്. ആര്? ബ്യൂറോക്രാറ്റ്സ്, ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ. ഇനി പ്രൊഫഷണലിസം. ചെയ്യുന്ന ജോലിയിൽ സ്കിൽഫുൾ ആയിരിക്കണം എന്നുള്ളതാണ് പ്രൊഫഷണലിസത്തിൻ്റെ പ്രത്യേകത. ബ്യൂറോക്രാറ്റ്സ് എല്ലാം ചെയ്യുന്ന ജോലിയിൽ സ്കിൽഫുൾ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ജോയിൻ ചെയ്യുന്ന സമയത്ത് ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ എക്സാം നടത്തി ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും? അവർക്ക് ട്രെയിനിങ്ങും കൂടെ കൊടുക്കും. ട്രെയിനിങ് കൊടുക്കുമ്പോഴത്തേക്ക് അവരെന്താവും? സ്കില്ലുള്ളവരായിട്ട് മാറും. ഓക്കെ, ബ്യൂറോക്രസി ഇൻ ഇന്ത്യ. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഗവൺമെൻറ്റിനെ കുറിച്ചാണ്. ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെക്കുറിച്ചാണ്? ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ കുറിച്ചാണ്. ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന സ്ഥാപനങ്ങളാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഒന്നാമത്തതാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സിവിൽ സർവീസാണ് ഇന്ത്യയിലെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ, ബ്യൂറോക്രാറ്റ്സിനെ നിർമ്മിക്കുന്ന സ്ഥാപനം. ഇന്ത്യൻ സിവിൽ സർവീസ് തന്നെ 3 തരത്തിലുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. ഇന്ത്യൻ സിവിൽ സർവീസ് തന്നെ 3 തരത്തിലുണ്ട്. ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ ബ്യൂറോക്രാറ്റ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ബ്യൂറോക്രാറ്റ്സിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന്. ആ ഇന്ത്യൻ സിവിൽ സർവീസ് തന്നെ 3 തരത്തിലുണ്ട്. ഓൾ ഇന്ത്യ സർവീസ്, സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഓൾ ഇന്ത്യ സർവീസിൽ അപ്പോയിൻമെൻറ്റ് നടക്കുന്നത് എങ്ങനെയാണ്, ഏതൊക്കെയാണ് ഓൾ ഇന്ത്യ സർവീസിലെ ജോലികൾ, സെൻട്രൽ സർവീസിൽ അപ്പോയിൻറ്റ് നടക്കുന്നത് എങ്ങനെയാണ്, ഏതൊക്കെയാണ് സെൻട്രൽ സർവീസിലെ ജോലികൾ, എന്തൊക്കെയാണ് സ്റ്റേറ്റ് സർവീസിലെ ജോലികൾ. ഇതാണ് എക്സാമ്പിൾസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതിനകത്ത്. ഓൾ ഇന്ത്യ സർവീസ് നോക്കാം. നാഷണൽ ലെവൽ റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും. അതായത് ഓൾ ഇന്ത്യ സർവീസിൽ നമ്മൾ ജോലിക്ക് കയറുന്നുണ്ട്. ഇതാ IPS, IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ് എന്ന് പറയുന്നതൊക്കെ ഓൾ ഇന്ത്യ സർവീസിൽ വരുന്ന ജോലികളാണ്. ഈ IPSലോ IASലോ ആണ് നമ്മൾ ജോലി കയറുന്നുണ്ടെങ്കിൽ നമുക്ക് നാഷണൽ ലെവലിലായിരിക്കും എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്ന വല്ല ഡൽഹിയിലോ മുംബൈയിലോ ഒക്കെ ആയിരിക്കും. എനിക്ക് പറയാൻ പറ്റുമോ കേരളത്തിൽ തന്നെ എനിക്ക് ജോലി വേണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നാഷണൽ ലെവൽ റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും ഓൾ ഇന്ത്യ സർവീസിൽ നടക്കുന്നത്. ഓക്കെ,
സെൻട്രൽ സർവീസ് ആണെങ്കിലോ അതും നാഷണൽ സെൻട്രൽ ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന ഏതെങ്കിലും ഒരു തസ്തികയിലായിരിക്കും നമുക്ക് ജോലി കിട്ടുന്നത്. ഇന്ത്യൻ ഫോറിൻ സർവീസിലോ ഇന്ത്യൻ റെയിൽവേ സർവീസൊക്കെയാണ് ഏതിന് എക്സാമ്പിൾ, സെൻട്രൽ സർവീസിലെ ജോലികൾക്ക് എക്സാമ്പിൾ. ഈ ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമുക്ക് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ അതും നാഷണൽ ലെവൽ റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും. ഏത് ഭാഗത്ത് വേണോ എന്ത് ചെയ്യാം, ഇന്ത്യയുടെ ഏത് ഭാഗത്ത് വേണോ നമുക്ക് ജോലി ലഭിക്കാം. ഇനി സ്റ്റേറ്റ് സർവീസ് ആണെങ്കിലോ സ്റ്റേറ്റ് ലെവൽ റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും. ഓരോ സ്റ്റേറ്റിലെയും പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ് ലെവൽ സർവീസിലോട്ട് റിക്രൂട്ട് ചെയ്യുന്നത്. സെയിൽസ് ടാക്സ് ഓഫീസറാണ് സ്റ്റേറ്റ് ലെവൽ സർവീസിനുള്ള ഒരു എക്സാമ്പിൾ. ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, അത് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. ഓക്കെ, പക്ഷേ വരാൻ സാധ്യതയുണ്ട്. സ്റ്റേറ്റ് സർവീസിനുള്ള എക്സാമ്പിൾ ഏതാണ് എന്നൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് സർവീസിലാണപ്പോൾ സ്റ്റേറ്റ് സർവീസിലുള്ളൊരു ജോലിയിലാണ് ഞാൻ കയറുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ സ്റ്റേറ്റിനകത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കേരള PSC നടന്നൊരു എക്സാം എഴുതിയാണെങ്കിൽ ജോലി കിട്ടുന്നുണ്ടെങ്കിൽ കേരളത്തിനകത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ജോലിക്ക് എന്നെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, റിക്രൂട്ട് ചെയ്യുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. സെൻട്രൽ സർവീസിലും ഓൾ ഇന്ത്യ സർവീസിലും എല്ലാം നാഷണൽ ലെവൽ റിക്രൂട്ട്മെൻ്റ് ആണ്. സ്റ്റേറ്റ് സർവീസിൽ മാത്രം അതത് സ്റ്റേറ്റിലായിരിക്കും ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇന്ത്യൻ സിവിൽ സർവീസിന് എക്സാമ്പിൾ. ഇന്ത്യൻ സിവിൽ സർവീസ് എല്ലാ പ്രാവശ്യവും എക്സാമിന് വരും, ഇപ്രാവശ്യം വരും. മറ്റന്നാൾ നിങ്ങൾ പോകുമ്പോഴും ഈ ചോദ്യം, ഇന്ത്യൻ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് ഈ സിവിൽ സർവീസിലോട്ട് അപ്പോയിൻ്റ് ചെയ്യുന്ന സംഘടനകളാണ് PSC എന്ന് പറയുന്നത്. പബ്ലിക് സർവീസ് കമ്മീഷനാണ് ബ്യൂറോക്രാറ്റ്സിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി എക്സാം ഒക്കെ നടത്തുന്ന ആരാണ്, പബ്ലിക് സർവീസ് കമ്മീഷനാണ്. അത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് UPSCയും രണ്ടാമത്തത് സാധാ PSC അഥവാ സ്റ്റേറ്റ് PSC എന്ന് പറയും. UPSC എന്ന് വെച്ചാൽ യൂണിയൻ UPSC കാൻഡിഡേറ്റ്സ് ഓഫ് ആൾ ഇന്ത്യ സർവീസ് ആൻഡ് സെൻട്രൽ സർവീസ്. ഓൾ ഇന്ത്യ സർവീസിലേക്കും സെൻട്രൽ യൂണിയൻ എന്ന് പറയുമ്പോൾ തന്നെ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യ, ഓൾ ഇന്ത്യ എന്ന് ഓർത്ത് വയ്ക്കുക. UPSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ സർവീസിലോട്ടും സെൻട്രൽ സർവീസിലോട്ടും ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്ന സംഘടനയാണ് UPSC. പിന്നെ ഈ UPSCയിലുള്ള ചെയർമാനെയും മെമ്പേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഈ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ആരാണ് UPSCയിലെ അംഗങ്ങളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, UPSCയിലെ ചെയർമാനെയും മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണെന്ന് വൺ വേർഡായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി കേരള PSCയിലാണെങ്കിൽ, അല്ലെങ്കിൽ കേരള PSC സ്റ്റേറ്റ് PSCയിലാണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലെവൽ റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും നടക്കുന്നത്. ഓരോ സംസ്ഥാനത്തിലെ ഗവർണറാണ് അതത് സംസ്ഥാനങ്ങളിലെ PSCയിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് എന്നും കൂടെ ഓർത്ത് വയ്ക്കുക. അതത് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരാണ് അതത് സംസ്ഥാനങ്ങളിലെ PSC ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ആരാണ് UPSCയിലെ അംഗങ്ങളെ നിയമിക്കുന്നതെന്നും ആരാണ് PSCയിലേക്ക് സ്റ്റേറ്റ് PSCയിലെ അംഗങ്ങളെ നിയമിക്കുന്നതെന്നും ഓർത്ത് വയ്ക്കുക. ഓക്കെ, അടുത്തത് ഇ ഗവർണൻസ് കഴിഞ്ഞാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ. ഈ രണ്ട് ചോദ്യങ്ങളും കൂടെ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. ഒന്നാമത്തത് ഇ ഗവർണൻസ് എന്ന് വെച്ചാൽ എന്താണ്, ഇലക്ട്രോണിക് ഗവർണൻസ്. എന്താണ് ഇലക്ട്രോണിക് ഗവർണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ പരിപാടികളിലെല്ലാം ഇലക്ട്രോണിക് ടെക്നോളജി ഉപയോഗിക്കുന്ന പരിപാടിയാണ്. ടെക്നോളജി ഗവർണൻസിൽ ഭരിക്കുന്നതിൽ ടെക്നോളജി ഉപയോഗിക്കുന്ന പരിപാടിയാണ് ഇ ഗവർണൻസ്. നോക്കാം, ഇലക്ട്രോണിക് ടെക്നോളജി ഭരണത്തിൽ ഉപയോഗിക്കുന്നതാണ് ഇ ഗവർണൻസ്. ഓക്കെ, അറിയാം. ഫീച്ചേഴ്സ് ഓഫ് ഇ ഗവർണൻസിൻ്റെ പ്രത്യേകത, അതായത് ഇപ്പോൾ അക്ഷയ സെൻറ്റർ വഴി നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷകൾ അയക്കാൻ പറ്റുന്നു. അത് ഇ ഗവർണൻസിന് എക്സാമ്പിളാണ്. അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അക്ഷയ സെൻറ്റർ വഴി ഓൺലൈനായിട്ട് അപേക്ഷകൾ അയക്കാൻ പറ്റുന്നു. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് ഫീച്ചേഴ്സ് പറഞ്ഞ് എന്തൊക്കെയാണ്, ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് ലഭിക്കും. ഗവൺമെൻറ് സർവീസസ് ഇൻ എ സ്പീഡി മാനർ. ഓക്കെ, അതാണ് അതിൻ്റെ പ്രത്യേകത. ഗവൺമെൻറ് സേവനങ്ങൾ ഓൺലൈനായിട്ട് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഒരു ടെക്നോളജി അല്ലേ. ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്യൂ നിൽക്കേണ്ട, തിരക്കണ്ട, എഴുതണ്ട, ഒന്നും ചെയ്യേണ്ട. ഓൺലൈനായിട്ട് സമർപ്പിക്കുന്ന വഴി വളരെ പെട്ടെന്ന് ഗവൺമെൻറ് സേവനങ്ങൾ നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കും. എക്സാമ്പിൾ ഏതൊക്കെയാണ്? എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇ ഗവർണൻസ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ എന്താണെന്നൊക്കെ ഒരു 3 മാർക്കിനൊക്കെ ചോദ്യം നമുക്ക് സുഖമായിട്ട് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അതിൻ്റെ എക്സാമ്പിൾ ചോദിച്ചോ, ഇപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഹയർ സെക്കൻഡറി അഡ്മിഷൻ എടുക്കാൻ പോകുമ്പോഴത്തേക്കും ഓൺലൈനായിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്നത്. അതെന്തിന് എക്സാമ്പിളാണ്? ഇ ഗവർണൻസിന് എക്സാമ്പിളാണ്. സിംഗിൾ വിൻഡോ സിസ്റ്റം, ഏകജാലക സംവിധാനം വഴിയാണ് +1 നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത്. അതായത് ഏകജാലകം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരേ മാർഗ്ഗത്തിലൂടെ +1 അഡ്മിഷൻ കിട്ടുകയുള്ളൂ. ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ +1 അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. ആ സംഭവത്തെ പറയുന്ന പേരാണ് സിംഗിൾ വിൻഡോ സിസ്റ്റം ഫോർ അഡ്മിഷൻ എന്ന് പറയുന്നത്, ഹയർ സെക്കൻഡറി അഡ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഇ ഗവർണൻസിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ടോപ്പിക് ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് അല്ല, ഇനി 2-3 ടേംസും കൂടെ ഉണ്ട്. ഒരു 2-3 ടോപ്പിക്കുകളുണ്ട്, ലാസ്റ്റ് അല്ല. അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കാം. റൈറ്റ് ടു ഇൻഫർമേഷൻ, വിവരാവകാശം എന്താണ്?
വിവരാവകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഈ ചാപ്റ്റർ എല്ലാം പബ്ലിക് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തെയാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, എന്താണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് വരാം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് എൻഷുവേഴ്സ് ദ റൈറ്റ് ഓഫ് ആൾ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ ടു റിസീവ് ഇൻഫർമേഷൻ. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും ജനങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്റ്റാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. 2005 ഈ ആക്ട് നിലവിൽ വന്നത്. ഈ ആക്ട് എന്തിനാണ് നിലവിൽ കൊണ്ടുവന്നത്? ഇപ്പോൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ജനങ്ങൾ അറിയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങൾ അറിഞ്ഞാൽ എന്താണ് ഗുണം? ഇതൊക്കെയാണ്. ഒന്നാമത്തത് കറപ്ഷൻ, അഴിമതി കുറയും. ജനങ്ങൾക്കെല്ലാം കണക്ക് കാണിക്കേണ്ടി വരില്ലേ? ഗവൺമെൻറ് വിവരാവകാശം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാൻ പറ്റും? അറിയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവരുടെ അഴിമതി കുറയും, ഉദ്യോഗസ്ഥരുടെ അഴിമതി കുറയും. അവർക്ക് എന്തുണ്ടാവും? കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ടാവും. മേക്സ് ദ ഫങ്ഷനിങ് ഓഫ് ദ ഗവൺമെൻറ് ട്രാൻസ്പാരൻറ്റ്. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം എന്തായി മാറും? സുതാര്യമായിട്ട് മാറും. അതായത് ഗവൺമെൻറ്റിന് ഒളിച്ചും പാത്തും പൈസയൊന്നും മോട്ടിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കില്ല. എന്ത് ചെയ്യാം? ഗവൺമെൻറ്റിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനേ പറ്റുള്ളൂ. കാരണം ജനങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി ലോക്പാൽ, ലോകായുക്ത, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, ഓംബുഡ്സ്മാൻ. ഓക്കെ, ഇവരൊക്കെ എന്താണെന്ന് നോക്കാം. ലോക്പാൽ എന്താണ്? അതായത് ശ്രദ്ധിക്കുക, ലോക്പാൽ, ലോകായുക്ത വളരെ എളുപ്പമാണ്. ഇത് മൊത്തം ഞാൻ വായിക്കാൻ പോകുന്നില്ല. ലോക്പാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ അഴിമതി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ലോക്പാൽ. ഓക്കെ, ലോക്പാൽ ഈസ് ഇൻ ടു പ്രിവെൻറ്റ് കറപ്ഷൻ. ഓക്കെ, കറപ്ഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. കറപ്ഷൻ, അഴിമതി കുറയ്ക്കുന്നതിന്, അതായത് അഡ്മിനിസ്ട്രേറ്റേഴ്സിൻ്റെയും ബ്യൂറോക്രാറ്റിക്കിൻ്റെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ അഴിമതി കുറയ്ക്കുന്നതിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് ലോക്പാൽ. അതൊരു നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആർക്ക് വേണം എന്ത് ചെയ്യാൻ പറ്റും? ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട പരാതികൾ ലോക്പാലിൽ ആർക്ക് വേണോ ലോക്പാലിൽ പരാതി കൊടുക്കാൻ പറ്റും. അഴിമതിയുമായി ബന്ധപ്പെട്ട പരാതികൾ ആരെക്കുറിച്ച്? പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സിനെ കുറിച്ചോ ബ്യൂറോക്രാറ്റ്സിനെ കുറിച്ചോ ഒക്കെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട പരാതികൾ ആർക്ക് വേണോ ലോക്പാലിൽ കൊടുക്കാൻ പറ്റും. അതൊരു നാഷണൽ ലെവൽ സംഘടനയാണ്. ഇനി അതിൻ്റെ തന്നെ സ്റ്റേറ്റ് ലെവൽ സംഘടന വിളിക്കുന്ന പേരാണ് ലോകായുക്ത. അപ്പോൾ കേരള സംസ്ഥാനത്ത് ലോകായുക്തയുണ്ട്. കേരള സംസ്ഥാനത്ത് ലോകായുക്ത പ്രവർത്തിക്കുന്നുണ്ട്. കേരള സംസ്ഥാനത്തിലുള്ള രാഷ്ട്രീയക്കാരെക്കുറിച്ചോ ബ്യൂറോക്രാറ്റ്സിനെ കുറിച്ചോ പരാതി കൊടുക്കുന്നവർക്ക് എന്ത് ചെയ്യാം? ലോകായുക്തയിൽ പരാതി കൊടുക്കാം. അപ്പോൾ ലോക്പാൽ, ലോകായുക്തയും കറപ്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പരാതി കൊടുക്കാൻ കഴിയുന്ന 2 ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അത്രേ ഉള്ളൂ. ഇനി സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. ഓക്കെ, അതും ഒരു നാഷണൽ ലെവൽ സംഘടനയാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു നാഷണൽ ലെവൽ സംഘടനയാണ്. എന്താണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ ഉത്തരവാദിത്വം? നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ, ലോക്പാലിൻ്റെ അതേ ഉത്തരവാദിത്വം തന്നെ. കറപ്ഷൻ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സിൻ്റെ കറപ്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. ഗവൺമെൻറ് ഓഫീസേഴ്സിൻ്റെ കറപ്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ്റെ ജോലി. ഏതെങ്കിലും ഗവൺമെൻറ് സ്ഥാപനം അഴിമതി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തടയുക, അതിനെതിരെ കേസെടുക്കുക എന്നുള്ളത് സെൻട്രൽ വിജിലൻസ് കമ്മീഷന് കിട്ടും. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1964. ഗവൺമെൻറ് ഓഫീസേഴ്സിൻ്റെ എന്ത് ചെയ്യും? കറപ്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സെൻട്രൽ ഗവൺമെൻറ്, പ്രധാനമായിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല വിജിലൻസ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് ഓഫീസസിൻ്റെ കറപ്ഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. വിജിലൻസ് കേസ് എന്ത് ചെയ്യും? എടുക്കും. അതായത് അവർ കറപ്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഉദ്യോഗസ്ഥർ കറപ്റ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ വിജിലൻസ് കേസ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്തതാണ് ഓംബുഡ്സ്മാൻ. ഓംബുഡ്സ്മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ജോലി ചെയ്യുന്ന ബ്യൂറോക്രാറ്റ്സ് ആയിക്കോട്ടെ, തിരഞ്ഞെടുക്കപ്പെട്ട MLA മാരോ MP മാരോ മന്ത്രിമാരോ ആയിക്കോട്ടെ, അവർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, പബ്ലിക് അഡ്മിനിസ്ട്രേഷനകത്ത് വരുന്ന റെപ്രസെൻറ്റേറ്റീവ്സോ ബ്യൂറോക്രാറ്റ്സോ ഒക്കെ കറപ്ഷനോ നെപ്പോട്ടിസോ മിസ്അപ്രോപ്രിയേഷനോ നെഗ്ലിജൻസോ ഒക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണെന്ന് അറിയാമോ? കറപ്ഷൻ എന്ന് വെച്ചാൽ അഴിമതി. നെപ്പോട്ടിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കിഷ്ടമുള്ള ആൾക്കാരെ എന്ത് ചെയ്യുക? ഇപ്പോൾ ഈ പിൻവാതിൽ നിയമനം എന്ന് കേട്ടില്ല, അതുപോലെ അവരവർക്ക് ഓരോ ആൾക്കാർക്ക്, ഇപ്പോൾ ഒരു MLAക്ക് അയാൾക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ജോലി നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പരിപാടി ചെയ്യുകയാണെങ്കിൽ അതൊക്കെ നെപ്പോട്ടിസം എന്ന് പറയാം. മിസ്അപ്രോപ്രിയേഷൻ, തിരിമറി, മിസ്അപ്രോപ്രിയേഷൻ. നെഗ്ലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളൊരു സഹായം ചോദിച്ച് വരുമ്പോഴത്തേക്കും അത് ചെയ്തു കൊടുക്കാതിരിക്കുക, അവഗണിക്കുക. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലയിൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ലോക്പാലോ ലോകായുക്തയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലയിൻറ്റ് കൊടുക്കാൻ സാധിക്കും. ആ കംപ്ലയിൻറ്റുകളെക്കുറിച്ച് അന്വേഷിക്കാൻ വരുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള കറപ്ഷൻ, നെപ്പോട്ടിസം, മിസ്അപ്രോപ്രിയേഷൻ പോലെയുള്ള തെറ്റുകൾക്ക് എതിരായിട്ടുള്ള അന്വേഷണം നടത്തുന്ന ആളാണ് ഓംബുഡ്സ്മാൻ. അപ്പോൾ ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനല്ല. ലോക്പാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. പക്ഷേ ഓംബുഡ്സ്മാൻ എന്തല്ല? ഇൻസ്റ്റിറ്റ്യൂഷനല്ല, അതൊരു വ്യക്തിയാണ്. എന്താണ്? ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു വ്യക്തിയാണ് ഓംബുഡ്സ്മാൻ. ഓക്കെ, ജനങ്ങൾക്ക് ഓംബുഡ്സ്മാനെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? സമീപിച്ച് കംപ്ലയിൻറ്റ് കൊടുക്കാനൊക്കെ സാധിക്കും. ഓക്കെ, ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ.
ഓക്കെ ആണോ? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഗവൺമെൻറ് എന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത ചാപ്റ്റർ കേരള ടുവേർഡ്സ് മോഡേണിറ്റി. ഒരു ഹിസ്റ്ററിയിലെ ചാപ്റ്ററിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. കേരള ടുവേർഡ്സ് മോഡേണിറ്റി, കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണിത്. ഓക്കെ, കേരള ടുവേർഡ്സ് മോഡേണിറ്റി. ഈ ചാപ്റ്ററിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ചാപ്റ്ററിനകത്ത് പ്രധാനമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനകത്ത് പഠിക്കാനുണ്ടെങ്കിലും സ്ഥിരമായിട്ട് എക്സാമിന് വരുന്ന കാര്യങ്ങൾ വളരെ കുറച്ചാണ്. അതിലൊന്നാമത്താണ് ബാറ്റിൽ ഓഫ് കൊളച്ചൽ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് വിചാരിക്കും 2-3 മാർക്കിനൊരു ചോദ്യമായിട്ട് വരുന്നത്. ഇത് 1 വേർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബാറ്റിൽ ഓഫ് കൊളച്ചലിനെ കുറിച്ച് 1 വേർഡാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് ചോദ്യങ്ങളെന്ന് പറയാം. ആദ്യം എന്താണ് സംഭവം നോക്കാം. കൊളച്ചൽ യുദ്ധം എന്താണ്? കൊളച്ചൽ യുദ്ധം നമുക്ക് മറക്കാൻ പറ്റാത്തൊരു യുദ്ധം ആയിരിക്കണം എപ്പോഴും. തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരാളൊക്കെ എപ്പോഴും അങ്ങനെ ആയിരിക്കണം. കാരണം തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടത്തിയ യുദ്ധമാണ് കൊളച്ചൽ യുദ്ധം. ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാമോ? മാർത്താണ്ഡവർമ്മ വിജയിച്ചു, തിരുവിതാംകൂർ വിജയിക്കുകയും യൂറോപ്യൻ ശക്തിയായ ഡച്ചുകാർ പരാജയപ്പെടുകയും ചെയ്തു. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. ഓക്കെ, അതായത് നമ്മൾ ഒരു വിദേശ ശക്തി, ഒരു ഫോറിൻ പവറിനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച സംഭവമാണ് കൊളച്ചൽ യുദ്ധം. അതുകൊണ്ട് തന്നെ നമ്മളതൊരിക്കലും മറന്നുപോകാൻ പാടില്ല. 1741 നടന്ന ഒരു യുദ്ധമാണ്. തിരുവിതാംകൂറിലെ രാജാവായ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാർ തമ്മിൽ നടന്ന യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ആരാണ് വിക്ടറി ആയത്, അല്ലെങ്കിൽ വിക്ടറി ലഭിച്ച ആർക്കാണ്? മാർത്താണ്ഡവർമ്മയ്ക്കാണ്. ദ ഡച്ച് വെയർ ഫോഴ്സ് ടു ലീവ് ദ കേരള ആസ് ദേ വെയർ ഡിഫീറ്റഡ് ബൈ മാർത്താണ്ഡവർമ്മ ഓഫ് ട്രാവൻകൂർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ഇന്ത്യ വിട്ട് പോകേണ്ടതായിട്ട് വന്നു. ഓക്കെ, അതാണ് കേരളവും ഇന്ത്യയും വിട്ട് പോവേണ്ടതായിട്ട് വന്നു. അതാണ് കൊളച്ചൽ യുദ്ധത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ 1 വേർഡായിട്ട് ചോദിച്ചു പറഞ്ഞില്ല. എന്താണ് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വർഷത്തിനാണ് കൊളച്ചൽ യുദ്ധം നടന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. 1741 കൊളച്ചൽ യുദ്ധം നടന്നത്. ആരായിരുന്നു കൊളച്ചൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഇന്ത്യയിലെ രാജാവ്? മാർത്താണ്ഡവർമ്മ ചോദിച്ചിട്ടുണ്ട്. ആരുമായിട്ടാണ് കൊളച്ചൽ യുദ്ധം നടന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധത്തിൻ്റെ പേരെന്ത് എന്നും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണോ 1 വേർഡായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. 2-3 മാർക്കിന് വന്നാലും നിങ്ങളത് എഴുതണം. ഓക്കെ, കൊളച്ചൽ യുദ്ധത്തെക്കുറിച്ച്. പിന്നെ അടുത്ത ബാറ്റിൽ ഓഫ് കൊളച്ചൽ എന്നാണ് ഹെഡിങ് എടുക്കുന്നത്. ഹെഡിങ് ഇതല്ല, പഴശ്ശിയുടെ റിവോൾട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. പഴശ്ശിയുടെ റിവോൾട്ട് ഇതൊരു 4 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. മാർത്താണ്ഡവർമ്മയെ പോലെ തന്നെ കേരളത്തിലെ മലബാർ പ്രദേശത്തിൽ അധികാരമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടത്തിയ റിവോൾട്ടിനെ കുറിച്ച്, സമരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇത് ഹെഡിങ് ഇതല്ല.
ഹെഡിങ് ഇതല്ല. ഓക്കെ, ഇതല്ല ഹെഡിങ്. പഴശ്ശീസ് റിവോൾട്ട് എന്നാണ് ഹെഡിങ് കൊടുക്കേണ്ടത്. പഴശ്ശിയുടെ വിപ്ലവം എന്നാണ് ഹെഡിങ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പഴശ്ശിയുടെ വിപ്ലവം എന്നാണ് നോക്കാം. പഴശ്ശിയുടെ സമരങ്ങൾ 4 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുള്ള, ഈ ചാപ്റ്ററിൽ 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. മലബാറിലാണ് സംഭവം നടക്കുന്നത്. പഴശ്ശിരാജ കേരളവർമ്മ ഓഫ് കോട്ടയം റോയൽ ഫാമിലിയുടെ സ്ട്രോങ് റെസിസ്റ്റൻസ് അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് ഇൻ മലബാർ. മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം നടത്തിയ ഒരു വ്യക്തിയായിരുന്നു പഴശ്ശിരാജ. അതായത് ഇപ്പോൾ മൈസൂരിലെ കഥ ഇത്രയേ ഉള്ളൂ. മൈസൂരിലെ രാജാവായ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്താൻ വേണ്ടി സഹായിച്ചാൽ പഴശ്ശിരാജയ്ക്ക് ഈ കോട്ടയം, കണ്ടോ, കോട്ടയം പ്രദേശം പഴശ്ശിരാജയ്ക്ക് കൊടുക്കാമെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു. ഓക്കെ, അതായത് കോട്ടയം നിങ്ങൾക്ക് ഞാൻ വിട്ടുതരാം. കോട്ടയം പ്രദേശമൊക്കെ അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് പഴശ്ശിരാജയുടെ അമ്മാവനാണ്. പഴശ്ശിരാജയുടെ അമ്മാവൻ ഭരിച്ചുകൊണ്ടിരുന്ന കോട്ടയം പ്രദേശം നിങ്ങൾക്ക് ടാക്സ് കളക്ട് ചെയ്യാനായിട്ട് വിട്ടുതരാം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, പഴശ്ശിരാജയെ നിങ്ങൾ എന്ത് ചെയ്യണം, മൈസൂരിനെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു. പഴശ്ശിരാജ ബ്രിട്ടീഷുകാരെ സഹായിച്ചു. പക്ഷേ യുദ്ധത്തിൽ വിജയിച്ചതിന് ശേഷം മൈസൂരിലെ രാജാവായ ടിപ്പു സുൽത്താനെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തതിന് ശേഷം ബ്രിട്ടീഷുകാർ വാക്ക് തെറ്റിച്ചു. അതുകൊണ്ടാണ് പഴശ്ശിരാജ എന്ത് ചെയ്തത്, ബ്രിട്ടീഷുകാർക്കെതിരെ റെസിസ്റ്റൻസിലേക്ക് പോയത്, അല്ലെങ്കിൽ സമരത്തിലേക്ക് പോയത്. ഇറ്റ് വാസ് റിവാർഡ് ഫോർ ഹെൽപ്പിംഗ് ഫോർ എഗൻസ്റ്റ് മൈസൂർ വിജയിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരെ സഹായിക്കുന്നതിന് പകരമായിട്ടാണ് എന്ത് കൊടുക്കാമെന്ന് പറഞ്ഞത്, കോട്ടയം കൊടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ ബ്രിട്ടീഷ് റെഫ്യൂസ്ഡ് ടു കീപ് ദ പ്രോമിസ്. അവരുടെ വാക്ക് അവർ പാലിച്ചില്ല. വയനാട് റീജിയനും കോട്ടയം റീജിയൻ മൊത്തവും ബ്രിട്ടീഷുകാർക്ക് വേണമെന്ന് ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു. പഴശ്ശിരാജയ്ക്ക് കൊടുത്തില്ല. അങ്ങനെ പഴശ്ശിരാജ എന്ത് ചെയ്തു, സമരം നടത്തി. സമരം എന്ന് വെച്ചാൽ ഒളി യുദ്ധമാണ് നടത്തിയത്, ഗൊറില്ല വാർഫെയറാണ് നടത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാരുടെ സൈനിക ശക്തിയൊന്നും എതിർത്ത് നിൽക്കാൻ പഴശ്ശിരാജയ്ക്ക് കഴിഞ്ഞില്ല. നവംബർ 30 1705 നവംബർ 30 പഴശ്ശിരാജ വീരമൃത്യു അണയുകയും ചെയ്തു. ഓക്കെ, അതാണ് സംഭവം. ഇതാണ് പഴശ്ശിയുടെ വിപ്ലവം. പഴശ്ശിയുടെ വിപ്ലവം സംഭവിച്ചതിൻ്റെ കാര്യം ഓർക്കുക. പിന്നെ പഴശ്ശിരാജ യുദ്ധം നടത്തുകയും അവസാനം പരാജയപ്പെടുകയും ചെയ്ത കാര്യം ഓർക്കുക. ഓക്കെ, ഇനിയുള്ളതെല്ലാം ടേബിളാണ്. ടേബിളും 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഈ വരുന്നതെല്ലാം. ഈ ടേബിൾ നോക്കാം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ നിലവിൽ വന്ന വ്യവസായങ്ങളാണ് ഇത്. ഓക്കെ, പുനലൂർ, കളമശ്ശേരി, കുണ്ടറ, കൊച്ചി, തിരുവനന്തപുരം എന്നീ ഭാഗങ്ങളിൽ പ്രധാനമായിട്ട് നിലവിൽ വന്ന ഇൻഡസ്ട്രീസാണിത്. ഏതൊക്കെയാണെന്ന് നോക്കണം. പേപ്പർ മില്ല്, കുളമശ്ശേരിയിൽ ഫാക്റ്റ്, കുണ്ടറയിൽ സെറാമിക്സ്, കൊച്ചിയിൽ ടാറ്റ ഓയിൽ മില്ല്, തിരുവനന്തപുരത്ത് റബ്ബർ വർക്ക്സ്. അപ്പോൾ ഇതൊക്കെ മോഡേൺ ഇൻഡസ്ട്രീസാണ്. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന വ്യവസായശാലകൾ. ഇതൊരു ടേബിളായിട്ടൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ കൾച്ചറിൽ ഭാഗമാവാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യങ്ങളാണ്. അതായത് വേറൊന്നുമില്ല, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെ പേര്. ഇന്ത്യയിലുള്ള കേരളത്തിൽ എഴുതപ്പെട്ട പ്രധാനപ്പെട്ട പുസ്തകങ്ങളുടെയും ഡിക്ഷണറികളുടെയും പേരാണിത്. ഓക്കെ, ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്, അർണോസ് പാതിരി, ബെഞ്ചമിൻ ബെയ്ലി, ഹെർമൻ കുണ്ടർട്ടൻ എന്നൊക്കെ അവരൊക്കെ എഴുതിയ പുസ്തകങ്ങളുടെ പേരൊക്കെയാണ്. എന്തൊക്കെയാണ്? ആഞ്ചലോ ഫ്രാൻസിസ് ആദ്യത്തെ മലയാളം ഗ്രാമർ ടെസ്റ്റ് പ്രിപ്പയർ ചെയ്തു. ഫസ്റ്റ് മലയാളം ഡിക്ഷണറി, ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി, മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി. ഇതൊക്കെ ബ്രിട്ടീഷുകാരായി ഇവർ പ്രിപ്പയർ ചെയ്തതാണ്. ഓക്കെ, ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ലിറ്ററേച്ചറിന്, കൾച്ചറിന് ബ്രിട്ടീഷുകാർ കൊടുത്ത സംഭാവനകളാണ് ഇതൊക്കെ. ഇതും 1 വേർഡ് ആയിട്ടോ മാച്ച് ദി ഫോളോയിങ് ആയിട്ടോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇനി ബ്രിട്ടീഷുകാരുടെ സ്വാധീനം കാരണം ഇന്ത്യയിൽ നിലവിൽ വന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസാണിത്. ക്രിസ്ത്യൻ മിഷണറിമാരാണ് പ്രധാനമായിട്ടും കേരളത്തിൽ ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് എത്തിയത്. ഏതൊക്കെ മിഷണറിമാരാണ് കേരളത്തിലേക്ക് എത്തിയത്? LMS, ലണ്ടൻ മിഷൻ സൊസൈറ്റി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ഓക്കെ, LMS സ്കൂൾ നമ്മൾ തൊട്ടടുത്ത് അമരവളയൊക്കെ ഉണ്ട്. നമ്മൾ തിരുവനന്തപുരത്ത് അമരവളയിൽ LMS സ്കൂളൊക്കെ ഉണ്ട്, നമുക്കറിയാം. ലണ്ടൻ മിഷൻ സൊസൈറ്റി എന്ന് പറയുന്ന ക്രിസ്ത്യൻ മിഷണറി പണ്ട് കാലത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് തുടങ്ങിയ സ്കൂളാണ് അത്. അതുപോലെ ചർച്ച് മിഷൻ സൊസൈറ്റിയും ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനും ഒക്കെ സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കേരളത്തിലെ പല ഭാഗങ്ങളിലും. ഓക്കെ, അതാണ് അവിടെ പറയുന്ന കാര്യം. ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തതിലോട്ട് പോകാം. അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും. ഓക്കെ, എന്താണെന്ന് സിമ്പിളായിട്ട് പറയാം, അതായത് മുഴുവൻ വായിക്കേണ്ട ആവശ്യമില്ല. വൈക്കം ശിവക്ഷേത്രത്തിന് മുൻപിലുള്ള റോഡിലൂടെ പണ്ട് കാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് സഞ്ചരിക്കാൻ അനുവാദമില്ലായിരുന്നു. ക്ഷേത്രത്തിനകത്ത് കയറുന്ന കാര്യമല്ല പറഞ്ഞത്. വൈക്കം ശിവക്ഷേത്രത്തിന് മുൻപിലുള്ള വഴിയിലൂടെ താഴ്ന്ന ജാതി എന്ന് പറയാൻ പാടില്ല, താഴ്ന്ന ജാതി എന്ന് കരുതപ്പെട്ടിരുന്നവർക്ക് നടക്കാനുള്ള അവകാശമില്ലായിരുന്നു, സഞ്ചരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. ഇതിനെതിരെ നടത്തുന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഓക്കെ, റൈറ്റ് ടു ട്രാവൽ,
അവകാശത്തിന് വേണ്ടിയിട്ട് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് വൈക്കം ശിവക്ഷേത്രത്തിന് ചുറ്റുള്ള വഴി കൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമരം നടന്നത്. ഈ സമരത്തിൻ്റെ അവസാനം ലോവർ കാസ്റ്റ് പീപ്പിളിന് എന്ത് ചെയ്യാൻ പറ്റി? വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുള്ള വഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. ഇനി ഗുരുവായൂർ, ഇത് ഷോർട്ട് പോയിൻ്റാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിക്കണം. ഇത് പെട്ടെന്ന് മനസ്സിലാവുന്നതിനായിട്ടുള്ള ഷോർട്ട് പോയിന്റുകളാണ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ഹിന്ദു മതത്തിൽപ്പെട്ട ലോ കാസ്റ്റ് പീപ്പിളിന് കയറാനുള്ള അവകാശമില്ലായിരുന്നു. ഓക്കെ, മറ്റ് മതക്കാർക്കല്ല, ഹിന്ദു മതത്തിൽ തന്നെ പെട്ട ലോ കാസ്റ്റ് പീപ്പിളിന് ക്ഷേത്രത്തിനുള്ളിൽ കയറാനുള്ള അവകാശമില്ലായിരുന്നത് കൊണ്ട് അതിനെതിരായിട്ട് നടന്ന സമരമായിരുന്നു ഇത്. ഇതിനകത്തൊരു പേര് പഠിക്കാറുണ്ട്, എ കെ ഗോപാലനായിരുന്നു ഈ സമരത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഓക്കെ, വോളണ്ടിയർ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ അവസാനം എന്ത് ചെയ്തു? തിരുവിതാംകൂർ ഗവൺമെൻറ്, ട്രാവൻകൂർ ഗവൺമെൻറ്, ഈ സമരത്തിൻ്റെ ഫലമായിട്ട് ട്രാവൻകൂർ ഗവൺമെൻറ് 1936 ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടത്തി. ഹിന്ദു മതത്തിൽപ്പെട്ട എല്ലാ ജാതിയിൽപ്പെട്ട ആൾക്കാർക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാം എന്നുള്ള അനുവാദം നൽകിക്കൊണ്ട് വന്ന പ്രൊക്ലമേഷനാണ് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ. തിരുവിതാംകൂർ ഗവൺമെൻറ്റാണ് നടത്തിയത്. ഓക്കെ, അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാ മതത്തിലല്ല, ഹിന്ദു മതത്തിൽപ്പെട്ട എല്ലാ ജാതിയിലുള്ള ആൾക്കാർക്കും കയറുന്നതിനുള്ള അവകാശം ലഭിച്ചു. അതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഇനി മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, നിവർത്തന പ്രക്ഷോഭം, ഈ 3 കാര്യങ്ങൾ എന്താണെന്ന് നോക്കി വയ്ക്കണം. ഇതൊക്കെ വൺ വേർഡായിട്ട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. മലയാളി മെമ്മോറിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറാൻഡം സപ്പോർട്ടഡ് ബൈ ബാരിസ്റ്റർ ജി പി പിള്ളൈ ടു കിങ് സൈൻഡ് മോർ ദാൻ 10,000 പീപ്പിൾ. നോക്കുക, തിരുവിതാംകൂറിലെ ആൾക്കാർക്ക് ഡിപ്പാൻഡ് ദ പ്രൊപ്പോസ് റെപ്രസെൻറ്റ് പീപ്പിൾ ഓഫ് ട്രാവൻകൂറിൻ ഗവൺമെൻറ്. തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് അവരവരുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എണ്ണത്തിൻ്റെ റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രൊപ്പോഷൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ജി പി പിള്ള എന്ന് പറയുന്ന വ്യക്തി ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്ത ഒരു ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ ഒരു മെമ്മോറിയലാണ് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിലെ ആൾക്കാർക്ക് പ്രൊപ്പോഷൻ്റെ അടിസ്ഥാനത്തിൽ അവരവരുടെ ജാതിയിലെയും മതത്തിൻ്റെയും പ്രൊപ്പോഷൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ജോലി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പത്രികയാണ്, അല്ലെങ്കിൽ അതിന് കിട്ടണമെന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള പത്രികയാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഇനി ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് രാജാവിന് സമർപ്പിച്ച ഒരു മെമ്മോറിയലാണ് ഈഴവ മെമ്മോറിയൽ. ഡോക്ടർ പൽപ്പു ആണ് സമർപ്പിച്ചത്. ഡോക്ടർ പൽപ്പു എന്ന് പറയുന്ന സോഷ്യൽ റിഫോമറായ വ്യക്തി എന്ത് ചെയ്യുന്നു? ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരുടെ നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് 1826 രാജാവിന് സമർപ്പിച്ച റിപ്പോർട്ടാണ് ഈഴവ മെമ്മോറിയൽ. ഇനി നിവർത്തന പ്രക്ഷോഭം എന്താണ്? നിവർത്തന പ്രക്ഷോഭം പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ടഡ് ട്രാവൻകൂർ ബൈ ക്രിസ്ത്യൻ, മുസ്ലിം ആൻഡ് ഈഴവ. ഈ ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ തിരുവിതാംകൂറിൽ തുടങ്ങി വെച്ച ഒരു സമരം, ഒരു പ്രൊട്ടസ്റ്റാണ് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. നിവർത്തന പ്രക്ഷോഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവരവരുടെ എണ്ണത്തിനനുസരിച്ച്, ക്രിസ്ത്യൻസിൻ്റെയും മുസ്ലിങ്ങളുടെ ഈഴവരുടെ എണ്ണത്തിനനുസരിച്ച് ഗവൺമെൻറ് ജോലി അവർക്ക് ലഭിക്കണം. അവരുടെ പ്രൊപ്പോഷൻ അനുസരിച്ച് ഗവൺമെൻറ് ജോലിയിൽ സംവരണം, റെപ്രസെൻറ്റേഷൻ ലഭിക്കണം എന്നൊക്കെ പറയുന്ന ഒരു സമരം. അതിന് വേണ്ടിയിട്ട്, അതായത് ഗവൺമെൻറ് ജോലിയിൽ അംഗത്വം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരവരുടെ പ്രൊപ്പോഷൻ അനുസരിച്ച് നമുക്ക് ഗവൺമെൻറ് ജോലി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ സമരമാണ് നിവർത്തന പ്രക്ഷോഭം. ഇതൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കി വയ്ക്കണം. ഇത്രയും ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് പോയപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ, ആർട്ടിക്കൽ കലാപം തൊട്ട് മലബാറിലും തിരുവിതാംകൂറിലും കൊച്ചിയിലും നടന്ന നാഷണൽ മൂവ്മെൻറ്റ് വരെ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനുണ്ട്. പക്ഷേ അതൊന്നും സ്ഥിരമായിട്ട് എക്സാമിന് വരുന്ന ടോപ്പിക്കുകളല്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് നമ്മുടെ ഈ 2 മണിക്കൂറത്തെ ലൈവ് വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അതൊക്കെ പഠിച്ചു വെക്കണം. എവിടെ നിന്ന് വേണോ ചോദ്യങ്ങൾ വരാം. ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് ഈ ഭാഗത്തു നിന്നാണെന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? ഈ ടേബിളൊക്കെ ഓർത്ത് വയ്ക്കണേ. ഓക്കെ,
ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. കൾച്ചർ ആൻഡ് നാഷണലിസം എന്ന് പറയുന്ന ചാപ്റ്റർ. കൾച്ചർ ആൻഡ് നാഷണലിസം. ഓക്കെ, എല്ലാ തവണയും സ്ഥിരമായിട്ട് മാച്ച് ദി ഫോളോയിങ് ചോദിക്കുന്ന ചാപ്റ്ററാണ് കൾച്ചർ ആൻഡ് നാഷണലിസം. ഓക്കെ, സ്ഥിരമായിട്ട് മാച്ച് ദി ഫോളോയിങ് ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്നുണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഇന്ന് മൊത്തം പഠിക്കേണ്ട ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റാണത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള മേഖലകളാണ് പറയാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള മേഖലയാണ് പറയാൻ പോകുന്നത്. കൾച്ചർ ആൻഡ് നാഷണലിസം നോക്കാം. സോഷ്യൽ റിഫോർമേഷനെ കുറിച്ച് ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അതായത് സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓർത്ത് വയ്ക്കേണ്ട കാര്യം, നമ്മുടെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവായ രാജാറാം മോഹൻ റോയെക്കുറിച്ചൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന്. രാജാറാം മോഹൻ റോയ്, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ റിഫോർമേഷനെ കുറിച്ച് ഒരു ചോദ്യം വരാം. റോൾ ഓഫ് രാജാറാം മോഹൻ റോയ് ഇൻ ദ സോഷ്യൽ റിഫോർമേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സാമൂഹ്യ പരിഷ്കരണത്തിൽ രാജാറാം മോഹൻ റോയ് വഹിച്ച പങ്കിനെക്കുറിച്ചൊരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ എന്തൊക്കെ എഴുതാൻ നമുക്ക് നോക്കാം. നോൺ ആസ് ദ ഫാദർ ഓഫ് സോഷ്യൽ റിഫോർമേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ, ഇന്ത്യൻ റിനൈസൻസിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു. സതി പോലെയുള്ള ദുരാചാരങ്ങളെ, അപ്പോൾ പോയിന്റുകൾ ഓർത്ത് വയ്ക്കുക. സോഷ്യൽ റിഫോംസിൻ്റെ പിതാവെന്നറിയപ്പെടുന്നു. സതി പോലുള്ള ദുരാചാരങ്ങളെയും കാസ്റ്റ് സിസ്റ്റത്തെയും എതിർത്തിരുന്ന വ്യക്തി. ജാതി വ്യവസ്ഥയും സതി പോലുള്ള, സതി അറിയാമല്ലോ, പണ്ട് കാലത്ത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ആ ചിതയിൽ തന്നെ സ്ത്രീകളെയും ജീവിച്ചിരിക്കുന്ന ഭാര്യമാരെയും കൂടെ കത്തിച്ച് കളയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഓക്കെ, കൊന്നു കളഞ്ഞ് കത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയാണ് സതി എന്ന് പറയുന്നത്. ഈ സതിക്കെതിരായിട്ടൊക്കെ പ്രവർത്തിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. ഈ സതിക്കും രാജാറാം മോഹൻ റോയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് വില്യം വെൻഡിക് എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രഭു സതി ഇന്ത്യയിൽ നിരോധിച്ചത് തന്നെ. ഓക്കെ, അപ്പോൾ രാജാറാം മോഹൻ റോയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി, സോഷ്യൽ റിഫോർമേഷന് വേണ്ടിയിട്ട് രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് ബ്രഹ്മ സമാജ് എന്ന് ഓർക്കുക. പിന്നെ സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയിട്ടും വുമൺസ് റൈറ്റ്സിന് വേണ്ടിയിട്ടും വുമൺസിന് പ്രോപ്പർട്ടി ഓണർഷിപ്പിന് വേണ്ടിയിട്ടും ഒക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ജാതി വ്യവസ്ഥ നിലവിലില്ലാത്ത ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യയെ അദ്ദേഹം സ്വപ്നം കണ്ടു. ഓക്കെ, ഇത്രയുമാണ് രാജാറാം മോഹൻ റോയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ. രണ്ടാമത്തെ ആൾ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറാണ്. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ, അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. അദ്ദേഹത്തെക്കുറിച്ച് ചോദ്യങ്ങൾ വരാം. അദ്ദേഹം വിധവകളുടെ പുനർവിവാഹത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹിന്ദു വിഡോ റീമാരേജ് ആക്ട്, ഹിന്ദു വിധവ പുനർവിവാഹ നിയമം കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ അതൊരു നല്ല തീരുമാനമല്ലേ. അതായത് ഒരു വ്യക്തിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, വിധവകളുടെ പുനർവിവാഹത്തിനുള്ള നിയമം ഇന്ത്യയിൽ കൊണ്ടുവരുന്നു. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്കൂളുകളും നിർമ്മിക്കാനും ആര് പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് അവിടെ. ഇനി പണ്ഡിത് രമാബായ്. ഓക്കെ, പണ്ഡിത് രമാബായെ കുറിച്ച് ഒറ്റ വാക്ക് ഓർത്താൽ മതി. ശാരദാ സദൻ, വിധവകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് തുടങ്ങിയ സംഘടന ശാരദാ സദൻ എന്ന ഒരൊറ്റ വാക്ക് പണ്ഡിത രമാബായെ കുറിച്ച് ഓർത്താൽ മതി. ശാരദാ സദൻ ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? പണ്ഡിത രമാബായി ആണ്, വിധവകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്. ഇനി വൺ വേർഡ്സിലേക്ക് കടക്കാം. രാജാറാം മോഹൻ റോയ് പ്രസിദ്ധീകരിച്ച പത്രങ്ങളുടെ പേരെന്തൊക്കെയാണ്? ഓക്കെ, രാജാറാം മോഹൻ റോയ് പ്രസിദ്ധീകരിച്ച പത്രങ്ങളുടെ പേരെന്തൊക്കെയാണ്? 2 പത്രങ്ങളുണ്ട്. ഒന്ന് സമ്പദ് കൗമുദിയും രണ്ടാമത് മിറാത്ത് ഉൽ അക്ബർ. ഓക്കെ, സമ്പദ് കൗമുദിയും മിറാത്ത് ഉൽ, ഈ 2 പത്രങ്ങളുടെ പേരുടെ ഈ ചാപ്റ്ററിൽ ചോദിക്കുകയുള്ളൂ. വൺ വേർഡിനകത്ത് ഈ ന്യൂസ് പേപ്പറിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 പത്രങ്ങളുടെ പേരേ ചോദിക്കുകയുള്ളൂ. ആരുടെ? രാജാറാം മോഹൻ റോയുടെ പത്രങ്ങൾ ടെക്സ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ടെക്സ്റ്റിനകത്ത് ഒരുപാട് പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എക്സ്റ്റെൻഡഡ് റീഡിംഗ് ആണ്. അതൊന്നും എക്സാമിന് ചോദിക്കാറില്ല. അപ്പോൾ ഈ 2 പത്രങ്ങളുടെ പേര് ചോദിക്കും. രാജാറാം മോഹൻ റോയ് കൊണ്ടുവന്ന ബംഗാളി പത്രം ഏതാണ്? സമ്പദ് കൗമുദി. പേർഷ്യൻ പത്രം ഏതാണ്? മിറാത്ത് ഉൽ അക്ബർ. ഇനിയാണ് മാച്ച് ദി ഫോളോയിങ്ങിൻ്റെ വരവ്. മാച്ച് ദി ഫോളോയിങ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. മാച്ച് ദി ഫോളോയിങ് ചോദിക്കേണ്ടത്, അതായത് ആദ്യം തന്നെ മാച്ച് ദി ഫോളോയിങ് വരുന്നത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ടാണ്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കണ്ടെത്തിയത് ആരാണ്? ഇതാണ് ചോദിക്കുന്നത്. ഓക്കെ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റെ ഫൗണ്ടേഴ്സും, അല്ലാതെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സോ ഗോൾസോ ഒന്നും അല്ല ചോദിക്കുന്ന മാച്ച് ദി ഫോളോയിങ്ങിനകത്ത്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ ഫൗണ്ടേഴ്സോ ആരാണ് നോക്കാം. ഒന്നാമത് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, ജി അഗർക്കർ, ബാൽ ഗംഗാധർ തിലക്, മഹാദേവ് ഗോവിന്ദ് റാൻഡെ. ഇവർ 3 പേരും കൂടെ ചേർന്നാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഓക്കെ, ഇത് നിങ്ങൾ പഠിച്ചു വെച്ച് തന്നെ ആവണം. ഇനി അടുത്ത്
ഫസ്റ്റ് ഇന്ത്യൻ വുമൺ യൂണിവേഴ്സിറ്റി ഡി കെ കാർവാണ് ഇന്ത്യൻ വുമൺ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്ത് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി അറിയാം, രവീന്ദ്രനാഥ ടാഗോറാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്തത് ജാമിയ മില്ലിയ ഇസ്ലാമിയ, കുറച്ച് പേരുണ്ട്. മൗലാന മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി, സക്കീർ ഹുസൈൻ, MA അൻസാരി എന്നിവരാണ് ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത്. കേരള കലാമണ്ഡലം, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്. കേരള കലാമണ്ഡലം എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? വള്ളത്തോൾ നാരായണ മേനോനാണ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി, ഇന്ത്യൻ വുമൺ യൂണിവേഴ്സിറ്റി, വിശ്വഭാരതി യൂണിവേഴ്സിറ്റി, ജാമിയ മില്ലിയ ഇസ്ലാമിയ, പിന്നെ കേരള കലാമണ്ഡലം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കണം. അതിൻ്റെ ഫൗണ്ടേഴ്സിൻ്റെ പേര് ഓർത്ത് വയ്ക്കണം. മാച്ച് ദി ഫോളോയിങ് ആയിട്ട് ഉറപ്പായിട്ടും ചോദ്യങ്ങളുണ്ടാവും. ഇനി ബുക്സും ഓതേഴ്സും. ഓക്കെ, ഈ സ്ഥാപനങ്ങളെല്ലാം, ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എല്ലാം ഓർത്ത് വയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ കേരളീയരായ ആൾക്കാർ, കേരളത്തിലും ഇന്ത്യയിലും ഒക്കെയുള്ള ആൾക്കാർ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഇതെല്ലാം. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഈ ചാപ്റ്ററിൽ അത് പറയുന്നത്. ഓക്കെ, ഇനി ബുക്സ് ഓതേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഈ ബുക്കുകളെല്ലാം എന്തിനെക്കുറിച്ചുള്ള ബുക്കുകളായിരിക്കും? കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്ക് ദേശീയ ബോധം ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് എഴുത്തുകാർ എഴുതിയ ബുക്കുകളാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതിയ ബുക്സൊക്കെ ആയിരിക്കും ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ് ബുക്ക് നോക്കാം. ഒന്ന് ആനന്ദ്മാദ് എന്ന് പറയുന്ന നോവൽ. ആനന്ദ്മാദ് എന്ന നോവല് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് എഴുതിയത്. ആനന്ദ്മാദ് എന്ന് പറയുന്ന നോവൽ എഴുതിയത്. ഓക്കെ, അടുത്തത് നീൽ ദർപ്പൺ എന്ന് പറയുന്നത് ഒരു നാടകമാണ്. ദീനബന്ധു മിത്രയാണ് ആ ഡ്രാമ എഴുതിയിട്ടുള്ളത്. അടുത്തത് സാരെ ജഹാൻ സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറയുന്ന ഉറുദു പോയം, അത് അലാമ മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ ഉറുദു പോയം എഴുതിയിട്ടുള്ളത്. ഇനി വരിക വരിക സഹചര എന്ന് പറയുന്ന ഗാനം, ഓക്കെ, മലയാളം ഗാനമാണ്. അതെന്താണ്? മലയാളം സോങ് ആണ്. അംഷി നാരായണപിള്ളയാണ് ആ സോങ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ബുക്സ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ വർക്ക്സും അവരുടെ എഴുത്തുകാരെക്കുറിച്ചും പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇൻ ലാസ്റ്റ് സെക്ഷൻ പെയിൻറ്റിങ്സ് ആണ്. പ്രധാനപ്പെട്ട പെയിൻറ്റിങ്സ് അത് വരച്ച ആൾക്കാർ. ഈ പെയിൻറ്റിങ്സിൻ്റെ പ്രത്യേകത എന്ത് തന്നെയാണ്? പ്രധാനമായിട്ടും ജനങ്ങളിൽ ദേശീയ ബോധം കൊണ്ടുവരിക, സ്വാതന്ത്ര്യ സമരത്തിൽ ജനങ്ങൾ പങ്കെടുക്കുക എന്നീ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ചിത്രങ്ങളെല്ലാം വരച്ചത്. ഓക്കെ, ഒന്നാമത്തത് ഭാരത് മാത, അബനീന്ദ്രനാഥ് ടാഗോറാണ് ഈ ചിത്രം വരച്ചത്. ഭാരത് മാതയുടെ ചിത്രം വരച്ചത്. കാളിദാസൻ്റെ ശാകുന്തളത്തിലെ ഒരു ഭാഗം അത് വരച്ചതാരാണ്? ശകുന്തള ഇങ്ങനെ മുള്ളൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഭാഗം വരച്ചത് രാജാ രവിവർമ്മയാണ്, ഇന്ത്യക്കാരനായ ചിത്രകാരനാണ്. ഇനി സതി, വില്ലേജ് ഡ്രമ്മർ പോലുള്ള ചിത്രങ്ങൾ വരച്ചത് നന്ദലാൽ ബോസാണ്. വില്ലേജ് ലൈഫ് എന്ന ചിത്രം വരച്ചത് അമൃത് ഷേർഗിൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വൺ വേർഡായിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. പെയിൻറ്റിങ്സ്, ബുക്സും അല്ലെങ്കിൽ ലിറ്ററേച്ചർ വർക്കും അതിൻ്റെ ഓതേഴ്സും, പിന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ അതിന് മുമ്പ് നമ്മൾ പഠിച്ച 2 വൺ വേർഡ് എന്താണ്? ന്യൂസ് പേപ്പറാണ്. ഈ കാര്യങ്ങളെല്ലാം ഒന്ന് വായിച്ചു വയ്ക്കുക. ഈ കാര്യങ്ങളെല്ലാം ഉറപ്പായിട്ട് ഇത് ചെയ്യുന്നൊരു ടേബിളായിട്ട് മാച്ച് ദി ഫോളോയിങ് ഉണ്ടാവും. ഓക്കെ, ഉണ്ടാവും. ഇത്രയും വർഷം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ രാജാറാം മോഹൻ റോയെക്കുറിച്ചോ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിനെ കുറിച്ചോ ഒക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. ഇതിന് പുറത്തുമേ നിന്നും ചോദ്യങ്ങൾ വരാം. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഇത്രയാണ്. ഓക്കെ, ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയണേ.
ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ലൈവിൽ തന്നെ ഒരു 3 ചാപ്റ്ററും കൂടെ നോക്കാറുണ്ട്. 3 ചാപ്റ്റർ ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തത് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ. പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ? പൊതു ചിലവ് അല്ലെങ്കിൽ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ്റിന് ചിലവ്. ഓക്കെ, പബ്ലിക് റവന്യൂ എന്ന് പറഞ്ഞാലോ അപ്പോൾ എന്തായിരിക്കും? ഗവൺമെൻറ്റിൻ്റെ വരുമാനം. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ചിലവ്, ഗവൺമെൻറ് ചിലവാക്കുന്ന പൈസ. പബ്ലിക് റവന്യൂ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കിട്ടുന്ന വരുമാനം. ഓക്കെ, ദ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് ഉള്ള ചിലവിനെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സിമ്പിളാണ്. ഗവൺമെൻറ് പല പല ആക്ടിവിറ്റീസ് ചെയ്യും. ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, ജനങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പല പല പ്രവർത്തനങ്ങളും ചെയ്യും. അപ്പോഴാണ് ചിലവുണ്ടാവുന്നത്. ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് പണം ചിലവാക്കുന്നു. ആ ചിലവിനെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഗവൺമെൻറ് കൂടുതൽ ജനങ്ങൾക്ക് സേവനത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ചിലവ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, വാട്ട് ഈസ് പബ്ലിക് റവന്യൂ? ദ ഇൻകം ഓഫ് ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനത്തെയാണ് എന്ത് പറയുന്നത്? പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 2 ടേം സിമ്പിളല്ലേ? പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന ടേം സിമ്പിളാണ്, പബ്ലിക് റവന്യൂ എന്ന് പറയുന്ന ടേം സിമ്പിളാണ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ചിലവാകുന്ന പൈസ. പബ്ലിക് റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനം, അതാണ് പബ്ലിക് റവന്യൂ. ഓക്കെ, ഈ റവന്യൂ കിട്ടുന്നത് പ്രധാനമായിട്ട് 2 മാർഗത്തിലൂടെയാണ്. ഗവൺമെൻറ് റവന്യൂ കിട്ടുന്നത് ടാക്സ് റവന്യൂ ആയിട്ടും നോൺ ടാക്സ് റവന്യൂ ആയിട്ടാണ്. ടാക്സ് റവന്യൂവിനകത്ത് ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്, അതിനകത്ത് GST എന്നീ പോർഷൻസ് ഒക്കെ ഉണ്ട് എങ്കിലും എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ഭാഗം അതല്ല. ഓക്കെ, എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ഇപ്പോൾ നമുക്ക് പറയാം, ടാക്സസ് തന്നെ 2 തരത്തിലുണ്ട്. ഡയറക്റ്റ് ടാക്സ് ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നെങ്കിലും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ 1-2 തവണയൊക്കെ കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ളത് സർചാർജും സെസ്സും എന്താണെന്നാണ്. സർചാർജും സെസ്സും ഇതൊരു ടാക്സ് അല്ല. സർചാർജും സെസ്സും എന്തല്ല? ടാക്സ് അല്ല. ടാക്സ് അല്ലാതെയുള്ള അഡീഷണൽ പേയ്മെൻ്റ് ആണ്. എല്ലാ വ്യക്തികളും എന്തടയ്ക്കണം? നികുതി അടയ്ക്കണം ഗവൺമെൻറ്റിന്. നികുതി അല്ലാതെ എക്സ്ട്രാ പേയ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? സർചാർജ് എന്നും സെസ് എന്നും പറയുക. സർചാർജ് എന്താണെന്ന് നോക്കാം. ഒരു അഡീഷണൽ ടാക്സ് ആണ്. എക്സ്ട്രാ സാധാരണ അടയ്ക്കുന്ന ടാക്സിനേക്കാളും കൂടുതലായിട്ട് അടയ്ക്കുന്ന ടാക്സാണ് അഡീഷണൽ ടാക്സ്. ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂ? ഒരു സർട്ടൺ പീരീഡ് ഓഫ് ടൈമിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? സർചാർജ്. ഇപ്പോൾ ഇന്ത്യയെ മുഴുവൻ ബാധിക്കുന്ന ഒരു രോഗം, ഇപ്പോൾ കോവിഡൊക്കെ വന്ന സമയത്ത് അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് പണം നമുക്ക് ആവശ്യമായിട്ട് വരും. ആ സമയത്ത് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? പറയും, എല്ലാ കാര്യങ്ങളും, എല്ലാ സാധനങ്ങളും സേവനങ്ങളും സർചാർജ് ആഡ് ചെയ്യും. സർചാർജ്, സെസ് പോലുള്ള സാധനങ്ങൾ ആഡ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടാക്സ് ആഡ് ചെയ്യും. കാരണം ഗവൺമെൻറ് കൂടുതൽ ചിലവുള്ള സമയങ്ങളിൽ സർട്ടൺ പീരീഡ് ഓഫ് ടൈമിലേക്ക് കൂടുതൽ ചിലവ് എന്ത് ചെയ്യും? ചിലവ്, ആ ചിലവിനെ ഒന്ന് അതിനുള്ള പൈസ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന സാധനമാണ് സർചാർജ്. ഇൻകം ടാക്സിനകത്താണ്, അല്ലെങ്കിൽ നമ്മുടെ വരുമാന നികുതിക്കകത്താണ് ഈ സർചാർജ് ആഡ് ചെയ്യുന്നത്. എല്ലാത്തിലും ആഡ് ചെയ്യില്ല, വരുമാനത്തിനകത്താണ് ആഡ് ചെയ്യുന്നത്? സർചാർജ് ആഡ് ചെയ്യുന്നത്. ഇനി സെസ് എന്താണ്? അതും ഒരു അഡീഷണൽ ടാക്സാണ്. ഓക്കെ, ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ പർപ്പസ്, എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്ന ഒരു എക്സ്ട്രാ ടാക്സ് ആണ് സെസ്. അത്രേ ഉള്ളൂ. സർചാർജും സെസ്സും എന്താണെന്ന് ഓർത്ത് വയ്ക്കുക. അതൊക്കെ 2 മാർക്കിന് 3 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇനി സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളും കളക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ടാക്സുകളുടെ പേരൊന്ന് ഓർത്ത് വയ്ക്കുക. ഇത് മാച്ച് ദി ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വരാം. കോർപ്പറേറ്റ് ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സ്, CGST, IGST എന്നിവ കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. ലാൻഡ് ടാക്സ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, സ്റ്റേറ്റ് GST കളക്ട് ചെയ്യുന്ന ആരാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. ഇനി തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തുകൾ, വില്ലേജ് ഓഫീസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ വരുന്ന കാര്യങ്ങളാണ്. അവർ കളക്ട് ചെയ്യുന്ന ടാക്സാണ് പ്രോപ്പർട്ടി ടാക്സും പ്രൊഫഷണൽ ടാക്സും ഒക്കെ. അപ്പോൾ ഓരോരുത്തർ 3 തരം ഗവൺമെൻറ് ഉണ്ട്. ഈ 3 തരം ഗവൺമെൻറ്റുകളും കളക്ട് ചെയ്യുന്ന ടാക്സിൻ്റെ ലിസ്റ്റ് ഒന്ന് ഓർത്ത് വച്ചിരിക്കുക. ഇനി എന്താണ് പബ്ലിക് ഡെപ്റ്റ്? ഇന്ത്യക്ക് പബ്ലിക് ഡെപ്റ്റ് കൂടാനുള്ള കാരണം. പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. പബ്ലിക് റവന്യൂ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കിട്ടുന്ന റവന്യൂ. അപ്പോൾ പബ്ലിക് ഡെപ്റ്റ് എന്തായിരിക്കും? ഗവൺമെൻറ്റിൻ്റെ കടം. ഡെപ്റ്റ് എന്ന് വെച്ചാൽ കടം. ഗവൺമെൻറ്റിൻ്റെ കടത്തെയാണ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് പൈസ തികയാതെ വരുമ്പോൾ എടുക്കുന്ന ലോണുകളാണ് ഗവൺമെൻറ്റിൻ്റെ കടം. പൈസ തികയാതെ, അതായത് ചില ആവശ്യങ്ങൾ, നമുക്ക് ഭക്ഷണം എല്ലാവർക്കും എത്തിച്ചു കൊടുത്തേ പറ്റുള്ളൂ, വിദ്യാഭ്യാസം നമുക്ക് നടപ്പിലാക്കിയേ പറ്റുള്ളൂ. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കടമെടുക്കും. ഇന്ത്യക്ക് ഉള്ളിലുള്ള ബാങ്കിൽ നിന്നോ ഇന്ത്യക്ക് പുറത്തുള്ള ബാങ്കിൽ നിന്നോ ഒക്കെ എന്ത് ചെയ്യും? മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യ എന്ത് ചെയ്യും? കടമെടുക്കും. ഗവൺമെൻറ് കടമെടുക്കും. ആ കടത്തെയാണ് പബ്ലിക് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ആ പബ്ലിക് ഡെപ്റ്റ് കൂടാനുള്ള കാരണം എന്തൊക്കെയാണ്? ഞാൻ അടുത്ത് പഠിക്കാനുള്ളത്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. റീസൺ ഫോർ ദ ഇൻക്രീസ് ഇൻ ഇന്ത്യാസ് പബ്ലിക് ഡെപ്റ്റ്. ഇന്ത്യയിൽ പബ്ലിക് ഡെപ്റ്റ് കൂടുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ഡിഫൻസിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ചിലവാക്കുന്നു. ഡിഫൻസ്, പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ആർമി, നേവി, എയർഫോഴ്സ് പോലെയുള്ള പ്രതിരോധ സേനകൾക്ക് വേണ്ടി ഒരുപാട് പണം ചിലവാക്കുന്നു.
നമ്മുടെ നാട്ടിലെ പോപ്പുലേഷൻ കൂടിക്കൂടി വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ, സോഷ്യൽ വെൽഫെയർ ആക്ടിവിറ്റീസ് ഒരുപാട് കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങൾ, റോഡ്, റെയിൽവേ, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് എല്ലാം വികസിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇനി നഗരവൽക്കരണവും നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇന്ത്യയിൽ. ഇതൊക്കെ കാരണം, നഗരവൽക്കരണം എന്ന് പറയുമ്പോൾ സൗകര്യങ്ങളുള്ള സ്ഥലങ്ങൾ വികസിച്ചുകൊണ്ട് വരെയാണ് നമ്മുടെ നാട്ടിൽ. ഇതെല്ലാം കാരണം, അതായത് ചിലവാണ്. ഫുൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കടവും കൂടുന്നത്. കാരണം ഇതൊക്കെ നടത്തുന്നതിന് വേണ്ടിയുള്ള പൈസ ഇന്ത്യയിലില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ത് ചെയ്യും? കടമെടുത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ഇന്ത്യയിലെ പബ്ലിക് ഡെപ്റ്റ് കൂടുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് ബഡ്ജറ്റ്. ടൈപ്സ് ഓഫ് ബഡ്ജറ്റും ഫിസ്ക്കൽ പോളിസിയും കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയും. എന്താണ് ഒരു ബഡ്ജറ്റ്, എന്താണ് ഫിസ്ക്കൽ പോളിസി എന്ന് നോക്കാം. ആദ്യം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനായ ബഡ്ജറ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമ്മളിന്ന് പറയുന്ന എല്ലാം പ്രീവിയസ് ഇയർ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ബഡ്ജറ്റ്. ഒൺവേർഡായിട്ടും ചോദിച്ചിട്ടുണ്ട്. ബഡ്ജറ്റ്, ഇതാ ഈ ഒരു ടേം ഉണ്ടല്ലോ, ബഡ്ജറ്റിൻ്റെ ഡെഫിനിഷൻ, ഇത് ഒൺവേർഡായിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? എന്താണ് ബഡ്ജറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഡ്ജറ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ നാടിൻ്റെ വരവ് ചിലവ് കണക്ക് കാണിക്കുന്ന ഒരു രേഖ, അതാണ് ബഡ്ജറ്റ്. ഇന്ത്യക്ക് എത്ര വരുമാനമുണ്ട് ഒരു വർഷം, ഇന്ത്യക്ക് എത്ര ചിലവുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് എത്ര വരുമാനമുണ്ട്, ഇന്ത്യ ഗവൺമെൻറ് എത്ര ചിലവുണ്ട് എന്ന് കാണിക്കുന്ന ഒരു രേഖയാണ് ബഡ്ജറ്റ്. അത്രേ ഉള്ളൂ ബഡ്ജറ്റ്. ഓക്കെ, ബഡ്ജറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദ എക്സ്പെക്റ്റഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെൻറ് ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ അല്ല നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട്, സാമ്പത്തിക വർഷമായിട്ട് ഇന്ത്യ കണക്കാക്കുന്ന ഏതിനെയാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രതീക്ഷിക്കുന്ന വരുമാനവും പ്രതീക്ഷിക്കുന്ന ചെലവുമാണ് അതിൻ്റെ കണക്കാണ്. അതായത് നമ്മൾ അടുത്ത വർഷം, ഇപ്പോൾ നമ്മൾ മാർച്ച് മാസത്തിൽ നമ്മൾ തീരുമാനിക്കുകയാണ്, മാർച്ച് 31 ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത വർഷം നമുക്ക് ഇന്ത്യക്ക് ഇത്രയും വരുമാനം ഉണ്ടാവും, അടുത്ത വർഷം നമ്മൾ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ഇത്രയും രൂപ മാറ്റി വയ്ക്കുമെന്നും പറഞ്ഞ് എഴുതി വയ്ക്കുന്ന ഒരു കണക്കാണ് ബഡ്ജറ്റ്. ഓക്കെ, എന്നിട്ട് അടുത്ത വർഷം ഈ ബഡ്ജറ്റ് പറയുന്ന കണക്കിന് എന്തെങ്കിലും കാര്യങ്ങൾ നടപ്പിലാക്കും. അതാണ് ബഡ്ജറ്റിൻ്റെ ഉപയോഗം. ബഡ്ജറ്റ് 3 തരത്തിലുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ബാലൻസ്ഡ് ബഡ്ജറ്റ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവം അറിയായിരിക്കും. രണ്ടാമത്തത് സർപ്ലസ് ബഡ്ജറ്റ്, മൂന്നാമത്തത് ഡെഫിസിറ്റ് ബഡ്ജറ്റ്. അപ്പോൾ ഏതൊക്കെയാണ്? ബാലൻസ്ഡ് ബഡ്ജറ്റ്, സർപ്ലസ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ്. എന്തൊക്കെയാണ് ബാലൻസ്ഡ് എന്ന് പറയുമ്പോഴത്തേക്കും വരവും ചിലവും ഒരുപോലെ ഈക്വൽ ആയിട്ടുള്ള ബഡ്ജറ്റാണ് ബാലൻസ്ഡ് ബഡ്ജറ്റ്. വേറെ ഒന്നുമില്ല, ബാലൻസ്ഡ് ആയിട്ടുള്ള ബഡ്ജറ്റ്. ഇത്രയും രൂപ വരവുണ്ട്, നമുക്ക് അത്രയും രൂപ ചിലവുണ്ട് എന്നുണ്ടെങ്കിൽ അത് ബാലൻസ്ഡ് ബഡ്ജറ്റാണ്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർപ്ലസ് എന്ന് വെച്ചാൽ മിച്ചം, ബാക്കി വരുന്നതെന്നാണ്. വരവ് ഒരുപാടുണ്ട്, ചിലവ് വളരെ കുറവാണ്, നമുക്ക് അടുത്ത വർഷം ഇത്രയും ചിലവൊക്കെ ഉള്ളൂ, അത്തരത്തിൽ. അപ്പോൾ ബാക്കി കുറേ പൈസ മിച്ചം ഇരിക്കൂലേ, അതാണ് സർപ്ലസ് ബഡ്ജറ്റ്. ഇനി ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്താണ്? വരവ് വളരെ കുറവാണ്, ചിലവ് ഒരുപാടുണ്ട്, അത് ഡെഫിസിറ്റ് ബഡ്ജറ്റ്. ഇന്ത്യയിൽ എല്ലാ വർഷവും അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് ഏതാണ്? ഡെഫിസിറ്റ് ബഡ്ജറ്റാണ്. കാരണം നമുക്ക് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസും വെൽഫെയർ പ്രോഗ്രാമൊക്കെ ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ വേണം. പക്ഷേ അത്രയും വരുമാനമൊന്നും ഇന്ത്യക്കില്ല. ഇന്ത്യ ഗവൺമെൻറ് അത്രയും വരുമാനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കടം എടുത്തത്. അതുകൊണ്ടാണ് പബ്ലിക് ഡെപ്റ്റ് കൂടുന്നത്. നമ്മൾ തൊട്ട് പഠിച്ചതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യക്ക് കടം കൂടുന്നത്. അതാണ് ഏതിൻ്റെ പ്രത്യേകത? ബഡ്ജറ്റിൻ്റെ പ്രത്യേകത. എല്ലാ പ്രശ്നവും വരുന്നത് ഡെഫിസിറ്റ് ബഡ്ജറ്റാണ്. പക്ഷേ 3 തരം ബഡ്ജറ്റുണ്ട്. സർപ്ലസ് ഒന്നും ഇതുവരെ വന്നിട്ടേ ഇല്ല ഇന്ത്യക്ക്. ഓക്കെ, അതാണ് ബഡ്ജറ്റിൻ്റെ കേസ്. അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചറായി, പബ്ലിക് റവന്യൂ ആയി, പബ്ലിക് ഡെപ്റ്റായി, ബഡ്ജറ്റായി. ഇനിയാണ് ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസി എന്താണെന്ന് നോക്കാം. ഫിസ്ക്കൽ പോളിസി അതായത് പണമിടപാടുമായി ബന്ധപ്പെട്ട്, വരവ് ചിലവുമായിട്ട് ബന്ധപ്പെട്ട്, ഇന്ത്യയുടെ വരുമാനം ഇന്ത്യയുടെ ചിലവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഗവൺമെൻറ് ഒരു ഇത് കാണുമല്ലോ. അതായത് ഇപ്പം എൻ്റെ കയ്യിൽ പൈസ വരികയാണെന്നുണ്ടെങ്കിൽ, ഇത്രയും പൈസ ഞാൻ പഠിക്കുന്നതിന് വേണ്ടി മാറ്റി വയ്ക്കും, ഇത്രയും പൈസ എൻ്റെ ഹോസ്പിറ്റൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കും, ഇത്രയും പൈസ ഭക്ഷണത്തിന് വേണ്ടി മാറ്റി വയ്ക്കും, ഇത്രയും പൈസ ക്ലോത്തിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വയ്ക്കുമെന്ന് ഞാൻ ഒരു തീരുമാനം എടുക്കൂലേ? ഇന്ത്യ ഗവൺമെൻറ് ആ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അതായത് വരുമാനം വരുമ്പോഴത്തേക്കും ഇത്രയും പൈസ ഇന്നതിന് വേണ്ടി മാറ്റി വയ്ക്കണം, ഇത്രയും പൈസ ഇന്ന കാര്യത്തിന് വേണ്ടി മാറ്റി വയ്ക്കണം എന്നെടുക്കുന്ന ഒരു തീരുമാനത്തെയാണ് പോളിസി എന്ന് പറയുന്നത്. ഫിസ്ക്കൽ പോളിസി, സാമ്പത്തിക നയം എന്ന് പറയുന്ന സാമ്പത്തിക നയം. ഓക്കെ, 5 ഇയർ പ്ലാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5 ഇയർ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത 5 വർഷം നമ്മൾ കൂടുതൽ പണം മാറ്റി വയ്ക്കുന്ന അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടായിരിക്കും, അടുത്ത 5 വർഷം നമ്മൾ മാറ്റി വയ്ക്കുന്ന ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയുന്ന പോലെ ഗവൺമെൻറ് ഓരോ വർഷവും ഇത് ചെയ്യുന്നുണ്ട്. എന്താണ് ഗവൺമെൻറ് പോളിസി റിഗാർഡിംഗ് ടു പബ്ലിക് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് ഡെപ്റ്റ്. കടവുമായിട്ടും ചെലവുമായിട്ടും വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവൺമെൻറ് നയം ഏതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നുള്ള നയമാണ് ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസി എന്തിനു വേണ്ടിയിട്ടാണ് നടപ്പിലാക്കുന്നത്? ഫിസ്ക്കൽ പോളിസി അങ്ങനെ ചുമ്മാ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇൻഡസ്ട്രീസിന് വേണ്ടി മാത്രമേ പൈസ ചിലവാക്കുള്ളൂ എന്ന് ഒരു ഗവൺമെൻറ്റും പറയാനായിട്ട് പറ്റില്ല. ഗവൺമെൻറ് ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്, ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ഫിസ്ക്കൽ പോളിസി തയ്യാറാക്കുന്നത്.
ഫിസ്ക്കൽ പോളിസിയുടെ ഗോൾസ് എന്തൊക്കെയാണ്, സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാമ്പത്തികമായ സ്റ്റെബിലിറ്റി കിട്ടുക, അതായത് എല്ലാവർക്കും എല്ലാ രീതിയിലും സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സൗകര്യം ഒരുക്കി കൊടുക്കാൻ പറ്റണം. തൊഴിലവസരങ്ങൾ കൂടുതൽ കൊണ്ടുവരാൻ പറ്റണം ഫിസ്ക്കൽ പോളിസി വഴി. അനാവശ്യ ചിലവുകൾ, അൺനെസസറി ആയിട്ടുള്ള ചിലവുകൾ കുറയ്ക്കാനായിട്ട് പറ്റണം ഫിസ്ക്കൽ പോളിസി വഴി. പണപ്പെരുപ്പം കുറയ്ക്കാൻ പറ്റണം. പണപ്പെരുപ്പം എന്ന് വെച്ചാൽ എന്താണ്, ആൾക്കാരുടെ ഇഷ്ടം പോലെ പൈസയുണ്ട് പക്ഷേ വാങ്ങിക്കാൻ സാധനമില്ല, അതാണ് പണപ്പെരുപ്പം. എന്നുവെച്ചാൽ സാധനങ്ങളുടെ വില ഭയങ്കര കൂടുതലായി നിൽക്കുന്ന അവസ്ഥയാണ് പണപ്പെരുപ്പം. ഓക്കെ. ഡിപ്രീസിയേഷൻ, പണച്ചുരുക്കം, ഡിപ്രീസിയേഷൻ ഉണ്ടാവാതിരിക്കാനും നോക്കണം. പണച്ചുരുക്കം എന്ന് വെച്ചാൽ ആരുടെയും പൈസ ഇല്ലാതിരിക്കുന്ന അവസ്ഥ, സാധനങ്ങളുണ്ട് പൈസ ഇല്ലാതിരിക്കുന്ന അവസ്ഥ, ഡിപ്രീസിയേഷൻ ഉണ്ടാവാതിരിക്കാനൊക്കെ നോക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്, ഫിസ്ക്കൽ പോളിസി ഉള്ളത്. ഫിസ്ക്കൽ പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് ഇൻഫ്ലേഷനും ഡിപ്രീസിയേഷനും ഒന്നും വരാതെ, പണപ്പെരുപ്പോ പണച്ചുരുക്കമോ ഒന്നും വരാതെ തൊഴിലവസരങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇന്ത്യ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇന്ത്യ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അവരവരുടെ സാമ്പത്തിക നയങ്ങൾ വെച്ചുകൊണ്ട് ചെയ്യുന്നത് ഇതൊക്കെയാണ്. ഓക്കെ, അതാണ് ഫിസ്ക്കൽ പോളിസി. ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. പബ്ലിക് എക്സ്പെൻഡിച്ചർ, പബ്ലിക് റവന്യൂ, പബ്ലിക് ഡെപ്റ്റ്, ബഡ്ജറ്റ്, ഫിസ്ക്കൽ പോളിസി, 5 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതലായിട്ടും വരുന്നത്. അതിൽ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് ഒറ്റ സെൻറ്റൻസേ ഉള്ളൂ. പബ്ലിക് റവന്യൂ, പബ്ലിക് ഡെപ്റ്റ്, ബഡ്ജറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഫിസ്ക്കൽ പോളിസി ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഓക്കെ.
ഓക്കെ, അടുത്ത 2 ചാപ്റ്റേഴ്സ് നോക്കാം. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷനും സോഷ്യോളജി. ഓക്കെ, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊട്ടക്ഷനിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൺസപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഉപഭോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യരുടെ കൺസപ്ഷൻ ഈസ് എ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ വാണ്ട്സ് യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിച്ചു കൊണ്ടുള്ള മനുഷ്യരുടെ സംതൃപ്തി. ഓക്കെ, ഇപ്പോൾ സാധനങ്ങളും ഒരുപാട് സാധനങ്ങളും സേവനങ്ങളും നമുക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ എഡ്യൂക്കേഷൻ എനിക്ക് ആവശ്യമുള്ള സേവനമാണ്, ഹെൽത്ത് കെയർ എനിക്ക് ആവശ്യമുള്ളൊരു സേവനമാണ്, ട്രാൻസ്പോർട്ടേഷൻ എനിക്ക് ആവശ്യമുള്ളൊരു സേവനമാണ്, ഫോണ്, കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഫാന്, TV, ഇതെല്ലാം എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഈ സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഹ്യൂമൻ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പരിപാടിയെ പറയുന്ന പേരാണ് കൺസപ്ഷൻ എന്ന് പറയുന്നത്. കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരാണ് കൺസ്യൂമേഴ്സ്. ഓക്കെ, വാട്ട് ആർ ദ ആസ്പെക്ട് ദാറ്റ് എ കൺസ്യൂമർ എക്സ്പെക്ട് വൈൽ പർച്ചേസിങ് എ പ്രോഡക്റ്റ്? ഒരു സാധനം വാങ്ങിക്കുന്ന സമയത്ത്, ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുക? ഇതൊക്കെ സിമ്പിൾ 2-3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. എന്തൊക്കെയായിരിക്കും? ഒരു മൊബൈൽ ഫോൺ വാങ്ങിയത്, അപ്പോൾ മൊബൈൽ ഫോൺ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയായിരിക്കും പ്രതീക്ഷിക്കുക? ക്വാളിറ്റി പ്രതീക്ഷിക്കും, റിലയബിലിറ്റി, കുറേ കാലം നിലനിൽക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും, ആഫ്റ്റർ സെയിൽ സർവീസസ്, അതായത് വാങ്ങിച്ചതിന് ശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സർവീസ് ചെയ്ത് തരും എന്ന് നമ്മൾ എന്ത് ചെയ്യും? പ്രതീക്ഷിക്കും. ഇതൊക്കെയാണ് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ. വാട്ട് ആർ ദ വേരിയസ് സർക്കംസ്റ്റാൻസസ് വെയർ ദ കൺസ്യൂമേഴ്സ് ആർ എക്സ്പ്ലോയിറ്റഡ് ഓർ ചീറ്റഡ്? ഇനി സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ആ വാങ്ങിക്കുന്ന ആൾക്കാർ പറ്റിക്കപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? എന്താണ്? ലോ ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്നു, ലോ ക്വാളിറ്റി സാധനങ്ങൾ വിൽക്കുന്നു, അഡൾട്രേഷൻ, മായം ചേർക്കുന്നു, അധികം പൈസ ഒരു വസ്തുവിനെ ഈടാക്കുന്നു, അതിന് ഇല്ലാത്ത അത്രയും പൈസ അതിന് ഈടാക്കുക വഴിയൊക്കെയാണ് അവരെ പറ്റിക്കുന്നത്. ഓക്കെ, അതൊക്കെ സിമ്പിളായിട്ടുള്ള എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഇനിയാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുന്നത്. അതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചാണ് പറയുന്നത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഓക്കെ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ് കൺസ്യൂമർ കോടതികൾ. അതായത് എന്തിനാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നത്? ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളൊരു ഉൽപ്പന്നം വാങ്ങിക്കുന്ന സമയത്ത് ആ ഉൽപ്പന്നത്തിൽ മായം ചേർക്കുകയോ അധികം പൈസ ഈടാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കള്ളത്തരം അത് വിൽക്കുന്ന ആൾ നമുക്ക് നേരെ കാണിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പരാതികൾ പരിഹരിക്കുന്നതിനും കേസെടുക്കുന്നതിനും ശിക്ഷ കൊടുക്കുന്നതിനും ഒക്കെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ നമ്മളൊരു ഉൽപ്പന്നം വാങ്ങിക്കുന്ന നമുക്ക് അവകാശങ്ങളുണ്ട്. അതാണ് കൺസ്യൂമേഴ്സ് റൈറ്റ് എന്ന് പറയുന്നത്. ആ കൺസ്യൂമേഴ്സ് റൈറ്റ് കിട്ടാതെയാണ് നമ്മൾ ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമുള്ള കൺസ്യൂമർ കോടതികളിൽ പരാതി കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ആ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴി ഓരോ വ്യക്തിക്കും, ഓരോ ഉപഭോക്താവിനും, സാധനങ്ങൾ വാങ്ങിക്കുന്ന ഓരോ വ്യക്തിക്കും കിട്ടുന്ന അവകാശങ്ങൾ ഇതൊക്കെയാണ്. ദ റൈറ്റ് ടു ബി പ്രൊട്ടക്റ്റഡ് അഗൈൻസ്റ്റ് മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആസ് ഹസാർഡസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. ജീവനും സ്വത്തിനും ഹാനികരമായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്നതിൽ നിന്നും അത് വാങ്ങി ഉപയോഗിക്കുന്നതിൽ നിന്നും നമുക്ക് സംരക്ഷണം കിട്ടണം. അതായത് ഒരു വസ്തു, ഇപ്പോൾ ഒരു പരസ്യം കണ്ട് നമ്മളൊരു സാധനം വാങ്ങിക്കുന്നു, ആ സാധനം നമ്മുടെ ജീവൻ ആപത്തായ സാധനമാണെങ്കിലോ അത് വിൽക്കാൻ പാടില്ല. അതിനെതിരെയുള്ള സംരക്ഷണം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമുക്ക് തരുന്നുണ്ട്. ദ റൈറ്റ് ടു ബി ഇൻഫോംഡ് അബൌട്ട് ദ ക്വാളിറ്റി റിലേറ്റഡ് ആസ്പെക്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു സാധനങ്ങളുടെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട, സാധനത്തിൻ്റെയോ സേവനത്തിൻ്റെയോ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് നേരിട്ട് അറിവ് ഉണ്ടായിരിക്കണം. അത് എന്താണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ഒരു വസ്തു വാങ്ങിക്കുമ്പോൾ, ഒരു ഫുഡ് പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പുറകിൽ അതിൻ്റെ മാനുഫാക്ചർ ഡേറ്റ്, എക്സ്പയറി ഡേറ്റ്, അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ? ഇതാണ് ക്വാളിറ്റി റിലേറ്റഡ് ആസ്പെക്റ്റ്. ഒരു വസ്തുവിൻ്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഉള്ള അറിവ് കൺസ്യൂമേഴ്സിന് ലഭിച്ചിരിക്കണം. അത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് വരുന്ന കാര്യമാണ്. ദ റൈറ്റ് ടു ഹാവ് ആക്സസ് ടു ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് ഫെയർ പ്രൈസ്. ന്യായമായ വിലയ്ക്ക് സാധനങ്ങളും സേവനങ്ങളും ലഭിക്കുക എന്നുള്ളതും കൺസ്യൂമേഴ്സിൻ്റെ അവകാശമാണ്. ഓക്കെ, ഇതൊക്കെയാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴി കൺസ്യൂമേഴ്സിന് കിട്ടുന്ന അവകാശങ്ങൾ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് മാത്രമേ നമ്മളിപ്പോൾ പഠിച്ചോളൂ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റൊക്കെ 4 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്? കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നും, കൺസ്യൂമർ കോടതികൾ രൂപീകരിച്ചു എന്നും, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വഴി ഇന്ന അവകാശങ്ങൾ കൺസ്യൂമേഴ്സിന് കിട്ടുന്നുണ്ടെന്നൊക്കെ നമുക്കറിയാം. ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലാതെ വേറെ കുറേ നിയമങ്ങളുണ്ട്. അതൊക്കെ വൺ വേർഡായിട്ടും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട്, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആക്ട്, എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്ട് എന്നിവയാണ് ആ പ്രധാന നിയമങ്ങൾ. കൺസ്യൂമേഴ്സിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അല്ലാതെ ഉള്ള മറ്റ് നിയമങ്ങളാണ് ഏത്? ഇതായി പറഞ്ഞിരിക്കുന്ന നിയമങ്ങളെല്ലാം. ഓരോ കാര്യങ്ങൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി. സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ടിനകത്ത് പറയുന്നത് പ്രിസ്ക്രൈബ്ഡ് കണ്ടീഷൻ ഓഫ് സെയിൽ ആർ മെറ്റ്. എന്താണ്
ഗ്യാരണ്ടി വയലേഷനോ വാറണ്ടിയോ ആഫ്റ്റർ സെയിൽ സർവീസസ് എല്ലാം കൃത്യമായിട്ട് ചെയ്യണം എന്ന് പറയുന്ന ആക്റ്റാണ് സെയിൽസ് ഓഫ് ഗുഡ് ആക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വസ്തു നമ്മൾ വിൽക്കുന്ന സമയത്ത് നമ്മളതിന് ഗ്യാരണ്ടി വാറണ്ടിയൊക്കെ കൊടുക്കാറുണ്ട്, ഗ്യാരണ്ടി കൊടുക്കാറുണ്ട്, വാറണ്ടി കൊടുക്കാറുണ്ട്, സെയിൽസിന് ശേഷം അത് സർവീസ് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, നമ്മളെല്ലാം വിൽക്കുന്നവർ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതിലൊക്കെ വയലേഷൻ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏത് നിയമത്തിൻ്റെ ലംഘനമായിട്ട് മാറും? സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട്. ഗ്യാരണ്ടി വാറണ്ടി ആഫ്റ്റർ സെയിൽ സർവീസ് ഒന്നും കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ ലംഘനമായിട്ട് മാറും. ഇനി അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആക്ട്. ഓക്കെ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ സ്റ്റാൻഡേർഡ് ഗുണനിലവാരത്തെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന നിയമമാണ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആക്ട്. അത് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളല്ല കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് നിയമത്തിൻ്റെ ലംഘനമാവും? അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആക്ടിൻ്റെ ലംഘനമായിട്ട് മാറും. ഇനി എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കുള്ള എന്താണ് ഭയങ്കര അത്യാവശ്യമുള്ള വസ്തുക്കൾ, ഓക്കെ, ഏറ്റവും ആവശ്യകരമായിട്ടുള്ള അവശ്യ വസ്തുക്കളെ പൂഴ്ത്തി വയ്ക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് ലാഭം നേടുക, ബ്ലാക്ക് മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമമാണ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട്. ഇപ്പോൾ അരി സങ്കല്പിക്കുക, അരി ഒരു കടക്കാരനാണെങ്കിൽ ആ കടയിൽ, ഇപ്പോൾ റേഷൻ കട സങ്കല്പിച്ചോ, റേഷൻ കടയിൽ അരി ഒരുപാടുണ്ട്, പക്ഷേ അത് 2 രൂപയ്ക്കോ 3 രൂപയ്ക്കോ കൊടുക്കേണ്ട അരി അവർ പൂഴ്ത്തി വയ്ക്കുകയാണെന്ന് വിചാരിക്കുക. പൂഴ്ത്തി വയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രൂപയ്ക്കോ 3 രൂപയ്ക്കൊന്നും അരി കൊടുക്കണ്ട. വൈകിട്ട് വേറൊരാൾ വരുമ്പോഴത്തേക്കും, അതായത് കാർഡ് കൊണ്ടുവരാത്ത ഒരാൾ വരുമ്പോഴത്തേക്കും അയാൾക്ക് മറിച്ചൊരു 20 രൂപയ്ക്കോ 30 രൂപയ്ക്കോ 1 കിലോ അരി കൊടുക്കാമെന്ന് ഒരു റേഷൻ കടക്കാരൻ വിചാരിക്കുകയാണെങ്കിൽ അത് ഏത് നിയമത്തിൻ്റെ ലംഘനമാവും? എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിൻ്റെ ലംഘനമായിട്ട് മാറും. ഓക്കെ, അതാണ് എസെൻഷ്യൽ കമ്മോഡിറ്റീസ്. പൂഴ്ത്തി വയ്ക്കാൻ പാടില്ല, സ്റ്റാൻഡേർഡ് ഫെയർ പ്രൈസ് വാങ്ങിക്കാതെ കൂടുതൽ പൈസ വാങ്ങിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ആവശ്യത്തിനുള്ള ലാഭം മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഇതൊക്കെ ഏത് നിയമത്തിൽ പറയുന്ന കാര്യങ്ങളാണ്? എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ടിനകത്ത് പറയുന്ന കാര്യങ്ങളാണ്. ഇനി വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്ട്. കള്ളത്തരമില്ലാതെ കൃത്യമായിട്ട് അളവ് തൂക്കം ഉപയോഗിച്ച് വേണം കച്ചവടം ചെയ്യാൻ എന്ന് പറയുന്ന ആക്റ്റാണ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്ട്. എല്ലാ ആക്ടിൻ്റെ പേര് തന്നെ ഉണ്ട്, ആക്ടിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം. ഓക്കെ, വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ് ആക്ട്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസംസ് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസം വെച്ചാൽ ഭരണത്തിലുള്ള, അതായത് ഇപ്പോൾ ഒരു കച്ചവട സ്ഥാപനത്തിൽ പരിശോധനയ്ക്ക് പോകുന്ന ആൾക്കാരില്ലേ, കച്ചവട സ്ഥാപനത്തിൽ ആ കച്ചവടം ചെയ്യുന്ന സാധനങ്ങളുടെ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ക്വാളിറ്റി പരിശോധിക്കാനും അതിനകത്ത് എന്തെങ്കിലും ചീറ്റിംഗ് നടന്നുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അതിനെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസത്തിനകത്ത് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസത്തിനകത്ത് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെയാണ്? പ്രധാനമായിട്ടും അതായത് നമ്മുടെ ഈ ഗുഡ്സും സർവീസിൻ്റെയും ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഒന്ന് ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ്, രണ്ടാമത്തത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ്, മൂന്നാമത്തത് സെൻട്രൽ ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ കമ്മിറ്റി. ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ മരുന്നുകളാണ്. നിങ്ങൾ ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ മയക്കുമരുന്ന് ആലോചിക്കരുത്, വെറും മരുന്നുകളാണ്, മരുന്നിനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ വരുന്നത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ പേരുകളെല്ലാം നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കണം. ഓക്കെ, ഈ പേരുകളെല്ലാം നിങ്ങളൊന്ന് ഓർത്ത് തന്നെ വയ്ക്കണം. ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ്. മെട്രോളജി എന്ന് പറയുമ്പോഴത്തേക്ക് അളവും തൂക്കവും. മെട്രോളജി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അളവും തൂക്കവും എന്നാണ്. ശരിയായ അളവും തൂക്കവും ഉപയോഗിക്കുന്നുണ്ടോ? അളവും തൂക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്ന ആരാണ്? ലീഗൽ മെട്രോളജി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് പറയുമ്പോഴത്തേക്കും ഫുഡ് പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുന്നതും ചെക്ക് ചെയ്യുന്നതൊക്കെ അവരാണ്. സെൻട്രൽ ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മരുന്നിൻ്റെയും വില നിശ്ചയിക്കുന്നത് സെൻട്രൽ ഡ്രഗ്സ് പ്രൈസ് കൺട്രോൾ കമ്മിറ്റിയാണ്. പിന്നെ ക്വാളിറ്റിയും സേഫ്റ്റിയും ഒക്കെ, മരുന്നുകളുടെ ക്വാളിറ്റിയും സേഫ്റ്റിയും ഒക്കെ ഉറപ്പുവരുത്തുന്ന കമ്മിറ്റിയാണ് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യവസ്തുക്കളുടെ ഡിസ്ട്രിബ്യൂഷനും പ്രൊഡക്ഷനും സ്റ്റോറേജുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡുകൾ തീരുമാനിക്കുന്ന, ഇങ്ങനെ വേണം അത് സ്റ്റോർ ചെയ്യാൻ, ഇങ്ങനെ വേണം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ, ഇത്ര രൂപയ്ക്ക് വേണം അത് ചെയ്യാൻ എന്നൊക്കെ പറയുന്ന ഫുഡ് പ്രോഡക്ട്സിൻ്റെ, പ്രധാനമായിട്ടും ഫുഡ് പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങൾ ഇങ്ങനത്തെ തീരുമാനം എടുക്കുന്ന, ഇൻഷുർ ചെയ്യുന്ന, ക്വാളിറ്റി ഇൻഷുർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഓരോ സെൻറ്റൻസ് ആയിട്ടേ ഉള്ളൂ. ആ സെൻറ്റൻസ് തന്നെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ മാത്സ് ഫോളോയിങ് ആയിട്ടോ അല്ലെങ്കിൽ 1 വേർഡായിട്ടോ 2 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ഇനി അല്ലാതെയും ക്വസ്റ്റ്യൻ വരാം. അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസം ഏതൊക്കെയാണ്? നമ്മുടെ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് മെക്കാനിസം ഏതൊക്കെയാണ്? ലാസ്റ്റ് ടോപ്പിക്ക് പ്രധാനപ്പെട്ട സിമ്പലുകൾ ഏതൊക്കെയാണ്? ISA മുദ്ര, ISO മുദ്ര, BAS, CE, ആക്മാർക്ക്, ഈ വെജ്, നോൺ വെജ്, FPO എന്ന് പറയുന്ന മുദ്രകളും അതിൻ്റെ ഉപയോഗങ്ങളും ഇത് ഓർത്ത് വെച്ചാൽ മതി. ഇതും കൂടെ ഒന്ന് നോക്കി വയ്ക്കുക ഈ ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, ഇതൊന്നും പറഞ്ഞ് ഫലിപ്പിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും ഓരോ മുദ്രകളും എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും.
ഓക്കെ, ഇത്രയുമാണ് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഓക്കെ, അടുത്ത ചാപ്റ്ററാണ് സോഷ്യോളജി. സോഷ്യോളജി എന്ന് പറയുന്ന ചാപ്റ്റർ എന്താണ്? സോഷ്യോളജി എന്ന് വെച്ചാൽ എന്താണ്? സോഷ്യോളജിയുടെ മീനിങ് എന്താണ്? സോഷ്യോളജി ഈസ് എ ഡിസ്റ്റിൻക്റ്റ് സബ്ജക്റ്റ് ഏരിയ വിച്ച് അണ്ടർടേക്സ് എ കോംപ്രഹെൻസീവ് സ്റ്റഡി ഓഫ് റിലേഷൻ ബിറ്റ്വീൻ മാൻ ആൻഡ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. രണ്ട് കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. മനുഷ്യനും ചുറ്റുമുള്ള മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാഖയാണ് സോഷ്യോളജി. മാൻ ആൻഡ് സൊസൈറ്റി, സൊസൈറ്റി, ഈ രണ്ട് വാക്കുകൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി. മാൻ വ്യക്തികളും സോഷ്യൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കുന്നൊരു ശാഖയാണ് സോഷ്യോളജി. അപ്പോൾ സോഷ്യോളജി എന്നൊരു വിഷയം നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും പഠിക്കുക, മനുഷ്യനും ചുറ്റുപാടുള്ള മനുഷ്യനും സൊസൈറ്റിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, സോഷ്യൽ എൻവയോൺമെൻറ്റുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് സോഷ്യോളജി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്, സോഷ്യോളജിക്കകത്ത് വരുന്നത്. ഇനി ഈ ചാപ്റ്റർ ബേസ്ഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങളെ നോക്കാനുള്ളൂ. ഈ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, വാട്ട് വെയർ ദ 3 റെവല്യൂഷൻ ദാറ്റ് എമർജൻസ് ഓഫ് സോഷ്യോളജി. മനുഷ്യനും ചുറ്റുപാടുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശാഖയാണല്ലോ സോഷ്യോളജി. അപ്പോൾ ഈ സോഷ്യോളജിക്കൽ സ്റ്റഡി അല്ലെങ്കിൽ സോഷ്യോളജി ഉണ്ടാവാൻ കാരണമായ 3 വിപ്ലവങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മനുഷ്യനും ചുറ്റുപാടുകളും തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട 3 വിപ്ലവങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് റിനൈസൻസ് ഓഫ് സയൻറ്റിഫിക് റവല്യൂഷൻ, രണ്ടാമത്തത് ഫ്രഞ്ച് വിപ്ലവം, മൂന്നാമത്തത് വ്യാവസായിക വിപ്ലവം. ഓക്കെ, ഈ 3 വിപ്ലവത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ 3 വിപ്ലവവും സോഷ്യോളജിയുടെ എമർജൻസിന് കാരണമായെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ. സോഷ്യോളജി എന്ന് വെച്ചാൽ മനുഷ്യനും ചുറ്റുപാടുകളും തമ്മിലുള്ള ബന്ധമല്ലേ. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഈ 3 വിപ്ലവത്തിൻ്റെ സമയത്ത് മനുഷ്യന്മാരിങ്ങനെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ്റെ വക്കിലായിരുന്നു. അതായത് മനുഷ്യർ ഒരുപാട് ചൂഷണം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നവോത്ഥാനം നിലവിൽ വന്നത്, ഫ്രഞ്ച് വിപ്ലവം നടന്നത്, വ്യാവസായിക വിപ്ലവം വന്നത്. അതായത് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ചൂഷണവും അടിച്ചമർത്തലും ഒക്കെ നേരിട്ടുകൊണ്ടിരുന്ന മനുഷ്യർക്ക് കുറച്ച് ചിന്തകർ വന്നതിന് ശേഷം, കുറച്ച് ബുദ്ധിജീവികൾ വന്നതിന് ശേഷം പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇപ്പോൾ ചൂഷണത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്, നിൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം നമ്മുടെ സൊസൈറ്റിയാണ് എന്നൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പോൾ ഫ്രഞ്ച് റവല്യൂഷൻ തന്നെ സങ്കല്പിച്ച് നോക്കുക, ഓട്ടോക്രാറ്റിക് റൂളായിരുന്നു അവിടുത്തെ ഫ്രഞ്ചിലെ ഭരണാധികാരികൾ. വളരെ ഏകാധിപത്യപരമായിട്ടുള്ള ലക്ഷറിയസ് ലൈഫാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് ചിന്തകന്മാർ വന്നിട്ട് പറയാണ്, റൂസോ വന്നിട്ട് പറയാണ്, എന്താണ് നിങ്ങളുടെ ഈ ജീവിതത്തിന് കാരണം ഭരണകൂടമാണ് മനുഷ്യരായ നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കാൻ കാരണക്കാരായത്, അതുകൊണ്ട് ആ ഭരണകൂടത്തെ വേണം മാറ്റാൻ എന്നൊക്കെ പറഞ്ഞ് ഫ്രഞ്ച് വിപ്ലവം സംഭവിക്കുന്നു. അതായത് ഇത്രേ ഉള്ളൂ, മനുഷ്യനും സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധം, സൊസൈറ്റി ആണ് മനുഷ്യരുടെ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കുമുള്ള കാരണം എന്ന് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ മനുഷ്യനും സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധം അറിയണ്ടേ. അതുകൊണ്ടാണ് പറയുന്നത് ഈ 3 വിപ്ലവങ്ങളാണ് പ്രധാനമായിട്ടും സോഷ്യോളജിയുടെ ഡെവലപ്മെൻറ്റിന് കാരണം, എമർജൻസിന് കാരണം എന്ന് പറയുന്നത്. ഈ 3 വിപ്ലവങ്ങൾക്കകത്ത് നമ്മൾ പഠിച്ചത് എന്താണ്? മനുഷ്യനും സൊസൈറ്റി തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പഠിച്ചത്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. അല്ലെങ്കിൽ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ആരാണ് സോഷ്യോളജിയുടെ ഫാദർ? ഓൺവേർഡാണ്. ഓഗസ്റ്റ് കോംറ്റെ എന്ന് പറയുന്ന ഫ്രഞ്ച് ചിന്തകനാണ് സോഷ്യോളജിയുടെ ഫാദർ. ഓഗസ്റ്റ് കോംറ്റെ എന്ന് പറയുന്ന ഫ്രഞ്ച് ചിന്തകനാണ് സോഷ്യോളജിയുടെ ഫാദർ. എന്തിനാണ് സോഷ്യോളജി പഠിക്കുന്നത്? എന്തിനാണ് മനുഷ്യനും സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്നത്? എന്തിനാണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. സൊസൈറ്റിയെക്കുറിച്ചുള്ള ശരിയായ ധാരണ നേടാൻ, സൊസൈറ്റിയെക്കുറിച്ചുള്ള ശരിയായ ധാരണ, ഈ സൊസൈറ്റിയിൽ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, ഇന്ന നോംസൊക്കെ നമ്മൾ പാലിക്കണം എന്നൊക്കെ ഉള്ള ശരിയായ ധാരണ സൊസൈറ്റിയെക്കുറിച്ച് നേടുന്നതിന് വേണ്ടിയിട്ട് സോഷ്യോളജി പഠിക്കണം. ഒരാളുടെ സൊസൈറ്റിയും മറ്റൊരാളുടെ സൊസൈറ്റിയും രണ്ടാണ്. ഒരാളുടെ ജീവിത സാഹചര്യവും മറ്റൊരാളുടെ ജീവിത സാഹചര്യവും രണ്ടാണെന്ന് മനസ്സിലാക്കാൻ സോഷ്യോളജി പഠിക്കണം. റിലേഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, വ്യക്തികളും സ്ഥാപനങ്ങളും തമ്മിലുള്ള, സ്ഥാപനം എന്ന് പറയുമ്പോൾ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ, സൊസൈറ്റിയിലുള്ള ഒരു സ്ഥാപനം. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും വ്യക്തികളും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനും നമ്മൾ എന്ത് പഠിക്കണം? സോഷ്യോളജി പഠിക്കണം. ഒരു 3 പോയിൻ്റ് അതിൽ നിന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇനി അടുത്തത് എങ്ങനെ സോഷ്യോളജി പഠിക്കാം.
അപ്പോൾ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യനും സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധമാണ് സോഷ്യോളജി. മനുഷ്യനും ചുറ്റുമുള്ള മനുഷ്യരും തമ്മിലുള്ള ബന്ധമാണ്, ചുറ്റുമുള്ള മനുഷ്യരാണല്ലോ നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത്, മനുഷ്യരും ചുറ്റുമുള്ള മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെയാണ് സോഷ്യോളജി എന്ന് പറയുന്നത്. സോഷ്യോളജി പഠിക്കാനായിട്ട് 4 മാർക്കുകളുണ്ട്. ഒന്ന് സോഷ്യൽ സർവേ, രണ്ടാമത്തെ ഇൻ്റർവ്യൂ, മൂന്നാമത്തെ ഒബ്സർവേഷൻ, നാലാമത്തത് കേസ് സ്റ്റഡി. ഓക്കെ, ഈ ഓരോ മാർഗവും നോക്കാം. ഓക്കെ, എക്സാമ്പിൾ വെച്ച് വേണം പഠിക്കാൻ. സോഷ്യൽ സർവേക്ക് എക്സാമ്പിളാണ് പോപ്പുലേഷൻ സെൻസസ് എന്ന് പറയുന്നത്. സെൻസസ്, സോഷ്യൽ സർവേ, മനുഷ്യരെക്കുറിച്ചും ചുറ്റുപാടുകളെക്കുറിച്ചുള്ള ബന്ധം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന ഒരു മാർഗ്ഗമാണ് സോഷ്യൽ സർവേ. സോഷ്യൽ സർവേക്ക് എക്സാമ്പിളാണ് സെൻസസ്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കുറച്ച് പേരത് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. അവർ ഇപ്പോൾ സെൻസസ് എടുക്കാൻ വീട്ടിൽ ആൾക്കാരോട് നേടിയിട്ടില്ലേ? സെൻസസ് എടുക്കാനായിട്ട് കുറച്ച് പേപ്പറും കുറച്ച് ഫോം ഫില്ല് ചെയ്യേണ്ട ഫോമുമായിട്ട് കുറച്ച് പേര് വന്നതിന് ശേഷം ഇവിടെ എത്ര പേരുണ്ട്, ഇവിടെ ഇത്ര കാര്യങ്ങളുണ്ട്, എന്ത് ജോലിയാണ് അവർ ചെയ്യുന്നത്, എത്ര കുട്ടികളുണ്ട്, എത്ര മുതിർന്ന പൗരന്മാരുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിവരങ്ങൾ അവരെന്ത് ചെയ്യും? ശേഖരിക്കും. സത്യത്തിൽ ഇത് അവരാണ് ശേഖരിക്കുന്നതെങ്കിൽ നമ്മളാണ് എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ സോഷ്യൽ സർവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചോദ്യങ്ങളടങ്ങുന്ന പേപ്പർ നമുക്ക് തന്നതിന് ശേഷം നമ്മൾ അതിനകത്ത് വിവരം ഫില്ല് ചെയ്ത് കൊടുത്ത് ഒരുപാട് ആൾക്കാരിൽ നിന്ന് അങ്ങനെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സോഷ്യൽ സർവേ. ഓക്കെ, ഇപ്പം നമ്മൾ ചില സിനിമയ്ക്ക് ഇറങ്ങുമ്പോൾ പറയാറില്ലേ, സർവേ എടുക്കാറില്ലേ, ഈ സിനിമ കൊള്ളാമോ എന്ന് നമ്മൾ സർവേ എടുക്കാറില്ലേ. ഒരുപാട് പേരിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന പരിപാടിയാണ് സോഷ്യൽ സർവേ. ലാർജർ പോപ്പുലേഷനിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് സോഷ്യൽ സർവേ. ഓർത്ത് വയ്ക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് തരും, അതിൽ നമ്മൾ ആൻസർ ഇങ്ങനെ എഴുതി കൊടുക്കും. ഓക്കെ, ആൻസേഴ്സ്, നമ്മുടെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുന്ന പരിപാടിയാണ് സോഷ്യൽ സർവേ. സെൻസസ് ഈസ് എ ടൈപ്പ് ഓഫ് സർവേ. സെൻസസ് ഒരു ടൈപ്പ് ഓഫ് സർവേ ആണ്. ജനങ്ങളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന ഒരു സർവേ, നടത്തുന്ന ഒരു സർവേ ആണ് സെൻസസ് എന്ന് പറയുന്നത്. അത് രണ്ടും ഓർത്ത് വയ്ക്കുക. ഇനി സോഷ്യൽ സർവേയെക്കുറിച്ച് വേറെ അടുത്ത് പറയും. ഇൻ്റർവ്യൂവും സോഷ്യൽ സർവേയും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അത് പിന്നീട് പറയും. അടുത്ത് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർവ്യൂ സോഷ്യൽ സർവേ എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ക്വസ്റ്റ്യൻ അടങ്ങുന്ന ഫോം തരും, അതിനകത്ത് നമ്മൾ ആൻസർ ഇങ്ങനെ എഴുതി കൊടുക്കുന്ന പരിപാടിയാണ് സോഷ്യൽ സർവേക്കകത്തുള്ളത്. ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോഴോ ക്വസ്റ്റ്യൻസ് ഓറലി ആയിരിക്കും വരുന്നത്. ചോദ്യം നിങ്ങളുടെ അടുത്ത് എന്തായിരിക്കും? വായ കൊണ്ട് ചോദ്യം ചോദിക്കും, നിങ്ങൾ വായ കൊണ്ട് മറുപടി പറയും. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളായിരിക്കും എന്ത് ചെയ്യുന്നത്? ഇൻഫർമേഷൻ എഴുതിയെടുക്കുന്നത്. ഇപ്പോൾ എന്നെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് വിചാരിച്ചോ, നിങ്ങൾ എൻ്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഞാൻ പറയും. ഞാൻ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്? അല്ല, ഞാൻ പറയുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇൻ്റർവ്യൂവിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇൻ്റർവ്യൂവിന് വരുന്നതിന് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മളൊരു ക്വസ്റ്റ്യൻ എയർ പ്രിപ്പയർ ചെയ്തിരിക്കണം. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ ഉണ്ടല്ലോ, ഒരാളെ കാണാൻ പോകുമ്പോൾ, ഒരു പ്രമുഖ വ്യക്തിയെ കാണാൻ പോകുമ്പോഴത്തേക്കും അയാളുടെ ചോദിക്കാൻ പറ്റിയ 5 ചോദ്യങ്ങൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എയർ എപ്പോഴും എന്തിനുണ്ടായിരിക്കണം? ഇൻ്റർവ്യൂവിന് ഉണ്ടായിരിക്കണം. അടുത്തത് ഇൻ്റർവ്യൂവും ക്വസ്റ്റ്യൻ എയറും തമ്മിലുള്ള, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവും ക്വസ്റ്റ്യൻ എയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോഷ്യൽ സർവേയാണ്. സോഷ്യൽ സർവേയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ഇൻ്റർവ്യൂവും സോഷ്യൽ സർവേയും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഇൻ്റർവ്യൂ ഈസ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ റിസർച്ചർ ആൻഡ് ദ റെസ്പോണ്ടർ. റിസർച്ചറും റെസ്പോണ്ടൻറ്റും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇൻ്റർവ്യൂ. ഓക്കെ, അല്ലെങ്കിൽ ഈ റിസർച്ചറിന് പറയുന്നത് എഴുതാം, ഇൻ്റർവ്യൂവർ എന്ന് എഴുതാം. ഇൻ്റർവ്യൂവറും ഇൻ്റർവ്യൂവിയും തമ്മിലുള്ള ഒരു സംസാരമാണ് എന്തെന്ന് എഴുതാം? ഇൻ്റർവ്യൂ എന്ന് പറയും. ഇൻ്റർവ്യൂവറും ഇൻ്റർവ്യൂവിയും തമ്മിലുള്ള സംസാരമാണ് ഇൻ്റർവ്യൂ. ഇനി ഇൻഫർമേഷൻ കളക്റ്റഡ് ഓർവേ. ഇൻഫർമേഷൻ എങ്ങനെ കളക്ട് ചെയ്യുന്നത്? അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ചുകൊണ്ടാണ് കളക്ട് ചെയ്യുന്നത്. റിസർച്ചർ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവി അല്ലെങ്കിൽ ഇൻ്റർവ്യൂ എടുക്കുന്ന ആളെന്ത് ചെയ്യും? നമ്മുടെ ഇൻഫർമേഷൻ എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത്. അവരാണത് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, എഴുതിയെടുക്കുക, അല്ലെങ്കിൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുക, ക്യാമറ റെക്കോർഡ് ചെയ്യുക ചെയ്യുന്നു. ഇനി ക്വസ്റ്റ്യൻ എയർ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ എയർ എന്നല്ല ഇതിനെ പറയേണ്ടത്, സോഷ്യൽ സർവേ. ക്വസ്റ്റ്യൻ എയർ അല്ലെങ്കിൽ സോഷ്യൽ സർവേ. സർവേയിലാത്താണെങ്കിൽ റിസർച്ചേഴ്സ് ക്വസ്റ്റ്യൻ എയർ ഫോർ ഡേറ്റ സെലക്ഷൻ. ക്വസ്റ്റ്യൻ എയർ ഉപയോഗിക്കും. റിസർച്ചർ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ എയർ ഉപയോഗിക്കും. അതായത് ഒരു ഫോം കൊടുക്കുമെന്ന് പറഞ്ഞില്ല, ഒരു ഫോം ആർക്ക് കൊടുക്കും? ഇപ്പോൾ സെൻസസ് എടുക്കാൻ പോകുന്ന സമയത്ത് സെൻസസിൻ്റെ ഫോം നമുക്ക് തരുമ്പോൾ നമ്മളത് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻഫർമേഷൻ ഈസ് ഗിവൺ ഇൻ റിട്ടൺ. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഇതാണ്. ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഇവിടെ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇൻഫർമേഷൻ. ഇവിടെ ആണെങ്കിലോ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ആണെങ്കിൽ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഇവിടെ ആണെങ്കിലോ എന്താണ് ചെയ്യുന്നത്? പറയുകയാണ് ചെയ്യുന്നത്. ഇൻ്റർവ്യൂവിൽ ആൻസേഴ്സ് പറഞ്ഞു കൊടുക്കുന്നു, എന്നാൽ ക്വസ്റ്റ്യനകത്ത് സോഷ്യൽ സർവേക്കകത്ത് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റിസർച്ചർ റെക്കോർഡ് ദ ഇൻഫർമേഷൻ. റിസർച്ചറാണ് ഇവിടെ ഇൻഫർമേഷൻ റെക്കോർഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ റെസ്പോണ്ടൻ്റാണ് പ്രൊവൈഡ് ഇൻഫർമേഷൻ. ഇപ്പോൾ എൻ്റെ അടുത്താണ് സോഷ്യൽ സർവേക്ക് ഒരു ഫോം കൊണ്ട് തരാണെന്നുണ്ടെങ്കിൽ ഞാനാണ് ആ ഫോം എന്ത് ചെയ്യുന്നത്? ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് സോഷ്യൽ സർവേയും ഇൻ്റർവ്യൂവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അത് രണ്ടും ഓർത്ത് വയ്ക്കുക. ഇനി ഒബ്സർവേഷൻ മെത്തേഡ് എന്താണെന്ന് നോക്കാം. സോഷ്യൽ സർവേ ആയി ഇൻ്റർവ്യൂ ആയി. ഇനി ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയിലെ ഒരു സംഭവത്തെക്കുറിച്ച് കുറച്ച് പേരിങ്ങനെ കൂടി നിൽക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്ലാസ് റൂം സങ്കല്പിക്കുക. ഞാനിപ്പോൾ ഒരു ക്ലാസ് റൂമിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് റൂമിലെ കുട്ടികളെ മുഴുവൻ ഞാനിങ്ങനെ നിരീക്ഷിക്കുകയാണ്. ഓക്കെ,
അതാണ് ഒബ്സർവേഷൻ. നിരീക്ഷിക്കുന്നത് വഴി എനിക്ക് അവരെക്കുറിച്ചുള്ള ഒരുപാട് ഇൻഫർമേഷൻ ലഭിക്കൂലേ? അവരും അവരുടെ ചുറ്റും നിൽക്കുന്ന കുട്ടികളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഇൻഫർമേഷൻ ലഭിക്കൂലേ? അതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഒബ്സർവേഷൻ ഈസ് ദ മെത്തേഡ് ബൈ വിച്ച് വാട്ട് എവർ സീൻ, ഹേർഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഈസ് റെക്കോർഡഡ്. എന്താണോ കേൾക്കുന്നത്, എന്താണോ കാണുന്നത്, എന്താണോ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതിനെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന പരിപാടിയാണ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ അതാണ്. ഒബ്സർവേഷൻ രണ്ട് തരത്തിലുണ്ട്. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനും. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്കൊരു ഫാമിലിയെക്കുറിച്ച് അറിയണം, എനിക്കൊരു ഫാമിലിയെക്കുറിച്ച് വിവരം കണ്ടെത്തണം. ഞാൻ ആ ഫാമിലിയിലേക്ക് പോവുകയും ആ ഫാമിലിയിൽ ഒരു അംഗത്തെ പോലെ ആയിട്ട്, ഒരു മോനെ പോലെ അനിയനെ പോലെ ആയിട്ട് മാറിയിട്ട് കുറച്ച് ദിവസം ആ ഫാമിലിയിൽ താമസിക്കുകയും എന്നിട്ട് അവരുടെ ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്യുകയും ചെയ്യണമെങ്കിൽ, ആ ഫാമിലിയിലെ ഓരോ വ്യക്തികളെക്കുറിച്ചും അവർക്കും മറ്റുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ഇൻഫർമേഷൻ ഞാൻ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. വെൻ ദ റിസർച്ചർ ഹിംസെൽഫ്, റിസർച്ച് ചെയ്യുന്ന ആൾ അയാളോ അല്ലെങ്കിൽ ഹെർസെൽഫോ കളക്ട്സ് ഇൻഫർമേഷൻ ഡയറക്ട്ലി ഫ്രം ദ ഏരിയ അണ്ടർ സ്റ്റഡി. എവിടുന്നാണോ നമ്മൾ, ഏതിനെയാണോ നമ്മൾ പഠന വിഷയമാക്കുന്ന ആ ഏരിയയിൽ നിന്ന് ഡയറക്റ്റ്ലി ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. ഇനി നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്താണ്? റിസർച്ചർ എന്ത് ചെയ്യില്ല, സ്റ്റഡി ചെയ്യുന്ന ഏരിയയിൽ കൂട്ടത്തിലുണ്ടാവില്ല, മാറി നിന്ന് എന്ത് ചെയ്യും, ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അല്ലെങ്കിൽ വേറൊരു വ്യക്തിയിൽ നിന്ന്, ഇപ്പോൾ എനിക്കൊരു ഫാമിലിയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരാൾ ചോദിക്കണം, ആ ഫാമിലി എങ്ങനെയാണ്, അവിടുത്തെ ഇന്ന ആളെങ്ങനെയാണ്, അവരെങ്ങനെയാണെന്ന് വെച്ച് അയാൾ നേരിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാതെ വേറെ ഏതെങ്കിലും മാർഗ്ഗത്തിലൂടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. ഡസ് നോട്ട് സ്റ്റേ വിത്ത് ദ ഗ്രൂപ്പ് അണ്ടർ സ്റ്റഡി. ഏത് ഗ്രൂപ്പിലാണോ നിൽക്കുന്നത് ആ ഗ്രൂപ്പുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറില്ല, സ്റ്റേ ചെയ്യാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത, നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ്റെ പ്രത്യേകത. ഓക്കെ, അതാണ്. അപ്പോൾ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ഡയറക്റ്റ്ലി ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ, ഇൻഡയറക്റ്റ്ലി ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ. ഇനി ലാസ്റ്റ് ടോപ്പിക്ക് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കേസ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് അന്വേഷണം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. കേസ് അന്വേഷണം, ഇപ്പോൾ ഒരു കൊലപാതകം നടക്കുന്നു, അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താണ്? കേസ് അന്വേഷിക്കുക എന്നുള്ളതല്ലേ പോലീസുകാരൊക്കെ ചെയ്യുന്ന പരിപാടി. അത് തന്നെയാണ് കേസ് സ്റ്റഡി എന്നും പറയുന്നതെന്ന് വെച്ചാൽ, വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ ഒരു സംഭവത്തെക്കുറിച്ച്, മനുഷ്യരുടെ ബന്ധവുമായി മനുഷ്യരും ചുറ്റുപാടുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അന്വേഷിച്ച് കണ്ടെത്തി അതുവഴി നിഗമനങ്ങളിലെത്തുന്ന പരിപാടിയാണ് കേസ് സ്റ്റഡി. ഓക്കെ, കേസ് സ്റ്റഡി ഈസ് യൂസ് ടു മേക്ക് ഇൻ ഡെപ്ത് സ്റ്റഡി ഓൺ റെയർ ആൻഡ് സോഷ്യൽ ഫിനോമിന. സമൂഹത്തിലെ പ്രശ്നങ്ങളും പ്രോബ്ലംസും അതുപോലെ തന്നെ സംഭവങ്ങളും, സാമൂഹികമായിട്ടുള്ള സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്, മനുഷ്യരും ചുറ്റുപാടുകളും തമ്മിലുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കേസ് സ്റ്റഡി. സ്റ്റഡീസ് എല്ലാം വളരെ എക്സാക്റ്റ് ആയിരിക്കും, കോംപ്രഹെൻസീവ് ആയിരിക്കും, വളരെ ശരിയായതും വളരെ ചുരുങ്ങിയതും ആയതായിരിക്കും. എക്സാക്റ്റ് ആവശ്യമുള്ള വിവരങ്ങൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കേസ് സ്റ്റഡിക്കകത്ത് കളക്ട് ചെയ്യുള്ളൂ. വളരെ ഇൻഡെപ്ത് ആയിട്ട് കാര്യങ്ങൾ കളക്ട് ചെയ്യുകയും ചെയ്യും. ദ ടോപ്പിക് അണ്ടർ സ്റ്റഡി യൂസിങ് ദിസ് മെത്തേഡ് ഈസ് കാൾഡ് കേസ്. അങ്ങനെ പഠിക്കുന്ന ആ ഒരു ടോപ്പിക്കിനെയാണ് എന്ത് പറയുക, കേസ് എന്ന് പറയുക. കേസ് എന്ന് പറയുക, ഏത് വിഷയത്തെക്കുറിച്ചാണ് പഠിക്കുന്ന ആ വിഷയത്തെയാണ് എന്ത് പറയുക, കേസ് എന്ന് പറയുക. ഇത്രയുമാണ് ഏതിനകത്ത് വരുന്ന കാര്യം, കേസ് സ്റ്റഡിക്കകത്ത് വരുന്ന കാര്യം. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഒബ്സർവേഷനും സോഷ്യൽ സർവേ ഇൻ്റർവ്യൂ തമ്മിലുള്ള വ്യത്യാസവും ഇതൊക്കെയാണ്. എല്ലാം ഈ ചാപ്റ്ററിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എക്സാമിന് ചോദിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ എല്ലാം ഒന്ന് നോക്കി വയ്ക്കുക. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ലൈവിൽ പറയാൻ ഉദ്ദേശിച്ച ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ ഒഴിവാക്കിയ കുറച്ച് ഭാഗങ്ങളുണ്ട്. ആ ഒഴിവാക്കിയ ഭാഗങ്ങളല്ല, ഈ ലൈവിന് ശേഷം അടുത്ത ലൈവായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഒന്ന് മാപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ടൈം കാൽക്കുലേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പിന്നെ ടെറൈൻ അനാലിസിസ് ത്രൂ മാപ്പ് എന്ന് പറയുന്നതിനകത്തുള്ള ഗ്രിഡ് റെഫറൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഈ 3 കാര്യങ്ങൾ ഇതിന് ശേഷമുള്ള ലൈവിൽ അല്ലെങ്കിൽ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ, ഈ ഒരു സെറ്റപ്പ് അല്ല അതിന് വേണ്ടത്. ബോർഡും കുറച്ച് കാര്യങ്ങളാണ്, ടൈം കാൽക്കുലേഷനൊക്കെ എഴുതുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ലൈവിൽ നിന്ന് മാറിയിട്ടായിരിക്കും അടുത്ത ലൈവ് അല്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ടോപ്പിക്കിൽ വരുന്നത്. മാപ്പ് ഉണ്ടാവും, ടെറൈൻ അനാലിസിസ് ത്രൂ മാപ്പിനകത്തുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും, പിന്നെ ടൈം കാൽക്കുലേഷൻ ഉണ്ടാവും. ഓക്കെ, ഇത്രയുമാണ് അടുത്ത വീഡിയോയിൽ വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാം. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയണേ. നമ്മൾ കമൻറ്റ് ഇടുന്നുണ്ടാവും. ലൈവിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനുണ്ടാവും, കമൻറ്റ് ഇടുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടി സെപ്പറേറ്റ് വീഡിയോയോ ഓഡിയോയോ ഒക്കെ ചെയ്യാൻ പറ്റും. മലയാളം മീഡിയംകാർക്ക് നോട്ട് വേണമെന്നുണ്ടെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്താൽ മതി, നോട്ട്സൊക്കെ അതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയണേ.